നമുക്ക് ഈ ഒരു വൺസ് അഗെയിൻ നമ്മുടെ ചൈന കാൻഡൺ ഫെയറുമായി ബന്ധപ്പെട്ട് ഓരോ ബിസിനസ്സുകാരനും അവൻ്റെ സ്വപ്നങ്ങളും അവൻ്റെ വിഷനുമായിട്ടായിരിക്കും ഒരു റിസർച്ച് വർക്ക് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോറേഷൻ ട്രിപ്പുമായി ബന്ധപ്പെട്ട് ചൈനയിലേക്ക് പോകുന്നത്. അപ്പോൾ വെറും ചൈനയിൽ പോവുകയും ചില പ്രൊഡക്റ്റുകൾ കാണുകയും അല്ലെങ്കിൽ ചില പ്രൊഡക്റ്റുകൾ വാങ്ങുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ലോങ് ടേമിൽ ഒരു സസ്റ്റൈനബിൾ പ്രോഫിറ്റബിൾ നിലനിൽക്കുന്ന ഒരു ബിസിനസ്മാനോ ഒരു കമ്പനിയോ ഒരു ബ്രാൻഡോ ആയി മാറുന്നില്ല. അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ മുമ്പും ശേഷവും സൈഡിലും ചെയ്യേണ്ട ഒരുപാട് ഘടകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 വെബിനാറിൽ, ആദ്യത്തെ വെബിനാറിൽ നമ്മൾ ഒരു ബ്രാൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷമുള്ള വെബിനാറിൽ നമ്മൾ ഒരു ബ്രാൻഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പം പൈസ എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നിങ്ങൾ ഈ പറഞ്ഞ തള്ളലൊക്കെ തള്ളിയാൽ ഇതിനുള്ള പൈസ എവിടെ നിന്ന് കിട്ടും? അതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ഒരു ഫണ്ടിങ് സ്ട്രാറ്റജികളെ കുറിച്ചുള്ള ഒരു ചർച്ച നമ്മൾ അതിൻ്റെ ശേഷമുള്ള വെബിനാറിൽ നടത്തി. അപ്പോൾ ഇനിയുള്ള മറ്റൊരു എക്സാമ്പിൾ, ഒരു വലിയ പ്രശ്നം നിങ്ങളെല്ലാവരും പലരുമായിട്ടും ഈ വെബിനാറിന് ശേഷം ഞാൻ പേഴ്സണലി മീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഭയങ്കര ബിസിനസ്സുകാരാണ്, പക്ഷേ എവിടെയും എത്താത്ത കോലാണ്. അത് എന്തുകൊണ്ട് എന്നുള്ള ചർച്ച ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു പവർ ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെഷൻ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെയാണ് റൺ ചെയ്യുക. ആദ്യം ഞാൻ ഈ ഒരു ആശയത്തെക്കുറിച്ച് കുറച്ച് സമയം സംസാരിക്കാം. അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനിലേക്ക് പോകും. അങ്ങനെ ആകുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ചോദിക്കാൻ വിചാരിക്കുന്ന കുറേ സാധനങ്ങൾ അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. അതല്ലാത്ത സാധനങ്ങൾ നമുക്ക് ഒരു ഇൻ്ററാക്റ്റീവ് ഡിസ്കഷനിലേക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്ത എല്ലാവരും ലാസ്റ്റ് വരെ ഇരിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെബിനാറിൽ കയറി നോക്കി പോകുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല അതിന്. അപ്പം സിറ്റിംഗ് ആൻഡ് ലാസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ നമ്മൾ അവസാനത്തെ ഫ്യൂ മിനിറ്റ്സിലായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുക. അപ്പോഴായിരിക്കും ഏറ്റവും നല്ല നമ്മുടെ ബിസിനസ്സിന് ഉതകുന്ന എന്താ പറയുക പോയിന്റ് ഡെലിവറി ആവും. ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഐഡിയാസ്. അപ്പോൾ ആ ഐഡിയ എപ്പോൾ എവിടുന്ന് വരും എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും നമുക്ക് തുടങ്ങാം. ഞാൻ ബിസിനസ്സിൽ ഫോക്കസിൻ്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ ഞാൻ കുറേ സ്റ്റോറികൾ പറഞ്ഞുതരാം, എന്നാൽ പെട്ടെന്ന് മനസ്സിലാവും. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ, ബിസിനസ്സുകാർക്ക് ഫോക്കസ് ഇല്ലെങ്കിൽ അവർ പടച്ചവൻ അനുഗ്രഹിച്ച ബിസിനസ് കയ്യിൽ നിന്ന് പോകും. ഞാൻ പറഞ്ഞുതരാം. ബിസിനസ്സുകാരന് ഫോക്കസ് ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഭയങ്കര സ്മാർട്ടായിട്ടായിരിക്കും എന്നല്ല പടച്ചവൻ നമുക്ക് തരും. നമുക്കറിയുന്ന ഒരു മേഖലയിൽ നമ്മളിങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ വിജയിച്ചും കൊണ്ട് വരുന്നൊരു സംഭവമായിരിക്കും. പക്ഷേ പിന്നെ നമ്മൾ നശിക്കൽ എവിടെയെന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത്, ഫോക്കസ് ഇല്ലാത്തതിൻ്റെ പേര്. ഒരിക്കൽ മറ്റൊരു ഡീപ്പ് ഇമ്മേർഷനിൽ ജോർജിയ നടക്കുന്ന സമയത്ത് സൗദിയിലെ എന്താ പറയുക സൂപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് അവർ വന്നിരുന്നു. അപ്പോൾ അവരുടെ ഹിസ്റ്ററി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ ഒരു തറവാടികളായിട്ട് തന്നെ സൂപ്പർ മാർക്കറ്റ് ഗ്രൂപ്പാണ്. സൗദിയിൽ എന്നെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് 6 ഔട്ട്ലെറ്റുകളുണ്ട്. അപ്പോൾ അവർ സൗദിയിൽ ആദ്യത്തെ ഷോപ്പ് തുടങ്ങി, അടിപൊളിയായിട്ട് സൂപ്പർ മാർക്കറ്റ് വിജയിച്ചു. അപ്പോൾ അതിൽ നിന്നുള്ള പൈസ കൊണ്ട് അവർ രണ്ടാമത്തെ തുടങ്ങി, അതും വിജയിച്ചു. മൂന്നാമത്തെ തുടങ്ങി, അതും വിജയിച്ചു. അങ്ങനെ 6 എണ്ണം തുടങ്ങി, 7 എണ്ണം തുടങ്ങി. ഈ 7 എണ്ണവും വിജയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവർക്ക് തന്നെ എന്തായാലും പറയാം ഭയങ്കരമായിട്ട് പൈസ വന്നു തുടങ്ങി, ഒരുപാട് പൈസ വന്നു തുടങ്ങി. പെട്ടെന്ന് നമ്മൾ കേരളത്തിലെ ബിസിനസ്മാർക്ക് പൈസ വന്നാൽ പിന്നെ അതെന്ത് ചെയ്യണം എന്നുള്ള നെക്സ്റ്റ് ലെവൽ ഓഫ് വിഷൻ ഉണ്ടാവില്ല ഓർഗനൈസേഷന്. അപ്പോൾ നമ്മൾ ശരിക്കൊരു പൈസ ഉണ്ടാക്കാനും മഴീഷത്ത് കണ്ടെത്താനും ജീവിതമാർഗം കണ്ടെത്താനും ആയിരിക്കും ബിസിനസ് തുടങ്ങുന്നത്. അങ്ങനത്തെ ഒരു സമയത്താണ് എല്ലാ ബിസിനസ്സുകളും വിജയിച്ച് അടിപൊളിയായിട്ട് വലിയൊരു സംഖ്യ നമ്മളെ കയ്യിൽ വരുന്നത്. അങ്ങനെ അവരോട് ഒരാൾ പറഞ്ഞ്, ജിസാൻ ഭാഗത്ത് ഒരു പെട്രോൾ പമ്പ് കിട്ടാനുണ്ട്, നിങ്ങൾ പെട്രോൾ പമ്പ് വാങ്ങിക്കോളി, ഭയങ്കര ലാഭമുള്ള ബിസിനസ്സാണ്. അങ്ങനെ 3 മില്യൺ ദിർഹംസ് റിയാൽ മുടക്കിയിട്ട് അവർ ആ പെട്രോൾ പമ്പ് തുടങ്ങുകയും അവസാനം പിന്നെ മനസ്സിലായത് ഇപ്പോൾ ഉള്ള ഈ ഹൈവേ അല്ല ഇപ്പോഴത്തെ ഹൈവേ, അപ്പുറത്ത് വേറെ ഹൈവേ വന്നിട്ടുണ്ട്. ഈ ഹൈവേ ഗവൺമെൻറ് ഇപ്പോൾ ഒരു അബൻഡൻഡ് ഹൈവേ ആണ്, അതുകൊണ്ട് തന്നെ ഇതിൽ വണ്ടിയുടെ ട്രാഫിക് ഇല്ല. അതുകൊണ്ടാണ് ആ കഫീൽ അല്ലെങ്കിൽ സൗദി ആ പെട്രോൾ പമ്പ് വിറ്റത് എന്നുള്ള വിവരം അവർ നടത്തി 1 വർഷം കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞു. അതിൽ വണ്ടി പോകാത്ത കണ്ടപ്പോൾ അപ്പോൾ ഒരു പഠനവും നടത്താതെ ഒരു ഐഡിയ ഇല്ലാത്ത ഒരു മേഖലയിൽ പോയിട്ട് 3 മില്യൺ സൗദി റിയാൽ ഇട്ടിട്ട് ഒരു പെട്രോൾ പമ്പ് തുടങ്ങി, അതിൽ പൊട്ടി. പ്രശ്നമല്ല, ഇപ്പോഴത്തെ 7 സൂപ്പർ മാർക്കറ്റ് സൂപ്പറായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ വരുന്നുണ്ട്. അവർ അടുത്ത ബിസിനസ്സിലേക്ക് നീങ്ങണം. ആരോ ഒന്ന് പറഞ്ഞേ, സൗദിയിൽ ഭയങ്കരമായിട്ട് ടയർ വേസ്റ്റ് ആവുന്നുണ്ട്. ടയറിൻ്റെ വേസ്റ്റുകൾ അതൊക്കെ പൊടിച്ച് റബ്ബർ പൊടിച്ചിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഉണ്ട്. അതിൻ്റെ പൊടി ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ്. അപ്പോൾ റബ്ബർ പൊടിക്കുന്ന ബിസിനസ് പൊളിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ റബ്ബർ പൊടിക്കുന്ന ബിസിനസ് കണ്ടെത്താൻ വേണ്ടി സെനയ്യ ഏരിയയിൽ മെഷീനറിയെ കൊണ്ടുവന്ന് സെറ്റാക്കി അതിൻ്റെ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്ത് ഫൈനൽ ലൈസൻസിൻ്റെ അപ്ലിക്കേഷൻ പോയപ്പോൾ കഫീൽ പറഞ്ഞ് 1 ടൈം ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലൈസൻസ് എടുത്തുതരാം, 1 ടൈം ഞാൻ എടുത്തുതരാം, പക്ഷേ അടുത്ത വർഷത്തിൻ്റെ റിന്യൂവൽ എന്നോട് പറയരുതെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഈ ടയർ പൊടിക്കുന്ന അല്ലെങ്കിൽ ടയർ റീസൈക്കിൾ ചെയ്ത് അതിൻ്റെ പൊടി ഇതാക്കുന്ന ബിസിനസ് മോഡൽ സൗദിയിൽ അലൗഡ് അല്ല. അത് കഫീലിനറിയാം. അപ്പോൾ ഒന്ന് വേണമെങ്കിൽ നമ്മൾ അണ്ടർ ടേബിൾ എടുത്തുതരാം, രണ്ടാമത്തെ പുതുക്കരുതെന്ന് പറയാൻ കാരണം അപ്പോഴേക്കും ഇവർ ഇതിനു വേണ്ടിയിട്ട് സമയവും ഊർജ്ജവും പണവും ഒക്കെ ചിലവായി കഴിഞ്ഞിരുന്നു, മെഷീനറിയും കൊണ്ടുവന്നിരുന്നു. ആ പൈസ പോയി കിട്ടി. പ്രശ്നമല്ല മക്കളെ, അവിടെ ഇഷ്ടം പോലെ സൂപ്പർ മാർക്കറ്റ് നടക്കുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റ് അടിപൊളിയായിട്ട് നടന്നു പോകുന്നുണ്ട്. പൈസ മാസം വരുന്നുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. 3 മില്യണും ഒരു 1.5 മില്യൺ 4.5 മില്യൺ ഇപ്പോൾ പോയിട്ടുള്ളൂ. ഇനി ബാക്കിൻ്റെ ഇടയ്ക്ക്
അങ്ങനെ ആരോന്ന് പറഞ്ഞേ, എടാ സൗദിയിൽ ആട് ബിസിനസ് ഭയങ്കര ലാഭമുള്ള പരിപാടിയാണ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ ശ്രീനിവാസൻ പറഞ്ഞ മാതിരി ഇച്ചിരി പുല്ല്, ഇച്ചിരി പുണ്ണാക്ക്, ഇച്ചിരി വെള്ളം കൊടുത്താൽ ആടിങ്ങനെ ഓരോ പേറിനും 2, 3, 4 കുട്ടികളെ പേറും. പെട്ടെന്ന് ഡബിളാണ് ഒരു ബിസിനസ്. നിങ്ങളൊരു 1000 ആട് വാങ്ങിയാൽ ഒരു കൊല്ലം കൊണ്ട് അത് 6 മാസം കൂടുമ്പോൾ പേറും. 2 കുട്ടികൾ കുട്ടിയൊക്കെ ഒരു കൊല്ലം 4 കുട്ടികളുണ്ടാവും. 1000 ആട് ഒരു കൊല്ലം കൊണ്ട് 4000 ആടാവും എന്നൊക്കെ പറഞ്ഞ കേട്ടോ എക്സൽ ഷീറ്റിൽ കണക്കൂട്ടിയപ്പോൾ ആട് ബിസിനസ് വിത്ത് പുല്ല് ബിസിനസ്. പുല്ല്, ആവശ്യമുള്ള പുല്ല് നമ്മൾ ആടിന് കൊടുക്കുക, ബാക്കിയുള്ളത് പുല്ലായിട്ട് വെക്കുക, അതിന് വേറെ ലാഭം. അങ്ങനെ പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ലൊരു ഒരുപാട് ഏക്കർ ഭൂമിയിൽ ആയിരക്കണക്കിന് ആടുകളൊക്കെ വാങ്ങി പുല്ലൊക്കെ നട്ട് സെറ്റായി. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ സൂപ്പർ മാർക്കറ്റ് അവിടെ നടക്കുന്നുണ്ട്. മനുഷ്യന് ഈ അഹങ്കാരവും അല്ലെങ്കിൽ ഈ പൈസയൊക്കെ വരുന്നത് ആ സൂപ്പർ മാർക്കറ്റ് വന്ന നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് കൊല്ലം 3, കൊല്ലം 4 അതിൻ്റെ ഇടയ്ക്ക് ഒരു വിഷയം സംഭവിച്ചത്, ഒരു കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് ലോസിലാണ്, അത് ഒരു ക്ലോസ് ചെയ്ത്. അത് അവർക്ക് പ്രശ്നമല്ല, കാരണം വേറെ 6 അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ പടച്ചവൻ അനുഗ്രഹിച്ച ബിസിനസ് കൊണ്ട് കളിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. പവർ ഓഫ് ഫോക്കസ് ഇല്ലാത്ത പ്രശ്നമാണിത്. ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു രൂപരേഖ, മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ള തിരിച്ചറിവില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ ഏതായാലും ആ സമയത്താണ് 2012 സമയത്താണ് മെർസ് കൊറോണ വൈറസ് വരുന്നത്. മെർസ്, ഒട്ടകങ്ങളിലും ആടുകളിലും കൊറോണ വൈറസ് വന്നു. കൊറോണ വൈറസ് ആദ്യമായിട്ട് വന്നത് 2021 കേട്ടോ, 2012. അങ്ങനെ ഒട്ടകങ്ങൾ ഒക്കെ തുമ്മാനും ചാകാനും തുടങ്ങി, ആടുകളൊക്കെ ജലദോഷം പിടിച്ച് ചാകാൻ തുടങ്ങി. അങ്ങനെ ആടിറച്ചി ആർക്കും വേണ്ടാതായി. അങ്ങനെ എല്ലാം കൂടി അത് കുറേ ഇത് ചത്തും പോയി. ഈ ചാകാത്ത ആടുകൊണ്ട് കുടുങ്ങിയല്ലേ, ചാകാത്ത ആടുകൊണ്ട് ഇവർ കുടുങ്ങി. അങ്ങനെ ആ പുല്ലും ആ ആടും ഒക്കെ ഇട്ട് അവിടുന്ന് ഓടി. അങ്ങനെ തിരിഞ്ഞു വന്നപ്പം അങ്ങനെ ഉണ്ടല്ലോ, ഒരു കുറേ പൈസ കയ്യിൽ നിന്ന് പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ബിസിനസ് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറഞ്ഞു വരുന്നു. കുറേ വർഷങ്ങൾ നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ളൊരു സമയത്താണ് 2013, 2014 കാലങ്ങളിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു കോണ്ടാക്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു സംഭവം, ഇനി അങ്ങോട്ട് ഞങ്ങൾ 2030 വിഷൻ സെറ്റ് ചെയ്ത്, അതായത് സൗദിയിലുടനീളം 100 ഔട്ട്ലെറ്റുകളുള്ള നിങ്ങളെ ബ്രാൻഡ്, അന്ന് 8 ഷോപ്പിന് 8 പേരാ. അപ്പോൾ ഒരു പേരിൽ ഒരേ ഡിസൈനിൽ ഒരേ ബ്രാൻഡിൽ അന്ന് 8 ഷോപ്പിന് 8 കഫീല. അത് ഒറ്റ കമ്പനിയായിട്ട്, ഒറ്റ സാജിയ കമ്പനീൻ്റെ അണ്ടറിൽ വന്നിട്ട് ഒരു ബ്രാൻഡിൻ്റെ ഉള്ളിൽ നമുക്ക് 100 ഔട്ട്ലെറ്റ് അക്രോസ് സൗദി അറേബ്യ തുടങ്ങാം. അതുവരെ മറ്റൊരു ബിസിനസ്സും, അതൊരു ടയറിനും പോകരുത്, ആടിനും പോകരുത്, പെട്രോൾ പമ്പ് തുടങ്ങാനും പോകരുത്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ദുബായിലേക്ക് സാധനം കടത്തുക, ദുബായിൽ നിന്ന് സാധനം ഇങ്ങോട്ട് കടത്തുക, അങ്ങനെ പല ബിസിനസ്സിനും പോയിന് കേട്ടോ, പല ബിസിനസ്സിനും പോയിന്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി എടുക്കാൻ പാടില്ല. ഒരു വട്ടം വരച്ച് കഴിഞ്ഞാൽ ആ വട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരു 4-5 വർഷം ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊരു 50 ഔട്ട്ലെറ്റിലേക്കുള്ള യാത്രയിലാണ്. അപ്പം ഈ പലപ്പോഴും പലർക്കും കിട്ടാതിരിക്കുക, എൻ്റെ ബിസിനസ് ഞാൻ തുടങ്ങി, എൻ്റെ ബിസിനസ് വിജയിച്ചു, എൻ്റെ അടുത്ത് പൈസ വന്നു, ഇനി ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യണം എന്നുള്ള തിരിച്ചറിവില്ലാതിരിക്കുകയാണ് ചെയ്യാം. ഇനി വേറെ 1-2 ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യണം കേട്ടോ, പക്ഷെ അതെങ്ങനെ എന്നും കൂടി അറിയാത്ത പ്രശ്നമാണ്. ഇപ്പം കേരളത്തിൽ നമ്മൾ പ്രമുഖ ഒരു ജ്വല്ലറി കം റിയൽ എസ്റ്റേറ്റ് ടീമിനെ നോക്കുകയാണെങ്കിൽ അവർ ചെയ്ത ഒരു പ്രധാന എലമെൻറ്റ്, ആദ്യമായിട്ട് ആ ജ്വല്ലറിയെ ഒരു 100 ഔട്ട്ലെറ്റ്, 200 ഔട്ട്ലെറ്റ്, 300 ഔട്ട്ലെറ്റ് ജ്വല്ലറി ആക്കാൻ അവർ ശ്രമിച്ചില്ല. ഒരു ഭാഗത്ത് മലബാർ ഗോൾഡ് ശ്രമിച്ചു, പക്ഷേ ഇവർ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, അവർ റിയൽ എസ്റ്റേറ്റിലേക്ക് കടന്നു. റിയൽ എസ്റ്റേറ്റ് കടന്നു, അതോടൊപ്പം തന്നെ സൗദിയിൽ പ്രൊജക്ട്സ് എടുത്ത് ചെയ്യാൻ തുടങ്ങി. അതായത് MEP അല്ലെങ്കിൽ കോൺട്രാക്ടിങ് വർക്ക് എടുത്ത് ചെയ്യാൻ തുടങ്ങി. അവർക്ക് പ്രധാന 2 ലോസ് വന്നത്, ഒന്ന് സൗദിയിലെ പ്രൊജക്റ്റിലും 2 കേരളത്തിലെ റിയൽ എസ്റ്റേറ്റിലുമാണ്. ഈ 2 ലോസും അവരെ ജ്വല്ലറിയെ ബാധിച്ചു. ജ്വല്ലറി പൂട്ടേണ്ടി വന്നു. പിന്നെ റിയൽ എസ്റ്റേറ്റിന് ലയബിലിറ്റി, ഒരുപാട് ലയബിലിറ്റി വന്നു, ബാങ്ക് ലയബിലിറ്റിയും വന്നു, അല്ലാത്ത കടങ്ങളും വന്നു. അത് വീട്ടാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും സൗദിയിൽ പെട്ടെന്ന് ലാഭം കിട്ടുന്ന പ്രൊജക്റ്റുകൾ എടുത്തു. അതിൽ അമ്പെ പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ അതിൻ്റെ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ആഫ്രിക്കയിൽ നിന്ന് ഗോൾഡ് കിട്ടുമെന്ന് ഗോൾഡ് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു 10-50 കോടി അതിന് വേണ്ടിയിട്ട് ഇറക്കി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു കടത്തിൽ നിന്നും മറ്റൊരു കടത്തിലേക്ക്, മറ്റൊരു കടത്തിൽ നിന്ന് മറ്റൊരു കടത്തിലേക്ക് ആകെ മുങ്ങി. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് കമ്പനിയും ക്വസ്റ്റ്യൻ മാർക്കാണ്. ജ്വല്ലറി ഇല്ല, മുതലാളി എവിടെയെന്ന് അറിയില്ല. അതായത് മര്യാദയ്ക്ക് പതിറ്റാണ്ടുകളോളം ഇയാൾക്ക് പേരും പ്രശസ്തിയും പണവും എല്ലാം നൽകിയിരുന്ന, തനിക്ക് അറിയുന്ന പണി, തനിക്ക് പടച്ചവൻ അനുഗ്രഹിച്ച് തന്ന, നന്മ തന്ന ബിസിനസ്സിനെ ശ്രദ്ധിക്കാതെ ആവശ്യമില്ലാത്ത തനിക്കറിയാത്ത ബിസിനസ്സുകളിലേക്ക് പോയി നശിച്ചു പോയ വ്യക്തികളാണ്. അപ്പോൾ ഒരു ഭാഗത്തെ ബിസിനസ്, അതിന് ഡൈവേഴ്സിഫിക്കേഷൻ വേണം. പക്ഷെ അറിയാത്ത ബിസിനസ്, ഇപ്പം സാധാരണഗതിയിൽ ആളുകൾ പൈസ ഉണ്ടാകുമ്പോൾ പോകുന്ന കുറേ ബിസിനസ് മോഡലുകൾ. ഇപ്പോൾ ഇന്നലെ ഒരു യുവാവ് വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി തുടങ്ങിയെങ്കിലും അതിന് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിക്ക് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു പ്രോപ്പർ വിഷനോ സ്ട്രാറ്റജിയോ ഇല്ല. അപ്പോൾ അദ്ദേഹം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ഏരിയകളൊക്കെ രസകരമായ, ഒന്ന് കോറി, ഹൈ റിസ്ക് ബിസിനസ്സാണ്.
ഒന്ന് ഈ ആകാശത്തുള്ള റിയൽ എസ്റ്റേറ്റ് ഉണ്ടാവും, അതായത് ഇത്ര ഉറുപ്പ്യ തന്നാൽ അത്ര ഉറുപ്പ്യ തരാമെന്ന കേരളത്തിൽ പലപ്പോഴും സ്കാം നടന്നിട്ടുണ്ടല്ലോ. അത്തരം റിയൽ എസ്റ്റേറ്റുകളിൽ പൊതുവെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഭാഗ്യത്തിന് ആഫ്രിക്കയിലെ ഗോൾഡിൽ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ട്രേഡിങ്ങിലും കളിച്ചിട്ടില്ല, സ്മഗ്ലിങ്ങിലും കളിച്ചിട്ടില്ല. അപ്പോൾ പൊതുവെ പൈസ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പൈസയാക്കാൻ കളിക്കുന്ന ചില മേഖലകളാണ്. ഒന്ന് കോറി, മറ്റൊന്ന് ആകാശത്തെ റിയൽ എസ്റ്റേറ്റ്, മറ്റൊന്ന് ആഫ്രിക്കയിലെ ഗോൾഡ്, മറ്റൊന്ന് ക്രിപ്റ്റോ, മറ്റൊന്ന് ട്രേഡിങ്, പെട്ടെന്ന് പൈസ ഡബിൾ ആവുന്ന ട്രേഡിങ്. അതൊക്കെയാണ് വീണു പോകുന്ന ചില കാര്യങ്ങൾ. ഞാൻ വേറൊരു ഉദാഹരണം വെച്ച് പറയാം. ഇപ്പോൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉദാഹരണം എടുക്കുക. ജീപ്പാസ് ആൻഡ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉദാഹരണം എടുത്താൽ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഒരു മേഖല കിട്ടും. ഇപ്പം നമ്മൾ ബഷീർക്കെ എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ നെസ്റ്റോ എടുത്ത് നോക്കിയാൽ അവർ ആദ്യം തുടങ്ങിയത് ജീപ്പാസ് ആണ്. ബേസിക്കലി ഒരു ട്രേഡിംഗ് കമ്പനി നമ്മളെപ്പോലെ ചൈനയിൽ പോയി നല്ല ഫാക്ടറികൾ കണ്ടെത്തി അവിടുന്ന് ജീപ്പാസ് എന്നുള്ള ബ്രാൻഡിൽ നല്ല പ്രൊഡക്റ്റുകൾ അടിച്ചു കൊണ്ടുവന്നു. ആ പ്രൊഡക്റ്റുകളോടെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്തു. പിന്നെ അവർക്ക് മനസ്സിലായി ട്രേഡിംഗ് അലോൺ വിൽ നോട്ട് വർക്ക്, നമുക്ക് റീറ്റെയിൽ വേണം, എന്നാലേ നമ്മളെ സാധനങ്ങൾ വെക്കാൻ സ്ഥലം ഉണ്ടാവുള്ളൂ. കാരണം ആരാൻ്റെ ഷെൽഫ് കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മളെ പൈസ ഓൻ്റെ ഷെൽഫിലാണല്ലോ, നമ്മളെ ഷെൽഫ് കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മളെ പൈസ നമ്മളെ ഷെൽഫിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റീറ്റെയിൽ ചെയിൻ വേണം എന്നുള്ള തിരിച്ചറിവ് ആ ട്രേഡിങ്ങിൻ്റെ ഒരു എൻഹാൻസ്മെൻ്റ് ആയിട്ടാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് തുടങ്ങുന്നത്. അങ്ങനെ ഒരു വിഷൻ സെറ്റ് ചെയ്ത് 2012-13 കാലഘട്ടങ്ങളിൽ 100 ഔട്ട്ലെറ്റ് GCCയിൽ എന്നുള്ള കൺസെപ്റ്റിൽ ഒരു സെറ്റ് ചെയ്ത് അതിൽ മാത്രം വർക്ക് ചെയ്ത് വന്ന്. അപ്പോൾ ഒരു ഭാഗത്ത് ജീപ്പാസ് ഉണ്ട്. ജീപ്പാസിന് ഇനിയിപ്പം ജീപ്പാസിൻ്റെ അത്ര വിലപിടിപ്പുള്ള ഇലക്ട്രോണിക്സ് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് ചീപ്പർ ഇലക്ട്രോണിക്സ് എടുത്തോളി. അപ്പോൾ ഞങ്ങളുടെ തന്നെ വിവിധ ഗ്രേഡുകളിലുള്ള ഇലക്ട്രോണിക്സ്, ക്രിപ്റ്റോൺ ഉണ്ട്, അതുണ്ട്, റോയൽ ഫോർഡ് ഉണ്ട്, ഡിഫറെൻറ്റ് ബ്രാൻഡുകൾ, നമ്മൾ തന്നെ ഡിഫറെൻറ്റ് ബ്രാൻഡുകൾ, പക്ഷേ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യാൻ 100 ഔട്ട്ലെറ്റ് അപ്പുറത്ത്. ഇനിയാണ് ഡൈവേഴ്സിഫിക്കേഷൻ രസം വരുന്നത്. നെസ്റ്റോക്ക് ഒരുപാട് സാധനങ്ങൾ വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് കറി പൗഡറുകൾ വേണം, 100 ഔട്ട്ലെറ്റുകൾക്ക് വേണ്ട കറി പൗഡറുകൾ വേണം. അങ്ങനെയാണെങ്കിൽ നെസ്റ്റോക്ക് സ്വന്തമായിട്ട് ഒരു കറി പൗഡറിൻ്റെ ബിസിനസ് ഡിവിഷൻ തുടങ്ങാമല്ലോ. നെസ്റ്റോയിൽ ഒരു വർഷം ചിലപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ ബനിയനും ഷഡ്ഡിയും പോകുന്നുണ്ടാവും, ഫോർ എക്സാമ്പിൾ ആവാം. അങ്ങനെയാണെങ്കിൽ ഒരു ഓൾറെഡി പക്ക ബിസിനസ്സുള്ളൊരു സാധനമാണല്ലോ ബനിയനും ഷഡ്ഡിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ബ്രാൻഡ് തുടങ്ങാം, യങ് ലൈഫ് തുടങ്ങാം. നെസ്റ്റോയിൽ ചിലപ്പോൾ ഒരു 10 ലക്ഷം TV പോകുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു TVയുടെ ബ്രാൻഡ് തുടങ്ങാം. ഇപ്പോൾ ലുലുവിൻ്റെ ഐക്കൺ പോലെ ഒരു ബ്രാൻഡ് തുടങ്ങിക്കളയാം, അങ്ങനെ തുടങ്ങി ഒരു ഭാഗത്ത് കറി പൗഡർ, ഒരു ഭാഗത്ത് പ്ലാസ്റ്റിക്, ഒരു ഭാഗത്ത് ഇലക്ട്രോണിക്സ്, ഒരു ഭാഗത്ത് ഇലക്ട്രിക്കൽസ്, ഒരു ഭാഗത്ത് ഗാർമെൻറ്റ്സ്, ഒരു ഭാഗത്ത് എന്തിനു പറയാം. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ 100 ഔട്ട്ലെറ്റ് തുടങ്ങണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കാര്യമായിട്ടും ചെയ്ത മറ്റൊരു ബ്രാൻഡിങ്, ഞങ്ങൾ ചൈനയിൽ പോയിട്ട്, അതായത് ഡൈവേഴ്സിഫിക്കേഷൻ വേണം. അതിന് പോകേണ്ടത് ടയർ പൊടിക്കാനും അതല്ലെങ്കിൽ പെട്രോൾ പമ്പിനും അല്ലെങ്കിൽ ആടിനെ നോക്കാനും അല്ല, നമ്മളെ ബിസിനസ്സുമായിട്ട് സിനർജൈസ് ആവുന്ന ഡൈവേഴ്സിഫിക്കേഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ ചൈനയിൽ പോയി നമ്മൾ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി. എന്നിട്ട് പാത്രങ്ങൾ, കാര്യമായിട്ട് പാത്രങ്ങൾ, നല്ല ഡിഷസ്, സ്റ്റിക്കി പാത്രങ്ങൾ, അലൂമിനിയം പാത്രങ്ങൾ, ഹൗസ് ഹോൾഡ് ഐറ്റംസ് എന്ന് വേണമെങ്കിൽ സമ്മറിയിൽ പറയാം. ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന കപ്പ്, ജാറ്, പാത്രം, ചട്ടി, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അലൂമിനിയം ചെമ്പ്, ബിരിയാണി ചെമ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ബ്രാൻഡിൽ ഉണ്ടാക്കി കൊണ്ടുവന്ന് ആദ്യം നമ്മൾ ഡിസ്പ്ലേ ചെയ്തത് നമ്മുടെ ഷോപ്പുകളിൽ, നമ്മുടെ ഒരു 25+ ഔട്ട്ലെറ്റുകൾ അതിനെ ഡിസ്പ്ലേ ചെയ്തു. പിന്നെ ബാക്കിയുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഹോൾസെയിൽ ഡിവിഷൻ അല്ലെങ്കിൽ ട്രേഡിംഗ് ഡിവിഷൻ ഉണ്ടല്ലോ, ഈ ബ്രാൻഡിൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ റിയാദിലും ദമാമിലും ജിദ്ദയിലും എല്ലാ സിറ്റികളിലും അതിൻ്റെ റീറ്റെയിൽ കം ഹോൾസെയിൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ എന്താ പറയുക എക്സ്പീരിയൻസ് സെൻറ്ററുകൾ തുടങ്ങി. അപ്പോൾ പ്രധാനമായി യമനികളായിട്ടുള്ള അതല്ലെങ്കിൽ അറബികളായിട്ടുള്ള റീറ്റെയിൽ കടകളുള്ള ആളുകൾ ഞങ്ങളടുത്ത് വന്നിട്ട് സാധനം എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നൽകുന്നത് ഞങ്ങൾ കൊണ്ടുവന്നാൽ മിനിമം ഒരു കണ്ടെയ്നർ, 2 കണ്ടെയ്നർ, 3 കണ്ടെയ്നർ, 10 കണ്ടെയ്നർ കൊണ്ടുവന്നാൽ നമ്മളെ ഷോപ്പിൽ തന്നെ പോകും. ബാക്കിയുള്ളത് ഈ യമനികൾക്കും കൊടുക്കും. അപ്പോൾ ഏതാണ് വലിയ ബിസിനസ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും റീറ്റെയിൽ ഡിവിഷൻ തന്നെയാണ്. പക്ഷേ റീറ്റെയിൽ ഡിവിഷൻ്റെ പകുതി ബിസിനസ് ഇവിടെയുണ്ട്. ഈ ഒരു ഹോൾസെയിൽ ഡിവിഷനിൽ, ഹൗസ് ഹോൾഡിൻ്റെ ഹോൾസെയിൽ ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഓരോ ബിസിനസ് ഇനിയിപ്പോൾ തുടങ്ങേണ്ടത്, നമുക്ക് ബേക്കറി പ്രൊഡക്ട്സ് നല്ലോണം പോകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഡിവിഷൻ തുടങ്ങണം. നമുക്ക് ഗാർമെൻറ്റ്സ് നന്നായിട്ട് പോകുന്നുണ്ട്, അതിൻ്റെ ഒരു ബ്രാൻഡ് തുടങ്ങണം. ഇലക്ട്രോണിക്സ് നന്നായിട്ട് പോകുന്നുണ്ട്, അതിൻ്റെ ഒരു ബ്രാൻഡ് തുടങ്ങണം. അങ്ങനെ ഒരു വലിയ പന ഉണ്ടാക്കിയിട്ട് ആ പനക്ക് അപ്പോൾ ഒരു ഉദാഹരണത്തിന് നെസ്റ്റോ എടുക്കുകയാണെങ്കിൽ നെസ്റ്റോയിൻ്റെ വലിയ പന എന്ന് പറയുന്നത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന 100 ചെയിനാണ്. ബാക്കിയുള്ള അതിൻ്റെ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കൽസും ഗാർമെൻറ്റ്സും പൗഡറുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ, ഈവൻ ഫാമിംഗ് പോലെ ഒരു ഫാമിംഗ് ബിസിനസ് കൊടുക്കുക. കാരണം നമുക്കിപ്പോൾ ഒരു ഇത്ര കിൻഡൽ തക്കാളി അല്ലെങ്കിൽ ഇത്ര കിൻഡൽ ആപ്പിൾ ഒരു വർഷത്തിൽ പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു പാടത്ത് ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ഇപ്പോൾ ലുലുവിൻ്റെ കേസിൽ ഇപ്പോൾ അവർക്ക് നന്നായിട്ട് മറ്റേ ഇതൊക്കെ ഉണ്ടെന്ന് പറയാം, ബീഫ് എക്സ്പോർട്ട് ഇമ്പോർട്ട്, അതല്ലെങ്കിൽ മീറ്റിൻ്റെ നല്ല ഒരു ഫാമും അതിൻ്റെ സ്ലോട്ടർ ഹൗസും അതിൻ്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് അത്രയും ഇപ്പോൾ 100-150 ഔട്ട്ലെറ്റ്സിലേക്ക് ഓൾറെഡി കൊടുക്കാം, പുറത്ത് കൊടുക്കണമെങ്കിൽ പുറത്തും കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഡൈവേഴ്സിഫിക്കേഷൻ ഇനീഷ്യലി ചെയ്യുമ്പോൾ ഒരു ബ്രാൻഡ് തുടങ്ങി അതിനെ 100 ഔട്ട്ലെറ്റ് ആക്കി, ഒരു ഫാർമസി തുടങ്ങി അതിനെ 100 ഔട്ട്ലെറ്റ് ആക്കി,
അതിനാവശ്യമായിട്ടുള്ള ഹോൾസെയിൽ ഡിവിഷൻ. ഇപ്പോൾ ഫാർമസിയുടെ കേസിൽ നമ്മൾ ഇന്നാൾ പറഞ്ഞല്ലോ, നമ്മൾ പിന്നെ സ്വന്തമായിട്ട് 3 പ്രധാന എലമെന്റ്സ് നമ്മളിപ്പോൾ ചെയ്ത്. ഒന്ന് ഹോൾസെയിൽ ഡിവിഷൻ തുടങ്ങി, അതിന് ചൈനയിൽ നിന്ന് മെഡിക്കൽ ഇക്വിപ്മെന്റ്സ് കൊണ്ടുവന്നു, അത് നമ്മുടെ ഫാർമസികൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. മറ്റൊന്ന് നമ്മൾ മറ്റേ വൈറ്റാലിറ്റി പ്രൊഡക്ട്സ്, പ്രോട്ടീൻസ്, അതല്ലെങ്കിൽ വൈറ്റമിൻസ്, കാൽഷ്യം, മഗ്നീഷ്യം, ഒമേഗ 3 അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഇവിടെ നിന്ന് ഇറക്കിയിട്ട്, യൂറോപ്പിൽ നിന്ന് ഇറക്കിയിട്ട് നമ്മളെ സ്റ്റോറുകളിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇനി അടുത്തത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇന്ത്യയിൽ നിന്ന് ഡ്രഗ് പ്രൊഡ്യൂസ് ചെയ്യണം. ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ സാധനത്തിന് ബൾക്കായിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് വിൽക്കാൻ നമ്മളെ ഫാർമസികളുണ്ട്. 100 ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി തുടങ്ങാം. ഫാർമസി വേറെ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി വേറെ. മരുന്ന് വിൽക്കുന്ന കമ്പനിയാണ് ബേസിക്കലി ഫാർമസി, മരുന്ന് ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഒരു ഡൈവേഴ്സിഫിക്കേഷനാണ്. പക്ഷേ ആ കമ്പനിക്ക് വിൽക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മിനിമം ബിസിനസ് ഗ്യാരണ്ടി ചെയ്യുന്ന ഓൾറെഡി 100 ഔട്ട്ലെറ്റ്സ് ഇപ്പുറത്തുണ്ടാവും. ജിപാസ് വിൽക്കാൻ 100 നെസ്റ്റോ ഉണ്ടാവും, ഐക്കോൺ വിൽക്കാൻ 200 ലുലു ഉണ്ടാവും. മനസ്സിലായോ? അപ്പം അങ്ങനെ വളർന്നിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ബ്രാൻഡിനെ നമ്മൾ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ്ങിലേക്കോ അല്ലെങ്കിൽ IPOയിലേക്കോ പോയിട്ട് പിന്നീട് കിട്ടുന്ന ആ പൈസ ഉണ്ട്, അത് ചിലപ്പം വലിയൊരു എമൗണ്ട് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പം 400 കോടിയോ 500 കോടിയോ 1000 കോടിയോ ഒക്കെ ആയിരിക്കും നമ്മൾ ബ്രാൻഡിന്റെ ഒരു നിശ്ചിത ശതമാനം 20% വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുക. അതുവരെ നമ്മൾ മറ്റ് ബിസിനസ്സുകളിലേക്കൊന്നും പോകരുത്. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ഒരു മനുഷ്യൻ ആദ്യം ചെയ്യേണ്ടത് ഒരു ഐഡിയ, സിംഗിൾ ഐഡിയ. ഒരു ബിസിനസ്സുകാരന്റെ ഒരു പരാജയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഒരു ബിസിനസ്സുകാരന്റെ ഒരു പരാജയം എന്ന് വെച്ചാൽ അവന് ഭയങ്കര ബുദ്ധിയാണ്. ബിസിനസ്സുകാരന് ഭയങ്കര ബുദ്ധിയാണ്. ഈ ബുദ്ധി അവന്റെ ഗുണവുമാണ്, അവന്റെ ദോഷവുമാണ്. എന്തുകൊണ്ട് വെച്ചാൽ, അവൻ രാവിലെ എണീച്ച് കക്കൂസ് പോയിരുന്ന ഒരാശയം വരും. ആ ആശയത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് ഇങ്ങനെ റെഡി ആകുമ്പോഴാണ് ചായ കുടിക്കുമ്പോൾ വേറെ ആശയം വരിക. അത് കഴിഞ്ഞ് ഓഫീസിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വേറെ ആശയം വരും. അത് കഴിഞ്ഞ് വെറുതെ വൈകുന്നേരം ബീച്ചിൽ പോയിരിക്കുമ്പോൾ അടുത്ത ആശയം വരും. അങ്ങനെ ആശയത്തിൽ നിന്നും ആശയത്തിലേക്കും, ആശയത്തിൽ നിന്ന് ആശയത്തിലേക്കും ജമ്പ് ചെയ്ത് അവസാനം എവിടെ എത്തൂല ഭായി. ആശയത്തിൽ നിന്നും ആശയത്തിലേക്ക് ജമ്പ് ചെയ്ത് എവിടെ എത്തൂല. നമ്മൾ കണ്ടെത്തിയ 10 ആശയങ്ങളും പൊളിയാണെന്നിരിക്കട്ടെ, 10 ആശയങ്ങളും പ്രോഫിറ്റബിൾ ആണെന്നിരിക്കട്ടെ, എന്നാൽ പോലും 10 ആശയങ്ങളിൽ വർക്ക് ചെയ്യാൻ പാടില്ല. ക്യാച്ച് 1. നിങ്ങൾക്ക് പാഷനുള്ള, നിങ്ങൾക്ക് ഹോബിയില്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള, നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ഉള്ള, നിങ്ങളുടെ കോർ സ്കില്ലായിട്ടുള്ള ഒരു ആശയം പിടിക്കും. ആ ആശയത്തിന് ഒരു 10 വർഷത്തെ വിഷൻ സെറ്റ് ചെയ്യും, ഒരു IPO വരെയുള്ള വിഷൻ സെറ്റ് ചെയ്യും. എന്നിട്ട് അതിന് പ്രോപ്പർ മെന്ററിങ്ങിലൂടെയും കോച്ചിങ്ങിലൂടെയും നിങ്ങൾ അതിൽ വർക്ക് ചെയ്യും. എന്നിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ അതുമായി അലൈൻഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു IT കമ്പനി തുടങ്ങുന്ന ആൾക്ക്, ഉദാഹരണത്തിന് ERP ആണ് നിങ്ങളുടെ കമ്പനി വിചാരിച്ചോ. ERP-കാരൻ ആദ്യം ചെയ്യുക, അയാൾക്ക് ഒന്ന് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം, എന്നിട്ട് സൂപ്പർ മാർക്കറ്റുകൾക്കോ അല്ലെങ്കിൽ റീറ്റെയിൽ ചെയിനോ കൊടുക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ബില്ലിംഗ് മെഷീൻ വേണ്ടി വരുമല്ലോ, POS വേണ്ടി വരുമല്ലോ, POS മെഷീൻസ് വേണ്ടി വരുമല്ലോ. അപ്പോൾ അവരൊരു ട്രേഡിംഗ് കമ്പനി തുടങ്ങണം. ട്രേഡിംഗ് കമ്പനി തുടങ്ങിയിട്ട് ചൈനയിൽ നിന്ന് POS മെഷീൻ കൊണ്ടുവന്നിട്ട് അതും കൂടി അതിൻ്റെ കൂടെ വിൽക്കണം. അപ്പോൾ വെറും POS മെഷീൻ വിറ്റാൽ പോലെ, ട്രേഡിംഗ് പോലെ സ്വന്തമായിട്ട് ബ്രാൻഡ് തുടങ്ങണം. അപ്പം POS മെഷീനുകളുടെ സ്വന്തം ബ്രാൻഡ് തുടങ്ങണം. അത് മാത്രം പോരാ, നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരു സർവീസ് എന്താണ് പറയുക, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, SaaS മോഡലിൽ കണ്ടിന്യൂസ് സബ്സ്ക്രിപ്ഷൻ ഉള്ള എന്തെങ്കിലും ഓൺലൈനിൽ സെല് ചെയ്യാൻ പറ്റും മറ്റൊരു പ്രൊഡക്റ്റ് ഇതുമായിട്ട് അലൈനായിട്ട് പ്ലഗ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ തുടങ്ങി ഏതൊരു ബിസിനസ്സിൻ്റെയും കൂടെ അലൈൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട്, നമുക്ക് ഒരു നിശ്ചിത നമ്പർ എത്തിക്കുന്നത്. ഒരു ഷോപ്പുള്ളവരതൊന്നും ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ 100 ഷോപ്പിലേക്കുള്ള വിഷൻ സെറ്റ് ചെയ്ത് ഒരു 20, 25 അല്ലെങ്കിൽ ഒരു നിശ്ചിത വോള്യം, ഒരു 50 കോടിയോ 100 കോടിയോ വോള്യം ആവുന്ന സമയത്താണ് ബേസിക്കലി നമുക്ക് ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഡൈവേഴ്സിഫിക്കേഷൻ ഷുഡ് ബി അലൈൻഡ് വിത്ത് ദാറ്റ് പന. നമ്മളെ വലിയ പനല്ലേ, വലിയ പനൻ്റെ ബ്രാഞ്ചുകളായിരിക്കണം ഡൈവേഴ്സിഫിക്കേഷൻ ഇനിഷ്യലി. ഇനി അപ്പം നിങ്ങൾ ചോദിക്കും, ടാറ്റക്ക് കുറേ കമ്പനികളില്ലേന്ന്. കറക്റ്റാ. ടാറ്റ എല്ലാം കൂടി 2 കൊല്ലം കൊണ്ട് 4 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയതല്ല. 4, 5, 6, 10, 100 വർഷത്തെ പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒരാശയത്തിൽ വർക്ക് ചെയ്ത് ആ ആശയത്തെ പന പോലെ വളർത്തി അതിന് IPO അടിച്ച് അതിന് വലിയ പൈസ കിട്ടുമ്പോൾ അടുത്ത ആശയം എടുത്ത് ആ ആശയത്തിൽ പന പോലെ വർക്ക് ചെയ്ത് അത് IPO അടിക്കുമ്പോൾ അടുത്ത ആശയത്തിലേക്ക് പോയി ആ ആശയത്തിൽ പന പോലെ വർക്ക് ചെയ്ത്, ഇതൊക്കെ വേറെ വേറെ ടീമാണ്. എല്ലാം രത്തൻ ടാറ്റ എന്ന് പറഞ്ഞ മുതലാളി ഇരുന്ന് വർക്ക് ചെയ്യാല്ല, വേറെ വേറെ ബിസിനസ് ടീമാണ്. അപ്പോൾ നമ്മളെല്ലാവരും എത്തിപ്പെടേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് എല്ലാ ബിസിനസ്സുകളും നോക്കിക്കോളും. അത് BMW ആയാലും വേണ്ടില്ല, മക്ഡൊണാൾഡ് ആയാലും വേണ്ടില്ല, KFC ആയാലും വേണ്ടില്ല, ലുലു ആയാലും വേണ്ടില്ല, മലബാർ ഗോൾഡ് ആയാലും വേണ്ടില്ല, ഏത് ചെറിയ ആളുകളായാലും വേണ്ടില്ല, എത്തിപ്പെടുക. നമ്മളൊരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ് അല്ലെങ്കിൽ ഒരു IPOയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പൈസയിൽ വൺ ഓഫ് ദ നെക്സ്റ്റ് ബിസിനസ്, നമ്മൾ വേറൊരു സാധനം തുടങ്ങാൻ പോവാം. ആടല്ല, ആടും ടയർ പൊടിക്കലും പെട്രോൾ പമ്പും ആഫ്രിക്കയിലെ സ്വർണ്ണമൊന്നുമല്ല. നമ്മൾ വേറെ ബിസിനസ് തുടങ്ങാൻ പോകും. റിയൽ എസ്റ്റേറ്റ്, കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ്. അതായത് ഭൂമിയെ എടുത്തിട്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാക്കി അതിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് അത് ഹോം ആവാം. അപ്പം നിങ്ങൾ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് എന്താണ് പറയുക, ഒരു റിയൽ എസ്റ്റേറ്റ് ആണ് ഹൈലൈറ്റ് സിറ്റി. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ മാറ്റി വെച്ചാൽ, ബട്ട് ദ ഐഡിയ ഈസ് എക്സലൻറ്റ്.
കോഴിക്കോട് സിറ്റി എന്ന് പറഞ്ഞാൽ മിഠായി തെരുവിലാണല്ലോ, അല്ലെങ്കിൽ ബീച്ചിലാണല്ലോ. അവിടുന്ന് ഇങ്ങോട്ട് ഏകദേശം 12 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ആർക്കും വേണ്ടാത്ത ഈ സ്ഥലത്തിൻ്റെ പേരെന്താ, പാലാഴി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ വന്നിട്ട് അദ്ദേഹം ഒരു വലിയ ബിസിനസ് പാർക്ക്, ഒരു വലിയ മാള്, ഒരു വലിയ റെസിഡൻസ്, ഒരു വലിയ ട്രേഡ് സെൻറ്റർ, അങ്ങനെ വളരെ വിശാലമായിട്ടുള്ള ഒരു പ്ലാനുമായിട്ട് വലിയൊരു സംരംഭം തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് പോവുക എന്ന് പറഞ്ഞാൽ എവിടെയാ പോലും എന്നറിയോ? ഇന്നത്തെ സ്ഥിതിയിൽ കോഴിക്കോട് പോവുക എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് പോവുക. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റാണ് ഇപ്പോൾ. ബാക്കി ഓൾഡ് സിറ്റിയിൽ പോകുക എന്ന് പറഞ്ഞാലാണ് മിഠായി തെരുവിലേക്ക് പോകുള്ളൂ. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ്. ഒരു മനുഷ്യൻ്റെ വിഷനാണത്. അപ്പം അടിസ്ഥാനപരമായിട്ട് യൂഷ്വലി ചെയ്യാം, നമ്മളിങ്ങനെ ഒരു ബ്രാൻഡിൽ വർക്ക് ചെയ്ത് ആ ബ്രാൻഡിനെ ഒരു കരക്കെത്തിച്ച് അതൊരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ്ങിലേക്കോ അതല്ലെങ്കിൽ IPOയിലേക്കോ പോയി അതിൽ നിന്ന് വലിയൊരു പൈസ കിട്ടുമ്പോൾ ആദ്യമായിട്ട് തുടങ്ങേണ്ട നെക്സ്റ്റ് ബിസിനസ് ഈസ് റിയൽ എസ്റ്റേറ്റ്. ഇതാണ്. അതല്ലാതെ ഈ ബിസിനസ്സുകാരന് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഒക്കെ കിട്ടുന്ന എല്ലാ ഐഡിയയിലും വർക്ക് ചെയ്ത് എല്ലാ ദിവസവും മീറ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓരോ പ്രപ്പോസലായിട്ട് വരും. ഇപ്പം ഇടയ്ക്ക് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, ബിസിനസ് ഇമ്മർഷന് ശേഷം 2 വർഷത്തിന് ശേഷം ഞാൻ ചോദിച്ചു എന്തൊക്കെ സ്ഥിതി എന്ന് വെച്ച്. ഡോക്ടറെ, പണ്ടൊക്കെ ഒരാൾ ഒരു ആശയമായിട്ട് വന്ന അപ്പം ഞാൻ പറയും 5 കോടി എൻ്റെ വക, 2 കോടി എൻ്റെ വക, 1 കോടി എൻ്റെ വക. അങ്ങനെ ഒരു കൊല്ലം കൂട്ടിയാൽ ഒരു 10-15 കോടി ഇൻവെസ്റ്റ് ചെയ്ത് പൊട്ടിപ്പോയ പൈസ തന്നെ ഉണ്ടാവും. നിങ്ങൾ പഠിപ്പിച്ചെന്ന മിഷൻ എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ വട്ടത്തിനുള്ളിൽ നിൽക്കുക, ഫോക്കസ് ഉണ്ടാകുന്ന സാധനം വന്നതിന് ശേഷം എല്ലാവരോടും ആ ബിസിനസ് ഞങ്ങളെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതല്ല, അത് ഞാൻ തുടങ്ങൂല, ആ ബിസിനസ് ഞങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, അത് തുടങ്ങൂല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം എനിക്കിപ്പോൾ 30 കോടി ലാഭമാണെന്ന്. കാരണം അത് പ്രോഗ്രാമിൻ്റെ മുമ്പാണെങ്കിൽ മുപ്പരം എന്ത് ചെയ്യായിരുന്നു, ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു, പോകുമായിരുന്നു. അതിനൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. സിറ്റി ഫ്ലവറിൻ്റെ കോയക്ക ഞങ്ങൾ വിഷനൊക്കെ സെറ്റ് ചെയ്ത് 100 ഔട്ട്ലെറ്റ് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് സ്ട്രിക്ട്ലി നമ്മളിനി ഒരു റീറ്റെയിൽ ചെയിനിൽ മാത്രം നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ സമയത്താണ് നമ്മളൊരു ഫ്രണ്ട് എന്നോട് പറയുന്നത്, പൂനൂർ സൈഡിൽ വലിയൊരു ഹോസ്പിറ്റൽ വരുന്നുണ്ട്, 100 ബെഡഡ് ഹോസ്പിറ്റൽ, അതിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റിംഗ് പാർട്ട്ണർ വേണം, അപ്പോൾ നിങ്ങൾ കോയക്കനൊന്ന് പരിചയപ്പെടുത്തരണം, നിങ്ങൾ അവിടെ കോച്ച് ചെയ്യുന്നതാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അയാളോട് നോ പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അദ്ദേഹത്തെയും കൊണ്ട് കോയക്കാൻ്റെ വീട്ടിൽ പോയി. കോയക്ക നന്നായിട്ട് സ്വീകരിച്ചിരുത്തി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ തമാശകളൊക്കെ പറഞ്ഞ് പിന്നെ കോയക്ക ചോദിച്ചു എന്തിനാണ് വന്നതെന്ന് വെച്ചു, എന്തെങ്കിലും പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളുണ്ടോ എന്ന് വെച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഈ ഭാഗത്ത് ഒരു ഹോസ്പിറ്റൽ തുടങ്ങുന്നുണ്ട്, ആ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രൊജക്റ്റ് കോയക്കാൻ അവതരിപ്പിക്കാനാണ്, 100 ബെഡഡ് ഹോസ്പിറ്റലാണ്, ആ ഏരിയയിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും. അപ്പം കോയക്കാൻ്റെ നാട് അതിൻ്റെ അടുത്താണ്, കാപ്പാട് തന്നെ, അപ്പോൾ നിങ്ങളെ നാട്ടിൽ തന്നെയാണ് ഈ സാധനം, അതുകൊണ്ട് നിങ്ങളിതിൻ്റെ ഒരു ഡയറക്ടറായിട്ട് പാർട്ട്ണറായിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ കോയക്ക പ്രസൻറ്റേഷന് മുമ്പ് പോലും ഇങ്ങനെ പ്രൊജക്ടറൊക്കെ സെറ്റ് ചെയ്ത് പ്രസൻറ്റേഷനൊക്കെ ഇങ്ങനെ ഓണാക്കുക. അപ്പോൾ കോയക്ക പറഞ്ഞ വാക്ക്, ഞങ്ങളുടെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഫോക്കസ് എന്ന് പറഞ്ഞ സാധനമാണ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഞങ്ങളുടെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ ഇല്ല, റീറ്റെയിൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രൊഡക്റ്റും അതിൻ്റെ ട്രെയിനിങ്ങും അതിൻ്റെ ട്രേഡിങ്ങും അതിൻ്റെ റീറ്റെയിൽ എക്സ്പീരിയൻസും മാത്രമേ ഉള്ളൂ. ഹോൾസെയിൽ, റീറ്റെയിൽ, ട്രേഡിങ് ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ ഞങ്ങളെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റിലില്ല. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ CFO ഇതിനു വേണ്ടി ഫണ്ട് അലോക്കേറ്റ് ചെയ്യുകയില്ല. നിങ്ങൾ പ്രൊജക്റ്റ് അവതരിപ്പിച്ചോളൂ, പ്രൊജക്റ്റ് എത്ര നല്ലതാണെങ്കിലും ഞങ്ങളെ കമ്പനിയുടെ CFO മിഷനിലില്ലാത്തത് കൊണ്ട് ഇതിന് സ്ട്രാറ്റജിക്കലി ഈ വിഷയത്തിലേക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്യില്ല എന്ന് ആദ്യമേ കോയക്ക പറഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണോ പോണോ, ഓലിപ്പോൾ ആ പ്രൊജക്ടർ ഓണാക്കണ്ടോ, ഓണാക്കാതെ അത് പൂട്ടിപ്പോകുന്നു. കാരണം ഈ കമ്പനിയിൽ നിന്ന് പൈസ കിട്ടൂല, ഉറപ്പാണ്. അപ്പോൾ അവിടെയാണ് ഒരു ബിസിനസ്സുകാരൻ ഒരു ആശയത്തിൽ 5 to 10 വർഷം ഉറച്ചു നിന്ന്. ഇപ്പോൾ സംഭവിക്കുന്ന അറിയോ, നമ്മളിപ്പോൾ ചൈനയിൽ പോകും, ഒരു പ്രൊഡക്റ്റ് എടുത്ത് ഇവിടെ വരും, എന്നിട്ട് അത് വിറ്റ് പോകുന്നില്ല അല്ലെങ്കിൽ അത് നടക്കുന്നില്ല എന്ന് തോന്നും, പിന്നെ നമ്മൾ അതിൽ എഫേർട്ട് ഇടൂല, അടുത്ത പ്രൊജക്റ്റിക്ക് പോകും, എന്നിട്ട് അടുത്ത പ്രൊജക്റ്റിൽ ഒരു 6 മാസം കയ്യിലുത്തി വെക്കും, അത് നടക്കുന്നില്ല എന്ന് കാണും, എന്നാൽ നമ്മൾ അടുത്ത പ്രൊജക്റ്റിക്ക് പോകും. അങ്ങനെ പ്രൊജക്റ്റുകളിൽ നിന്നും പ്രൊജക്റ്റുകളിലേക്ക്, ബിസിനസ്സുകളിലേക്ക് ചാടുകയും ഒരു ബിസിനസ്സിനും 5 to 10 വർഷം കൊടുക്കാനുള്ള ക്ഷമയില്ലാത്തവൻ ബിസിനസ്സിൽ വിജയിക്കൂല. യു ഹാവ് ടു ബി പേഷ്യൻറ്റ് ഫോർ 10 years. നിങ്ങളുടെ ആശയത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആദ്യത്തെ 4, 5, 6, 7, 10 വർഷം വിജയിച്ചിട്ടില്ലെങ്കിലും ആമസോൺ 13 വർഷക്കാലം തുടങ്ങി അദ്ദേഹം അന്ന് എഴുതി വെച്ച വിഷനാണ് ഈ ലോകത്തെ ഈ എർത്തിലെ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ സ്റ്റോർ ആവണം, വേർ എവരിബഡി ക്യാൻ ബൈ എവറിത്തിങ് ഓൺലൈൻ. To be the number 1 company on earth where everybody can buy everything online എന്ന് എഴുതി വെച്ച ആള് 13 വർഷം ബിസിനസ് ഓടിച്ചിട്ടും വിജയിക്കാഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് 13 വർഷം തൻ്റെ ആശയത്തിൽ ഉറച്ചു നിന്നതിൻ്റെ പ്രതിഫലമാണ് ഇപ്പം നമ്മൾ കാണുന്ന ജെഫ് ബാസോസ്. വലിയ എന്താ പറയുക, പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്യുന്ന ജെഫ് ബാസോസ് അല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കണ്ണീര് കുടിച്ച 13 വർഷങ്ങളുണ്ട്. ആ ക്ഷമ, തൻ്റെ ആശയത്തിൽ അചഞ്ചലമായ വിശ്വാസം വേണം.
അചഞ്ചലമായ വിശ്വാസം. ഇത് ഞാൻ നടത്തുകയുള്ളത് ബിസിനസ് എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കാനും പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയല്ല. ഒരു ആശയത്തെ നമ്മൾ ഈ ദുനിയാവിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഭയങ്കര പ്രോസസ്സാണ് ബേസിക്കലി ബിസിനസ്. അതിന് ക്ഷമ വേണം, അതിന് നല്ല പ്ലാനിങ് വേണം, അതിന് നല്ല എക്സിക്യൂഷൻ വേണം, അതിന് നല്ല മെൻറ്ററിങ് വേണം. ഞാൻ എന്തിനാ ഓൻ്റെ നിന്ന് പഠിക്കണത്? ഓൻ ആരാ എന്നെ ബിസിനസ് പഠിപ്പിക്കാനേ? എനിക്കൊക്കെ അറിയില്ലേ, ഞാൻ ചെയ്തോളാം സ്വന്തം. ചൈനയിൽ പോകുമ്പോൾ എന്തിനാ ഓൻ്റെ കൂടെ പോകണം? എനിക്ക് ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്താണ് പോയാൽ പോരെ. കാൻഡൻ ഫെയർ അവിടെ ഉണ്ടാവില്ലേ, ഞാനിങ്ങനെ പട്ടി അന്തക്ക് പോയ മാതിരി അല്ലെങ്കിൽ ആലി ആദാപുരത്ത് പോയാൽ മാതിരി കാൻഡൻ ഫെയർ ഇങ്ങനെ നോക്കി പോന്നാൽ പോരെ? എന്തിനാ ഒരാളെ കൂടെ പോകണം? എന്തിനാ ഒരു ടീമിൻ്റെ കൂടെ പോകണം? എന്തിനാ കുറേ ബിസിനസ്സുകാരുടെ കൂടെ പോകണം? എന്തിനാ കുറേ മെൻറ്ററുടെ കൂടെ പോകണം? അങ്ങനെയല്ല. മെൻറ്റർ ഇല്ലാതെ ഇവിടെ ആരും വിജയിച്ചിട്ടില്ല. എല്ലാ ഘട്ടത്തിലും അബ്ദുസ്സലാം ഉമർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അദ്ദേഹത്തിനെ നയിക്കാനും അദ്ദേഹത്തിനെ ഗൈഡ് ചെയ്യാനും എല്ലാ കാലഘട്ടങ്ങളിലും ഒരു മെൻറ്റർ ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. മെൻറ്റർ ഇല്ലാതെ ആരും വിജയിക്കൂല. ആർക്കൊക്കെ തോന്നുന്നുണ്ടോ നമ്മൾ സ്വന്തം ചെയ്താൽ ഒക്കെ റെഡിയാവുന്നു? ഒക്കെ പോയത്തത്തിലും അബദ്ധത്തിലും ഇങ്ങനെ ചാടി പിന്നെ നമുക്ക് കുഴിയിൽ നിന്നും കയറി വരാൻ പറ്റാത്ത അബദ്ധത്തിലാണ് നമ്മൾ പെടുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാറുള്ളത്, ബിസിനസ് എന്നത് കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സല്ല. ഒരു മനുഷ്യന്റെ സ്വപ്നത്തിന് അവൻ കൊടുക്കുന്ന ജീവനാണ്, അധ്വാനമാണ്, ചോരയാണ്, നീരാണ്, 10 വർഷത്തെ കഠിനാധ്വാനമാണ് ബിസിനസ്. നിങ്ങൾ ഒരാശയം പിടിക്കുക, അത് വിജയിക്കുന്നത് വരെ, അത് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ്ങിൽ എത്തുന്നത് വരെ, അത് IPOയിൽ എത്തുന്നത് വരെ, അതൊരു ബ്രാൻഡായി വളർന്ന് ലോകത്ത് പന്തലിക്കുന്നത് വരെ അതിൻ്റെ പിന്നാലെ അല്ലാതെ വേറെ ഒരു സാധനത്തിൻ്റെ പിന്നാലെയും പോകാതെ നോക്കി നിങ്ങൾ. ലോകത്ത് നിങ്ങളെ തടുക്കാൻ ആർക്കും കഴിയില്ല, പുലിയാവണം. ഇന്ന് ഇതുവരെ വിജയിച്ച എല്ലാവരും 10-20 വർഷം തൻ്റെ ആശയത്തിന് കൊടുത്തവരും മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. 6 മാസം ട്രൈ ചെയ്തിട്ട് നടക്കൂലെങ്കിൽ അടുത്ത പിടിയില്ല. അതെന്താ പെണ്ണിട്ടണ മാതിരിയാ? 6 മാസം നോക്കുക, നടന്നില്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്ത് വേറെ കിട്ടുക, അത് നടന്നില്ല ഡൈവേഴ്സ് ചെയ്ത് വേറെ കിട്ടുക. അങ്ങനല്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ. ഡൈവേഴ്സ് ഇല്ല, തുടങ്ങിയാൽ പിന്നെ മരിക്കണവരെ പിന്നാലോട്. എക്സിറ്റ് ഉണ്ടാവും. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ IPO ആണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ് വന്നിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ IPO അടിച്ചിട്ട് റാഹത്തായിട്ട് എക്സിറ്റ് ചെയ്യാം. അതുവരെ ഒരാശയത്തിൻ്റെ പിന്നാലെ ഓടാനുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളൊപ്പം കൂടിക്കോളി. അങ്ങനെ ഭ്രാന്തുള്ളവർക്കാണ് ബേസിക്കലി നമ്മൾ DEEP ഇമ്മർഷനും ബിസിനസ് ഇമ്മർഷനും ഈ കാൻഡൻ ഫെയർ ട്രിപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എങ്ങനെ, എവിടെ, എങ്ങനെ കരക്കെത്തിക്കണം എന്നുള്ള വ്യക്തമായ ധാരണയും എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും അതിൽ നമ്മൾ തൊട്ട ബ്രാൻഡുകളൊക്കെ പൊന്നായിട്ടേ ഉള്ളൂ. അതെന്തുകൊണ്ട് ചോദിച്ചാൽ മുതലാളി ക്വിറ്റ് ചെയ്താലും നമ്മൾ ക്വിറ്റ് ചെയ്യില്ല. മുതലാളിക്ക് ആർക്ക് പറയും, ഡോക്ടറെ ഇതൊക്കെ വേണോ, 10-50 ഔട്ട്ലെറ്റ് ആയില്ലേ, ഇനി 100 എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇടങ്ങാറാണ്, നമുക്കിത് നിർത്തിക്കൂടെ, അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് മുതലാളി ചൊറിഞ്ഞാലും നമ്മൾ വിട്ടുകൊടുക്കില്ല. മുതലാളിൻ്റെ ആ മൈൻഡിൻ്റെ വീക്ക്നെസ് കണ്ടെത്തി ചിലപ്പോൾ മുതലാളിയും പെണ്ണുങ്ങളും തെറ്റിയതേക്കാരം, ഓനും എൻ്റെ പെണ്ണുങ്ങളും തെറ്റിയതേക്കാരം. അതാണ് നമ്മളെ വിഷനിൽ വന്നിട്ട് മൂപ്പര് തിരിഞ്ഞടിക്കണം. അപ്പോൾ മൂപ്പര മൈൻഡ് ചേഞ്ച് ആയ ഒരാഴ്ച മൂപ്പര് പെണ്ണുങ്ങളായിട്ടും സംസാരിച്ച് സെറ്റായി കൊടുത്ത മൂപ്പര് 50 പോരാ 100 അപ്പം നിങ്ങളെ വിഷൻ വിട്ടുകൊടുത്താൽ പോലും വരച്ച വിഷൻ വിട്ടുകൊടുക്കാത്തവനാണ് നമ്മൾ. ഇതുവരെ വരച്ച ഒരു വിഷനും വിട്ടുകൊടുത്തിട്ടില്ല. അതിൻ്റെ പിന്നാലെ കൂടി 10 വർഷം കൊണ്ട് അത് റെഡിയാക്കി എടുക്കുക എന്നുള്ള കമ്മിറ്റ്മെൻറ്റാണ് ബേസിക്കലി ഒരു ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ചൈനയിലേക്ക് വരുന്ന എല്ലാവരും ഒരു വലിയ വിഷനുമായിട്ട് വരൂ, ഒരു ബ്രാൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഐഡിയയുമായിട്ട് വരൂ. ഫണ്ട് പ്രശ്നമേ അല്ല, ഫണ്ട് വരും. പക്ഷേ നെക്സ്റ്റ് 5 to 10 years നിങ്ങളുടെ ആശയത്തിന് നിങ്ങളുടെ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരൂ. നമുക്ക് നേടിയെടുക്കാൻ പറ്റും, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും. ഇനി ചോദ്യങ്ങൾ ചോദിച്ചോളൂ. എല്ലാ ചോദ്യങ്ങൾക്കും വിശദമായിട്ടുള്ള ഒതൻറ്റിസിറ്റിയോട് കൂടിയുള്ള ഉത്തരങ്ങൾ തരാം. എവരിബഡി ഈസ് അലൗഡ് ടു സ്പീക്ക്. മൈക്കെടുക്കുക, സംസാരിക്കാം. മൈക്ക് ഓണാക്കുക, സംസാരിക്കാം. ഷബീറ, ഹെഡ്സെറ്റ് ഉണ്ടോ? ഹെഡ്സെറ്റ് ഉണ്ടോ? എനിക്കൊരു ഹെഡ്സെറ്റ് വേണം. പറഞ്ഞോളൂ. ഹലോ ഹലോ, സംസാരിച്ചോളൂ. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. മൈക്ക് ഓൺ ആക്കാൻ പറ്റുള്ളൂ അല്ലേ? മ്യൂട്ട് ഓൾ അടിച്ചിട്ടുണ്ടോ? ഹലോ ഹലോ, ഒരു മിനിറ്റ്, ഞാനൊന്ന് എലോ പാർട്ടിസിപ്പൻസ് ടു അൺമ്യൂട്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാം. പറഞ്ഞോളൂ. ആരാ സംസാരിക്കുന്നത്? ജംഷാദ് പറയൂ. എനിക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡൗട്ടാണ്. പറയൂ.
അപ്പൊ അന്ന് ഡോക്ടർ സംസാരിക്കുമ്പോഴേ ഇപ്പൊ നമ്മള് റീറ്റെയിൽ ഔട്ട്ലെറ്റില് ഇപ്പൊ നമ്മള് ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന്റെ ഫണ്ട് റൈസിങ് എങ്ങനെ ചെയ്യാന്ന് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് 7 ഔട്ട്ലെറ്റ് ഉണ്ട്, നമ്മൾ 8ാമത്തെ ഔട്ട്ലെറ്റ് ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിന്റെ അടുത്ത് നിന്ന് കുറച്ച് ഫണ്ട് റൈസ് ചെയ്ത് ആ ഒരു സ്പെസിഫിക് ഔട്ട്ലെറ്റിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് മാത്രം അവരേക്ക് ഷെയർ ചെയ്താൽ മതി. പക്ഷെങ്കിൽ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന വേറൊരു ടൈപ്പ് ഓഫ് ബിസിനസ്, അതായത് ചൈനയിൽ നിന്ന് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് സെയിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇടക്ക് വെച്ചിട്ട് നമുക്കിപ്പോ ഒരു ഫണ്ട് റൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് എങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് തൊക്കിലുള്ളത് പോവുകയും ചെയ്ത് പറക്കണേനെ പിടിക്കും വേണം. അല്ല ഇപ്പൊ നമ്മളിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇടക്ക് വെച്ചപ്പോ നമുക്ക് ചിലപ്പം വീണ്ടും സ്റ്റോക്ക് ഇറക്കട്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൈസ ആവശ്യം. അതാ പറഞ്ഞേ, നിങ്ങൾക്ക് തൊക്കിലുള്ളത് പോവും ചെയ്ത് പറക്കണേനെ പിടിക്കും വേണം. ഞാൻ പറഞ്ഞാൽ വിശദീകരിച്ചു തരാം. അതായത് നിങ്ങളെ ബിസിനസ്സിൽ ക്യാപിറ്റൽ വേണം, പക്ഷെ ക്യാപിറ്റൽ ഇറക്കുന്ന ആൾക്ക് സ്റ്റേക്ക് കൊടുക്കാൻ നിങ്ങൾ റെഡിയല്ല. നിങ്ങൾ അയാളെ ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് പണക്കാരനാവണം, പക്ഷെ അയാൾക്ക് വേണമെങ്കിൽ ആ ലാഭത്തിൽ നിന്ന് ഒരു ഷെയർ കൊടുക്കാം, പക്ഷെ അയാൾ എടുക്കുന്ന റിസ്കിന് കമ്പനിയിൽ ഷെയർ കൊടുക്കൂല. ഉടായ്പ കച്ചവടക്കാരനാണ് നിങ്ങൾ ഗുണം പിടിക്കൂല കേട്ടോ അങ്ങനെ ആവുമ്പോൾ. അപ്പൊ ഇൻവെസ്റ്ററുടെ പൈസക്ക് റിസ്ക് ഇല്ലേ? അയാൾ നിങ്ങൾക്ക് എന്ത് കണ്ടിട്ടാ പൈസ തരണേ? അല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഇപ്പൊ നമ്മളിപ്പോ റീറ്റെയിൽ ഔട്ട്ലെറ്റ് തുടങ്ങാണെന്ന് വെച്ചോ, അപ്പൊ നമ്മള് ആ ഒരു സ്പെസിഫിക് ഔട്ട്ലെറ്റ് മാത്രമേ നമ്മൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യുള്ളൂ. അല്ല, അങ്ങനെ ആയിക്കോളൊന്നുമില്ല. ഇപ്പൊ ഞങ്ങള് ഫാർമസിയിലൊന്നും ചെയ്താൽ അങ്ങനെയല്ല. നമ്മൾ കമ്പനിയുടെ ടോട്ടൽ വാല്യുവേഷൻ കണ്ടിട്ട് ആ ഒരു ഷെയറിന് ഇത്ര വാല്യുവേഷൻ ഇട്ടിട്ട് ആ ഓരോ ആളുകൾക്കും ആ കമ്പനിയിലേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് എടുത്തിട്ടുള്ളത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഷോപ്പിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഫോർ ഉദാഹരണത്തിന് ഞങ്ങളിപ്പോൾ 20 തുറന്നതിൽ 4 പ്രോഫിറ്റബിൾ അല്ല, ബാക്കിയുള്ള 16 പ്രോഫിറ്റബിൾ ഉള്ളൂ. ഓവറോൾ കമ്പനി പ്രോഫിറ്റബിളും ആണ്. അപ്പം നമ്മൾ ഓരോ ഷോപ്പിലേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിയിരുന്നത് എങ്കിൽ ഈ 4 ഷോപ്പിന്റെ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഓൾറെഡി ഓരോ പൈസ പോയിട്ടുണ്ടാവും. പക്ഷെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് എടുത്തത് കൊണ്ടാണ് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് റിട്ടേൺസ് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു പ്രൈവറ്റ് ഇക്വിറ്റിയിലേക്കോ അല്ലെങ്കിൽ ബിഗ്ഗർ ഫണ്ടിങ്ങിലേക്കോ IPO പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഇപ്പം നമ്മൾ വളരുന്ന ഘട്ടത്തിൽ അവരും നമ്മുടെ കൂടെ വളരട്ടെ ബൈ, വളർന്നിട്ട് അവർക്കും നല്ല ലാഭം കിട്ടട്ടെ, അവരുടെ ക്യാപിറ്റലിനും അപ്രിഷിയേഷൻ കിട്ടട്ടെ. എന്നിട്ട് നമുക്ക് നല്ല ഫണ്ട് വരുമല്ലോ ഒരു സമയത്ത്, നമ്മുടെ ബ്രാൻഡിനെ നമ്മൾ വിൽക്കുമല്ലോ. കാരണം അവരുടെ പൈസ കൊണ്ടല്ലേ നമ്മൾ ഷോപ്പുകൾ തുറന്നതും അവിടെ ബോർഡ് വെച്ചതും അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് നടത്തുന്നതും ബ്രാൻഡ് ഉണ്ടാക്കിയതും ആ ബ്രാൻഡ് മാർക്കറ്റിലാക്കിയതും മാർക്കറ്റിംഗ് ചെയ്തതും ഒക്കെ അവരുടെ പൈസ കൊണ്ടാണല്ലോ. അപ്പോൾ ആ കമ്പനി നമ്മളൊരു വാല്യുവേഷൻ ഇട്ട് വിൽക്കുന്ന സമയത്ത് അവർക്കും അതിൻ്റെ അപ്രിഷിയേഷൻ കിട്ടട്ടെ. എന്നിട്ട് അവരുടെ പൈസ കൊടുത്ത് അതിൻ്റെ അപ്രിഷിയേഷനും കൂടി അവർ പിരിച്ചുവിടും. അവർക്കൊരു ലൈഫ് ടൈം സേവിങ് ഉണ്ടാവട്ടെ. ഈ കാലഘട്ടങ്ങളിൽ അവർക്ക് റിട്ടേൺസും ഉണ്ട്, ആ കാലഘട്ടത്തിൽ അവർക്കൊരു നല്ല ഒരു അപ്രിഷിയേറ്റഡ് ക്യാപിറ്റലും കിട്ടട്ടെ. ഇതില് പ്രശ്നം എന്താ വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ചില ടൈമിൽ അവരൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് റെഡി ആയിക്കൊള്ളുന്നില്ല, ഇല്ലെങ്കിൽ അവർ റെഡി ആയിക്കൊള്ളുന്നില്ല. വെരി ഗുഡ്. അപ്പോൾ നമ്മുടെ കമ്മിറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, യൂഷ്വലി ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അത് ലാഭത്തിലായി അതിൻ്റെ ക്യാഷ് തിരിച്ചു പോരാൻ ഒരു 3 to 4 years നമുക്ക് സമയമെടുക്കും. അപ്പോൾ നിങ്ങൾ ക്യാഷ് തന്നോളൂ, 6 മാസം എടുക്കും ഷോപ്പ് തുറക്കാനാണ്. അപ്പോൾ ഒരു അല്ലെങ്കിൽ ലാഭത്തിലാവാനാണ്. അപ്പോൾ ഒരു 6 മാസം കൊണ്ട് നമ്മൾ റിട്ടേൺസ് തന്നു തുടങ്ങാം. പക്ഷെ 4 വർഷത്തിന് അല്ലെങ്കിൽ 3 വർഷത്തിന് ക്യാപിറ്റൽ തിരിച്ചു ചോദിക്കരുത്. ലോക്കിംഗ് പീരീഡാണ്. ആ പീരീഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വാല്യുവേഷൻ ഇട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ വേണമെങ്കിൽ തിരിച്ചെടുക്കാം. ഇതുവരെ ഞങ്ങളെടുത്തുന്ന ഒരാൾ പോലും തിരിച്ചെടുത്തിട്ടില്ല. എന്തിനാ തിരിച്ചെടുക്കുന്നത്? ലോക്കിംഗ് പീരീഡ് ഇടാം. പക്ഷേ നമ്മുടെ ഗ്രോത്തിൽ അവരെയും കൂടി ഭാഗമാക്കാനുള്ള മനസ്സ് നിങ്ങൾ തരും, മനസ്സ് നിങ്ങൾക്ക് വേണം. അല്ല, പൊതുവെ നമുക്കുണ്ടാകുന്ന വെച്ചാൽ ഇൻവെസ്റ്ററെ എങ്ങനെയെങ്കിലും പിഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും കായ് ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഓൻ്റെ പൈസ കൊടുത്ത് ഒഴിവാക്കിയിട്ട് ഓൻ്റെ ശല്യം ഒഴിവാക്കുക. അതായത് നമ്മൾ നന്നാകുക നന്നായിരുന്നുള്ള മൈൻഡ് സെറ്റിൽ ആരും ബിസിനസ്സിൽ ഉഷാറാവില്ല കേട്ടോ. രണ്ട് കൂട്ടരും നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളെ കണ്ടീഷൻസ് ഒക്കെ നേരത്തെ പറഞ്ഞോളൂ. ഒരു പേപ്പർ എഴുതി ഉണ്ടാക്കിക്കോളും. ഒരു പേപ്പർ എഴുതി ഉണ്ടാക്കിയോളൂ. എൻ്റെ കണ്ടീഷൻ 1 2 3 4 5 6 ഇതാണ്. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് വെച്ചോളൂ. അതിന് പറ്റിയോ വന്നാൽ മതി, വരും. പക്ഷെ ഞാൻ വീണ്ടും സമ്മറി ആയിട്ട് പറയുന്നത്, ബിസിനസ്സിൽ വളരുമ്പോൾ നമ്മൾ വളരണം, ഇൻവെസ്റ്റർ വളരണം, നമുക്കുള്ള സപ്ലയേഴ്സ് വളരണം. പല ബിസിനസ്സുകളും വളരുമ്പോൾ, ഇപ്പോൾ ഞാനൊരു ബ്രാൻഡിൻ്റെ പേരൊന്നും പറയുന്നില്ല, GCCയിലെ ഒരു പ്രമുഖ ബ്രാൻഡ് ഷെൽഫ് ലൈഫിന് അല്ലെങ്കിൽ ഷെൽഫ് ഫീ ആയിട്ട് വലിയ പൈസ വാങ്ങും.
എന്നിട്ട് ഈ പാവം പുതിയ ട്രേഡിങ് തുടങ്ങിയ ആള് ആ ഷെൽഫിൽ സാധനം കൊണ്ടേ വെക്കും. ഓൻ്റെത് വിറ്റിട്ട് 180 ദിവസം 200 ദിവസം കഴിഞ്ഞാലും ഓൻ്റെ പൈസ തിരിച്ചു കൊടുക്കൂല. അത്ര ദിവസം കറക്കാനുള്ള ക്യാപിറ്റൽ ഒന്നും ഓൻ്റെ ഉണ്ടാവില്ല. ആ പാവം ട്രേഡിംഗ് കമ്പനി പൂട്ടിപ്പോവും. ആ പൂട്ടിപ്പോലാണ് ഈ ബിഗ് ജയന്റിന്റെ ആവശ്യം. എന്നിട്ട് അയാൾ വേറെ ട്രേഡിംഗുകാരനെ പിടിക്കും, ഒരു പാവത്തിന്. അയാളോട് ഷെൽഫ് ഫീ വാങ്ങിയിട്ട് അയാളെ സാധനം ഇവിടെ കൊണ്ടുവച്ച് അടുത്ത 180 ദിവസം 6 മാസം ഓനെ കളിപ്പിക്കും. അങ്ങനെ ട്രേഡേഴ്സിന്റെ ഷെൽഫ് ഫീയും അവന് പൈസ കൊടുക്കാതെയും തടിച്ചു വീർത്ത ഒരുപാട് ബിസിനസ്സുകാർ മലയാളികൾ മാർക്കറ്റിലുണ്ട്. പറഞ്ഞു വരുന്നത്, വളരുമ്പോൾ നമുക്ക് സാധനം സപ്ലൈ ചെയ്യുന്ന ആള്, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് തന്ന ആള്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആള്, ഇന്ന് 1000 റിയാൽ സാലറി വാങ്ങുന്ന ആള് നമുക്ക് 100 ഷോപ്പ് ഉണ്ടാകുമ്പോൾ 10,000 സാലറി വാങ്ങണം. ഒരു ഷോപ്പ് ഉണ്ടാകുമ്പോൾ 1000 വാങ്ങിയ ആള് 100 ഷോപ്പ് ഉണ്ടാകുമ്പോൾ 10,000 വാങ്ങണം. അവനും വളരട്ടെ, നമ്മളെ കൂടെ ഇൻവെസ്റ്ററും വളരട്ടെ, സപ്ലയറും വളരട്ടെ, നമുക്കും വളരാം. ഒരാൾ മാത്രം വളരില്ല. നിങ്ങൾ അതല്ല ബിസിനസ്. അതൊരു നമ്മളൊരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യല്ലേ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി. പക്ഷെ നമ്മളിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഒരുപാട് എഫോർട്ടും ടൈമും ഒക്കെ അതിന്റെ പേരെ സ്പെൻഡ് ചെയ്യണം. വെരി ഗുഡ്. അത്രയും എഫോർട്ടും കാര്യങ്ങളും നിങ്ങൾ മാനേജ്മെന്റ് ഫീ എടുത്തോളൂ. മാനേജ്മെന്റ് ഫീ എടുത്തോളൂ. നിങ്ങൾ 10% അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കണ്ടീഷൻസ് എഴുതിക്കോളൂ. കണ്ടീഷൻ എഴുതിക്കോളൂ. നിങ്ങളും പൈസ ഇറക്കും, ഞങ്ങളും പൈസ ഇറക്കും. പക്ഷേ ഞങ്ങൾ അധ്വാനത്തിന് 20% ഞങ്ങൾ നെറ്റ് പ്രോഫിറ്റ് നിന്ന് എടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതായിരിക്കും നമ്മൾ തമ്മിൽ ഡിസ്ട്രിബ്യൂഷൻ. ആദ്യമേ അഗ്രിമെന്റ് എഴുതിക്കോളൂ. ഇറ്റ്സ് ഓപ്പൺ, വെരി ക്ലിയർ. ഞങ്ങൾ 10%, 15% ഞങ്ങൾ എടുക്കുന്നുണ്ട്, 20%, 25% ഒക്കെ എടുക്കുന്നവരുണ്ട്. ഇപ്പൊ ആഫ്രിക്കയിലൊക്കെ ഉള്ള ബിസിനസ് ആണെങ്കിൽ 50% വരെ എടുക്കും മാനേജ്മെന്റ് ഫീ. കാരണം ആഫ്രിക്കയിൽ റിസ്ക് കൂടുതലാണ്. എല്ലാത്തിനും ലീഗലി എത്തിക്കലി വഴികളുണ്ട്, എത്തിക്കൽ വഴികളുണ്ട്. അപ്പൊ അലക്സ് പറയുന്നത്, ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ് ചൈന റൈറ്റ് നൗ. ഐ ആം ഇൻ ദുബൈ. വി വാണ്ട് ടു പർച്ചേസ് സം IoT പ്രൊഡക്ട്സ് ലൈക്ക് കോഫി, റോബോട്ടിക്സ് ബിസിനസ്. അതെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത്തരം പ്രൊഡക്റ്റുകൾ വിസിറ്റ് ചെയ്തിരുന്നു. നമ്മുടെ ടീം പർച്ചേസ് ചെയ്തവരുണ്ട്, ഇവിടെ ദുബായിൽ എത്തിച്ചവരുണ്ട്, ദുബായിൽ സ്റ്റാർട്ട് ചെയ്തവരുണ്ട്. അതൊന്നും വിഷയമല്ല അലക്സേ. നമുക്കങ്ങനെ ക്വാളിറ്റി വെണ്ടർ, നമുക്കതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ്, അതുപോലെ തന്നെ അവരുടെ ക്വാളിറ്റി ചെക്ക്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, അതൊക്കെ ചെയ്യാൻ ആളുണ്ട് അവിടെ. നമുക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യിപ്പിക്കാം. ഒരു സപ്ലയർ ഇഷ്ടപ്പെട്ടാൽ ആ സപ്ലൈയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചെക്ക് ചെയ്യിപ്പിക്കാം. അങ്ങനെ ദർ ഇസ് എ ലോട്ട് ഓഫ് ഓപ്ഷൻ ടു പ്രൊട്ടക്ട് യുവർ ക്വാളിറ്റി ആൻഡ് യുവർ മണി. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അലിബാബ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സപ്ലയറുടെ ഒരു ക്വാളിറ്റി നിങ്ങളൊരു പ്രൊഫഷണൽ ടീമിനെ വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ടില്ലല്ലോ. അതൊരു ആകെ ഒരാളെ ചെക്ക് ചെയ്യാൻ നമുക്ക് ആകെ $100 ചിലവ് വരുന്നുള്ളൂ. ദർ ഇസ് പ്രൊഫഷണൽ ടീം ഹു ചെക്ക് ദ കമ്പനീസ്, ചെക്ക് ദ പ്രൊഡക്റ്റ്. ആകെ $100, $120 ചിലവുള്ളൂ. നമ്മൾ വലിയ മില്യൺസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് ഈസ് വെരി വെരി ലെസ് ആൻഡ് വി ഹാവ് ടീം ടു ഡു ദാറ്റ്. അങ്ങനത്തെ വെറീസ് ഒന്നും വേണ്ട. അലക്സ്, തോമസ് പറയൂ. ഹലോ, നമസ്കാരം. തോമസ് ചേട്ടാ, എവിടെയാണ് സ്ഥലം? എവിടുന്നാ സംസാരിക്കുന്നത്? ഷാർജന്നാണ്. നാട്ടിലെവിടെയാ? നാട്ടിലെവിടെയാ? ആലപ്പുഴക്കാരനാണ്, ഷാർജയിലാണ്. പറയൂ, എന്താ പരിപാടി? ഞാൻ വർക്ക് ചെയ്യാണ്, ഒരു ഫയർ പ്രൊട്ടക്ഷൻ ഫീൽഡ്, ഓട്ടോമേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യാണ്. ബേസിക്കലി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ്. അപ്പം അറൌണ്ട് 10+ ഇയേഴ്സ് ആയി ഞാനിവിടെ ഷാർജയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം അതോടെ എനിക്കൊരു പ്ലാൻ ഉണ്ട്, എങ്ങനെയെങ്കിലും സ്വന്തമായിട്ടൊരു ബിസിനസ്. വെരി ഗുഡ്. ഈ ചിന്ത മനസ്സിൽ വന്നിട്ട് എത്ര കാലായി? അത് കുറെ വർഷങ്ങളായി. എപ്പോഴാ ആക്ഷൻ എടുക്കുക? നാളെയാണ് നമ്മൾ പോവാ? ഓട്ടോമാറ്റിക്കലി എല്ലാം ആ ഒരു ബ്ലർ വിഷൻ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയാണ് എന്റെ ഒരു ആഗ്രഹമായിരുന്നു ചൈനയിൽ പോകണമെന്നുള്ളത്. അപ്പം ഇതൊരു റൈറ്റ് ടൈമാണ്. അപ്പൊ ഞാൻ അങ്ങനെ തീരുമാനിച്ചു, ഞാനത് കൺഫേം ചെയ്തു. ഫേസ് 1 വരാൻ വേണ്ടിട്ട് ഞാൻ. വെരി ഗുഡ്. നിങ്ങളുടെ ഫീൽഡ് തന്നെയാണ്. നിങ്ങൾ ഫേസ് 1 ആണ്. കറക്റ്റ്. അതെ. അപ്പൊ ഞാനിപ്പോ പ്രധാനമായിട്ട് എനിക്ക് സൈഡിലായിട്ട് ഞാനൊരു ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സ്പീക്കർ ആംപ്ലിഫയേഴ്സ് റീസെല്ലിംഗ് പരിപാടി. അപ്പൊ നമ്മളത് ജപ്പാനിൽ നിന്ന് ഇറക്കിയിട്ട് നമുക്ക് വിന്റേജും പിന്നെ അതല്ലാതെ പുതിയ ഐറ്റംസ് അങ്ങനെ നമ്മൾ റീസെല്ലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിപ്പോ ഒരു ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എപ്പിക് സൗണ്ട് ഗിയർ എന്നാണ് അതിന്റെ പേജ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതൊരു ബ്രാൻഡിലേക്കൊന്നും ആക്കിയിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ച് എനിക്കൊന്ന് അറിയണമായിരുന്നു. അപ്പം ഈ എപ്പിക് സൗണ്ട് ഗിയർ എന്നുള്ളത് നമ്മുടെ ബ്രാൻഡ് ആക്കണോ, അതല്ലെങ്കിൽ ഞാനിപ്പോ ചൈനയിൽ വരുന്നത് വേറൊരു എയിം കൂടി ഉണ്ട്. അതായത് നമുക്ക് അവിടെ നിന്ന് സ്പീക്കർ ആംപ്ലിഫയേഴ്സ് സെല്ലിംഗ് സപ്ലൈ ചെയ്യുന്ന ടീംസിനെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ്
അതായത് എന്റെ പേരിൽ തന്നെ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ലോഡ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് സ്പീക്കറും അതേപോലെ തന്നെ ആംപ്ലിഫയേഴ്സും. ലോഡ്സ് നിങ്ങളെ വിളിക്കുന്ന ബ്രാൻഡാണ് ലോഡ്സ് അല്ലേ? എന്തോ നിങ്ങളെ വിളിക്കുന്ന ബ്രാൻഡ് നെയിമാണ് ലോഡ്സ്. മറ്റേ ഡിഫറെന്റ് നെയിമാണ്. അപ്പൊ അത് കാരണം ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതൊരു ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് കൊണ്ട് കിട്ടുന്ന പ്രൊഡക്ട്സ് അത് ആൾക്കാർക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. മെയിനായിട്ട് നിങ്ങളിപ്പോ നല്ലൊരു സർവീസ് കൊടുക്കും. ഇപ്പൊ ഒന്നിലും തീരുമാനം എടുക്കല്ലേ? നമ്മളൊരു എക്സ്പ്ലോറേഷൻ ട്രിപ്പിലാണല്ലോ. എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കാണുകയും മനസ്സിലാക്കുകയും സംസാരിക്കുകയും, ഞാൻ നിങ്ങളെ ഒന്നും കൂടി വിശദമായിട്ട് നിങ്ങളുടെ ഐഡിയകളൊക്കെ ഒന്ന് കേൾക്കാം ചൈനയിൽ നിന്ന്. ഐ വിൽ ഗിവ് യു ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക്. എന്നിട്ട് നമ്മൾ പഠിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഒരു തീരുമാനം എടുക്കാം. നമുക്ക് വേണമെങ്കിൽ തിരിച്ചു വന്നിട്ട് ദുബായിൽ ഒന്നുകൂടി ഇരിക്കാം. ഐ വിൽ ലിസൺ ടു. എന്നിട്ട് അതിന് വേണ്ട പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യു നീഡ് ടു സ്റ്റാർട്ട് വിത്ത് പ്ലാനിങ്. ഇതുവരെ ലേറ്റ് ആയോ എന്ന് ചോദിച്ചാൽ ലേറ്റ് ആയിട്ടില്ല. പക്ഷേ ഇപ്പൊ തുടങ്ങിയിട്ടില്ലെങ്കിൽ നാളെ തുടങ്ങുന്ന ഉറപ്പില്ല. അതുകൊണ്ട് ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഇനി നീട്ടി വെക്കരുത്. ദിസ് ഇസ് ദ റൈറ്റ് ടൈം. പക്ഷെ ഒന്ന് ചർച്ച ചെയ്ത് പ്ലാൻ ചെയ്ത് പ്രോപ്പർ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി, വിഷൻ പ്ലാൻ ഉണ്ടാക്കി, സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് വേണം തുടങ്ങാൻ. മറ്റേ നമ്മൾ തുടങ്ങിയിട്ട് എങ്ങോട്ടാ പോണത് നോക്കട്ടെ, അതിനനുസരിച്ച് കാര്യങ്ങൾ മാറ്റം വരുത്താന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി യു ആർ ഗോയിങ് ടു ഫെയിൽ. ബിക്കോസ് നമുക്ക് പ്ലാൻ ഇല്ലല്ലോ. അപ്പം ലെറ്റ്സ് ഹാവ് എ ക്ലിയർ പ്ലാൻ. എന്നിട്ട് ആ പ്ലാനിലേക്കുള്ള ആക്ഷൻ എടുക്കാവൂ. ആക്ഷൻ എടുത്തിട്ട് റിസൾട്ട് നോക്കലല്ല. ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ആവണം, എനിക്ക് ഈ വർഷം 10 ഇത് വേണം, ഈ വർഷം ഇത്ര സെയിൽ വേണം, ഇന്ന രാജ്യത്തൊക്കെ എക്സ്പാൻഷൻ വേണം, ഒക്കെ എഴുതി വെക്കുക ചെയ്യാം നമ്മൾ. അങ്ങനെ അതിൻ്റെ ബിസിനസ് പ്ലാനിങ് അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ എങ്ങോട്ടാ പോണത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ബിസിനസ് ചെയ്യലല്ല. യു നീഡ് ടു നോ ഹൗ, ഈ വർഷം എത്ര സെയിൽ, ഏതൊക്കെ രാജ്യത്തെ ഓപ്പറേഷൻ, എത്ര സ്റ്റാഫ്, എത്ര ഫണ്ട്, എത്ര GP, എത്ര NP, എത്ര വിത്ഡ്രോവൽ, ഇതിനൊക്കെ ഒരു നമ്പർ നമ്മൾ ആദ്യം അങ്ങോട്ട് എഴുതി വെക്കല. എന്നിട്ട് ആ നമ്പറിൽ നമ്മൾ വർക്ക് ചെയ്യല. അല്ലാതെ കൊല്ലം കണക്കൂട്ടിയിട്ട് നമ്പർ നോക്കലല്ല. അപ്പം വി വിൽ ഡു ദാറ്റ് ഇൻഷാ അല്ലാഹ്. സോ റൈറ്റ് ടൈം. കൺഗ്രാറ്റുലേഷൻസ്. ജീവിതത്തിൽ ആ ഒരു ടഫ് ഡിസിഷൻ റൈറ്റ് ടൈമിൽ എടുത്ത്. എത്ര വയസ്സായി? 35? റൈറ്റ് ടൈം, ബിഫോർ 40. സൂപ്പർ സൂപ്പർ. ആൻഡ് വെൽക്കം ടു ദ ടീം. നമ്മൾ ഒരുപാട് ആളുകളുണ്ട്. ഓ, അത് ഞാൻ ഇപ്പോഴേ നിങ്ങളിപ്പോൾ ഇടങ്ങാറാക്കാതൊക്കെയാണ്. ഞാനിപ്പോൾ പറഞ്ഞ പവർ ഓഫ് ഫോക്കസ് പറഞ്ഞല്ലോ. 2 തോണിയിൽ കാലിട്ടാൽ എവിടെ എത്തില്ല. ആദ്യത്തെ ഒരു 3 വർഷം കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും തോമസ് ഭായ് ഒന്ന് അതിൽ വർക്ക് ചെയ്യും, നമ്മളെ വിഷനിൽ വർക്ക് ചെയ്യും. അത് ഞാൻ വിഷൻ സെറ്റ് ചെയ്യുമ്പോൾ പറയാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാ. ഇപ്പം പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ആകെ ജോലി രാജിവെക്കണമല്ലോ എന്നുള്ള ടെൻഷൻ കൊണ്ട് നിങ്ങൾക്ക് ആകെ ഒരു ഉറക്കം വരില്ല. പക്ഷെ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ദരിദ്ര മൈൻഡ് സെറ്റ് തരുന്ന ഒരു സാധനമാണ് ജോലി. ആ ജോലി രാജിവെച്ച് കടലിലേക്ക് ചാടിയാലേ നിങ്ങൾ വിജയിക്കുള്ളൂ. അല്ലെങ്കിൽ ആ കംഫർട്ട് സോൺ നിങ്ങളെ പരാജയപ്പെടുത്തും. റിസ്ക് എടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക്. നിങ്ങൾ റിസ്ക് എടുക്കൂല. കാരണം റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് അത്യാവശ്യം സാലറി പുറത്തുനിന്ന് വരുന്നില്ലേ. അപ്പോൾ നിങ്ങളൊരു ഉടായിപ്പ് സൈഡ് ലൈൻ കച്ചവടക്കാരനായി ഇങ്ങനെ വളരാന്നല്ലാതെ നിങ്ങൾ ഒരിക്കലും ഒരു വലിയ ബ്രാൻഡിൻ്റെ ഉടമ ആകൂല. നേരെ മറിച്ച് ജോലി രാജിവെച്ച് ചാടി 3 വർഷം കഷ്ടപ്പെട്ട്, നമ്മൾ പറയല്ലോ മൂട് കുത്തി നിരങ്ങാന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ നിങ്ങൾ നിരങ്ങുകയാണെങ്കിൽ നിങ്ങളൊരു യൂസ്ഫുൾ ആവും. ചോയ്സ് ഈസ് യോഴ്സ്. പക്ഷേ അതിനും പ്ലാനിങ് വേണം കേട്ടോ. ജോലി ഒരു ആവശ്യത്തിന് രാജിവെക്കരുത്. ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട്. അതിനും പ്ലാനിങ് വേണം. കാരണം ഫാമിലിക്ക് സേഫ് ആക്കിയിട്ട് അത്യാവശ്യം 2-3 വർഷം റൺ ചെയ്യാനുള്ള ഫണ്ടൊക്കെ റെഡിയാക്കിയിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ. 3 വർഷം ഫാമിലി റൺ ചെയ്യാനുള്ള ഫണ്ട് അപ്പുറത്ത് വേറെ റെഡി. അല്ലാതെ ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടിയിട്ട് വൈകുന്നേരം മത്തി വാങ്ങണം എന്ന് നടക്കൂല. 3 കൊല്ലം ഒന്നും കിട്ടൂല. 3 കൊല്ലം ഒന്നും എടുക്കരുത്. ഒരു ബിസിനസ്സിന്റെ ഒരു പ്രിൻസിപ്പിൾ തന്നെ, തുടങ്ങി 3 വർഷം 1 രൂപ എടുക്കാൻ പാടില്ല. വേണമെങ്കിൽ അതിലേക്ക് തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ വീണ്ടും. പക്ഷേ 3 വർഷം കഴിഞ്ഞിട്ട് ആ ബിസിനസ് പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ അത് പൂട്ടി ചാവി തോട്ടിലെറിഞ്ഞിട്ട് വീട്ടിൽ പോവാം. രണ്ടും ഇമ്പോർട്ടൻ്റാ. സോ ഗിവ് 3 years ടൈം, നോ റിട്ടേൺസ്. പൊളിക്കും. അടുത്ത ആള് ആരോന്ന് കൈ പൊന്തിച്ചിട്ടുണ്ട്. പറയൂ. അഷ്റഫ് പറയൂ. ഇസ്ലാം പറയൂ അഷ്റഫേ. നിങ്ങള് കാസർഗോഡ് നമ്മൾ ഇന്നലെ സംസാരിച്ച്. അപ്പോ ഇതിപ്പോ ഞങ്ങൾ വർക്ക് ചെയ്യുന്നപ്പോ
3 ദിവസമായി ഇറങ്ങിയിട്ട്. ഈ സമയത്തും ഞങ്ങൾ മാർക്കറ്റിലാണ് ഉള്ളത്. പക്ഷെ എനിക്കറിയാം ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല. കാരണം ഇത് ഞങ്ങളെ ബ്രാൻഡ് അല്ല, ബാക്കിയുള്ള ബ്രാൻഡിന്റെ ബ്രാൻഡ് എല്ലാം ചെയ്യുന്നതാണ്. പക്ഷെ ഇതിൽ ഞങ്ങൾക്ക് ഒരു എക്കോ സിസ്റ്റം ഇല്ല. നമ്മ തന്നെ കഷ്ടപ്പെടുന്ന, ചിലപ്പോ ലോഡിങ്ങും എല്ലാം നമ്മ തന്നെ ചെയ്യേണ്ടി വരും ചില സമയത്ത്. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് ഞങ്ങൾക്ക് ഒരു എക്കോ സിസ്റ്റം വേണം. ഉണ്ടാക്കി തരാം. ഏടുന്ന് തുടങ്ങണമെന്നൊന്നും അറിയില്ല. ഇപ്പൊ നമ്മൾ ഏതായാലും ചൈനയിൽ പോയി വരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിസ്റ്റം ബിൽഡിംഗ് പ്രോസസ്സിന്റെ നമ്മുടെ ക്യാമ്പുകളും അതല്ലെങ്കിൽ ട്രെയിനിങ്ങുകളൊക്കെ ഉണ്ടാവും. ഇതിപ്പോ എല്ലാം വിദ്യാഭ്യാസമാണല്ലോ അതൊക്കെ. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ബിസിനസിന്റെ ക്യാപിറ്റലിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ പോരാ. റൈറ്റ് എഡ്യൂക്കേഷന് ഇൻവെസ്റ്റ് ചെയ്യണം. റൈറ്റ് എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ഒരു 10 കോടിയുള്ള ബിസിനസ് 100 കോടി ആവണമെങ്കിൽ നമ്മൾ റൈറ്റ് എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം. മനസ്സിലായോ? അതല്ല മറ്റത് നമ്മൾ ചെയ്യണമൊക്കെ പൊട്ടത്തരേ. കാരണം സെറ്റാക്കാം. നിങ്ങളൊന്ന് സബൂറായി. അതെ, ഇതിപ്പോ നമ്മ കുറച്ച് ദിവസമായി ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടഡ് ഐറ്റം 1 വർഷത്തിനേക്കാൾ മുകളിൽ. പക്ഷെ ഇത് ചെയ്യും, പ്രോഫിറ്റ് ഉണ്ടാവും ചിലപ്പോ. പക്ഷെ ഇതിലൊന്നും ഫ്യൂച്ചർ ഇല്ല. നമ്മ കുറെ, ഞാൻ പറഞ്ഞല്ലേ അഷ്റഫ് ഭായി, നിങ്ങളിപ്പോ ചെയ്യുന്നത് ബിസിനസ്സേ അല്ല. നിങ്ങളിപ്പോ ചെയ്യണത് ഒരു മഴീഷത്ത് അല്ലെങ്കിൽ ജീവിതമാർഗം മാത്രമാണ്. പൈസ ഉണ്ടാക്കി മത്തി വാങ്ങാനുള്ള ജീവിതമാർഗം. അത് നിങ്ങൾക്ക് ഒരു പനി വന്ന് നിങ്ങൾ ബെഡിൽ കടന്നാൽ നിങ്ങൾക്ക് അതിലൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അതല്ല. നിങ്ങളുടെ ആശയം, നിങ്ങളുടെ ബ്രാൻഡ്, നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ ടീം, നിങ്ങളുടെ സിസ്റ്റം, നിങ്ങളുടെ പ്രോസസ്സ്, നിങ്ങളും നിങ്ങളുടെ മക്കളും മരിച്ചു പോയാലും അടുത്ത ജനറേഷന് വേണ്ടി ഈ വെൽത്ത് നിലനിൽക്കണം. അങ്ങനെയുള്ള ഒരു ആശയം നിങ്ങളുടെ ആ ക്വാളിറ്റിയിൽ നമ്മളിപ്പോൾ ടാറ്റന്റെ കാർ ഓടിക്കണില്ലേ, അതൊക്കെ ഒരു വിഷനറി ഉണ്ടാക്കിയ സാധനമല്ലേ? അത് എത്ര 100 വർഷമായ സാധനമല്ലേ? അങ്ങനെ ലിഗസി ഉള്ള ജനറേഷൻസ് നിലനിൽക്കുന്ന ഒരു ബ്രാൻഡ്, ഒരു ക്വാളിറ്റി. ഇന്ത്യയുടെ വണ്ടികളുടെ ചരിത്രം, വലിയ വലിയ ജഗ്വാർ അല്ലെങ്കിൽ ലാൻഡ് റോവർ ഒക്കെ പോലെയുള്ള വലിയ വലിയ കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യാൻ മാത്രം വലിപ്പത്തിലുള്ള ഒരു കമ്പനിയിലേക്ക് ഇന്ത്യയിലെ ടാറ്റ വളർന്നില്ലേ? അതാണ് ബ്രാൻഡ്, അതാണ് സിസ്റ്റം. അതിന് സാർ പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ബിസിനസ്സിൽ എല്ലാവർക്കും പിന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ പിന്നെ വരൂല, ചിലപ്പോ പറയാതെ ഒരാഴ്ച ലീവാക്കും. അവരോടൊന്നും മുണ്ടാൻ പറ്റുന്നില്ല. സംസാരിച്ച പിന്നെ അവര് ഞാൻ പോകുന്നു പറഞ്ഞു. ഇങ്ങനത്തെ എല്ലാം കുറെ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതിപ്പോ എല്ലാവർക്കും ഉള്ളതെന്ന് നിങ്ങളോ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അന്നത്തെ മീനും അയിലയും വാങ്ങാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അധ്വാനിക്കണത്. നിങ്ങളുടെ 10 വർഷം കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ അല്ലെങ്കിൽ ഈ കമ്പനിക്ക് അല്ലെങ്കിൽ ഈ ബിസിനസ്സിന് എന്താവും എന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. അങ്ങനത്തെ ഒരു കമ്പനിയിൽ ഒരു സ്റ്റാഫ് കയറിയിട്ട് ഓന്റെ ജീവിതം, ഓന് പെണ്ണ് കെട്ടണം, ഓന് കുട്ടികൾ ഉണ്ടാക്കണം, ഓന്റെ കുട്ടീനെ പഠിപ്പിക്കണം, ഓന് വീടുണ്ടാക്കണം, ഓൻ്റെതായ സ്വപ്നങ്ങളില്ലേ? അവന്റെ സ്വപ്നങ്ങളിലേക്ക് നയിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണോ നിങ്ങളുടെ കമ്പനി എന്ന് അവനെങ്ങനെ മനസ്സിലാവും? അല്ലല്ലോ. കാരണം അവന്റെ സ്വപ്നങ്ങൾ അവന് നിങ്ങളുടെ കമ്പനിയിലൂടെ കാണാൻ കഴിയില്ല. അടുത്ത ഒരു 5 വർഷം കഴിഞ്ഞാൽ അവന് 1 ലക്ഷം രൂപ ഇവിടുന്ന് സാലറി എടുക്കും, അവന് ഇന്ന പൊസിഷനിൽ എത്താൻ പറ്റും, അവനൊരു ബ്രാഞ്ച് മാനേജർ ആകാം, അല്ലെങ്കിൽ അവനൊരു കൺട്രി ഹെഡ് ആകാം, കമ്പനിക്ക് ഇങ്ങനെയൊക്കെ പദവികൾ മുമ്പിൽ ബാക്കിയുണ്ട്, കമ്പനിക്ക് ഇന്ന ഗ്രോത്ത് ഉണ്ട്, ഇന്ന ലാഡർ ഉണ്ട്, ഞാനിവിടെ 10 വർഷം വർക്ക് ചെയ്താൽ എനിക്ക് ഇതിന്റെ കൺട്രി ഹെഡ് ആവാം, എനിക്ക് 2 ലക്ഷം 3 ലക്ഷം സാലറി വാങ്ങാം എന്നുള്ളൊരു വിഷൻ നിങ്ങൾക്കില്ലല്ലോ. അപ്പൊ ഓനെങ്ങനെ നിങ്ങളൊപ്പം നിൽക്കുക? അവൻ എന്ത് വിശ്വസിച്ചാ നിങ്ങളൊപ്പം നിൽക്കുക? അതന്നെ പ്രശ്നം. ആദ്യം നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടാക്കി, അപ്പൊ സ്റ്റാഫ് നിങ്ങളെ കൂടെ നിൽക്കും. കാരണം നിങ്ങളെ കൂടെ അല്ല അവരെ നിൽക്കുന്നത്, നിങ്ങളെ വിഷന്റെ കൂടെയാണ്. കാരണം അവനറിയാം ഈ വിഷനിൽ ഞാൻ വർക്ക് ചെയ്താൽ ഞാനും ഒരു കരക്കലെത്തുന്നു. ഇത് നിങ്ങളെ തോണി തന്നെ അന്തല്ലാതെ ഒഴുകി നടക്കുകയാണ്. ആ തോണിയിലാണ് അവൻ ഇരിക്കണത്. ഞാനിപ്പോ ഗൾഫിൽ ചെറിയ ബിസിനസ് ഉണ്ടെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പിന്നെ നമ്മളെ സ്റ്റാഫിനൊരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. കാരണമല്ല, ഒരു 2 വർഷത്തേക്ക് നമുക്കിപ്പോ കോൺട്രാക്ട് ആയാലും അവര് അങ്ങനൊന്നും പോവില്ല. പക്ഷെ ഇവിടെ അങ്ങനല്ല. നമ്മുടെ അടുത്തൊരു അവരൊരു ബാല് നമ്മളെ കയ്യിലില്ല, അവർക്ക് തോന്നിയ പോലെ ചെയ്യും. അതിനുള്ളൊരു സിസ്റ്റം നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ? ശ്രബായി, ഞാൻ ട്രാവൽ ആൻഡ് ഗ്രോ തുടങ്ങിയിട്ട് ഇപ്പൊ 3 വർഷമായി. എൻ്റെ ആദ്യത്തെ സ്റ്റാഫ് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ആദ്യത്തെ സ്റ്റാഫ്, ആദ്യത്തെ 2ാമത്തെ 3ാമത്തെ 4ാമത്തെ സ്റ്റാഫ് കൂടെ ഉണ്ട്. അവൻ എൻ്റെ കൂടെ വന്നപ്പോൾ അവൻ പെണ്ണ് കെട്ടിയിട്ടില്ല, അവന് ബൈക്കില്ല, അവൻ്റെ കയ്യിൽ വാച്ചില്ല. ഇന്ന് അവന് നല്ലൊരു ബൈക്കുണ്ട്, നല്ല ഒരു പെണ്ണോൻ കെട്ടിയിട്ടുണ്ട്, ഓന് ഈവൻ കാറുണ്ട്.
അവൻ 3 കൊല്ലമായി ഇവിടെ. ഞാൻ അവനോട് അവൻ്റെ പാസ്പോർട്ട് വാങ്ങി വെച്ചിട്ടൊന്നുമില്ല. ഓന് നാളെ രാവിലെ വേണമെങ്കിൽ എന്നെ വിളിച്ച് പറയാം ഡോക്ടറെ ഞാൻ പോവാണെന്ന്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഓൻ 10 കൊല്ലം എൻ്റെ ഒപ്പം നിന്നാൽ ഓൻ ജീവിതത്തിൽ ആരൊപ്പം നിൽക്കണാട്ടിൽ ഓൻ ഉഷാറാവും എന്നുള്ള പ്രോമിസ് എൻ്റെ വിഷനും ഞാൻ അവനിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ പാസ്പോർട്ട് വാങ്ങിയേക്കലും 2 കൊല്ലത്തെ ഇക്കാൻ അടിച്ച് ലോക്കാക്കലും ഉറവാക്കലും ഒന്നല്ല സിസ്റ്റം. അവർക്ക് എഗ്രിമെന്റ് ഉണ്ടാവും, കോൺട്രാക്ട് ആ രീതി ഉണ്ടാവും. പോവും 6 മാസം കഴിഞ്ഞിട്ട് പ്രൊബേഷൻ പീരീഡ് എല്ലാം പോകും. പക്ഷെ എന്നാലും ദുബൈയിൽ ഓക്കെ ഒരു സിസ്റ്റം ഉണ്ട്. എന്തായാലും അങ്ങനൊന്നും പോവില്ല. കാരണം അവർക്ക് സാലറിയും കിട്ടിയില്ല. ഇതിനേക്കാൾ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നേക്കാളും എന്തായാലും സാലറി കൂടുതൽ കിട്ടുമല്ലോ. ഇവിടെ നമുക്ക് എന്തായാലും ഒരു സ്റ്റാഫിന് ഒരു എമൗണ്ട് അതിനേക്കാളും കൂടുതൽ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോ അങ്ങനെയുള്ള കുറെ പ്രശ്നമുണ്ട്. അതൊക്കെ നിങ്ങളിപ്പോ എല്ലാ പ്രശ്നം കൂടി ഇപ്പൊ ഇവിടെ സോൾവ് ചെയ്യല്ലേ? അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡും വിഷനും സെറ്റ് ചെയ്യും. ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഡിസപ്പിയർ ആണ്, നിങ്ങൾക്ക് അപ്പനെ കാണാം. ഇത് പ്രശ്നം സ്റ്റാഫിൻ്റെതും അല്ല, കേരളത്തിൻ്റെ അല്ല, നിങ്ങളതാണ്. നിങ്ങൾക്ക് വിഷൻ ഇല്ലാത്തതാണ് നിങ്ങളെ പ്രശ്നം. സെറ്റാവും, ശരിയാവും. അതിനാണല്ലോ നമ്മൾ ഒരു റൈറ്റ് കമ്മ്യൂണിറ്റിയിൽ പോയി കൂടുന്നത്. അപ്പം നമുക്ക് കാണാം ഇൻഷാല്ലാ. ടിക്കറ്റ് എടുത്തോ നിങ്ങള്? തിരക്ക് കഴിയുമ്പോഴത്തേന് ചൈന എംബസി പൂട്ടും. ആണെ വിസ അടിച്ചോളിട്ടോ. ദുബൈയില് ഈ മാസം എപ്പോ പോകും നിങ്ങള്? പോരാ കാരണം 1-ാം തീയതി എംബസി പൂട്ടും. ഒക്ടോബർ 1-ന് ചൈന എംബസി പൂട്ടും. പിന്നെ 10 ദിവസം ഉള്ള. അതിപ്പോ അങ്ങനല്ല. ഇപ്പം നമ്മള് ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് പ്രീ അപ്രൂവൽ ഒക്കെ വരണം. സിസ്റ്റം മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു 15 ദിവസം അല്ലെങ്കിൽ 10 ദിവസം എടുക്കും. പഴയ പോലെ പണ്ട് കാണാൻ എന്ത് സബ്മിറ്റ് ചെയ്താൽ മറ്റന്നാൾ കിട്ടുവാനി, അല്ലെങ്കിൽ നാളെ തന്നെ കിട്ടുവാനി. ഇനി എല്ലാവരും വിസ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പോകാൻ കഴിയില്ല. കാരണം ഒക്ടോബർ 1 മുതൽ 10 വരെയൊക്കെ ചൈന എംബസി അവധിയായിരിക്കും. പിന്നീട് ഫേസ് 1-ലേക്ക് അടിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഡോക്ടർ അറ്റ്ലീസ്റ്റ് പ്രീ അപ്രൂവലിനുള്ള ഡോക്യുമെന്റേഷൻ ആദ്യം ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പോയി കഴിഞ്ഞാൽ അതെ, ഇവിടുന്ന് പ്രീ അപ്രൂവൽ ചെയ്തിട്ട് മതി ദുബായിക്ക് പോകാൻ. നിങ്ങൾക്ക് ദുബായിൽ 5 ദിവസം നിന്നാൽ മതിയാവും. അതായത് അപ്ലൈ ചെയ്ത് ചൈന എംബസിന്റെ അപ്രൂവൽ വന്നിട്ട് മതി ദുബായിൽ പാസ്പോർട്ടും കൊണ്ട് പോകല്, ദുബായിക്കാരാണെങ്കിൽ, എവിടെയാണെങ്കിലും ഗൾഫിൽ എവിടെയാണെങ്കിലും. ഇനി ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ, എന്നിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഷബീർ സാഹിബ് പറയാം, എവിടുന്നാ സംസാരിക്കണേ? ഷാർജയിലാണ്, കൊർഫോക്കാനിലാണ്. അപ്പൊ നമ്മളെ ഫാർമസിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ? റുമാൻ. അടിപൊളി. എന്താ അവിടെ പരിപാടി? എന്താ ബ്രാൻഡിന്റെ പേരെന്താ? സീഷോർ. ഓക്കെ. അതെന്താണ് പ്ലാൻ? നാട്ടിലെവിടെയാ? കണ്ണൂരുകാരനാണ്. ഓക്കെ. എന്ത് ഹെൽപ്പാണ്, എന്ത് സപ്പോർട്ടാണ് നമ്മളെ ഭാഗത്തുനിന്ന് വേണ്ടത്? എന്താണ് നിങ്ങളെ വിഷൻ പറഞ്ഞുതരി, നിങ്ങളുടെ സ്വപ്നം പറഞ്ഞുതരി, അതിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യണല്ലോ. സ്വപ്നം പ്രധാനമായിട്ടും നിങ്ങളോട് നെറ്റ്വർക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. വെരി ഗുഡ്, നല്ല ആശയമാണ്. ലോകത്തെ പ്ലസ് സ്കെയിലപ്പ് ചെയ്യണം. എനിക്ക് എന്റെ ഒരു ബിസിനസ് ഇപ്പോൾ ഇവിടെ തുടങ്ങി. ഇപ്പം ഈ പറഞ്ഞ പോലെ 3 വർഷമായപ്പോഴേക്കും ഏകദേശം ഒരു ടീം ബിൽഡായി. നമ്മളില്ല നേരത്തെ അദ്ദേഹം സുഹൃത്ത് പറഞ്ഞ പോലെ ആദ്യം ഞാൻ പാർട്ണർ തന്നെ നിന്നിട്ട് ഒരു ലെവലിൽ എത്തിച്ചേരുന്നു. പക്ഷെ ഇപ്പം അത് കഴിഞ്ഞു. ഇപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ ഫാമിലി ഞാൻ ഫ്രീ ആണ്. ഓവറോൾ ഒന്ന് പിന്നെ ഇത് ചെയ്താൽ മതി, ഒബ്സർവ് ചെയ്താൽ മതി. ബാക്കി ടീമുണ്ട്, ടീം ഗ്രൂപ്പ് ടീം ഇതുകൊണ്ട് നമ്മൾ 2 സെക്ഷനായിട്ട് 3 സെക്ഷനായിട്ട് അതിന്റെ ടീമുണ്ട്, അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനല്ലാതെ ഓഫീസിൽ പോകും. ശരിക്കും അത് ഏകദേശം ഒരു റെയിലായി. അപ്പൊ ഇനി ഒന്ന് സ്കെയിലപ്പ് ആവണം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ലെവല് എങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റ് എങ്ങനെയാണ് അത് ഫ്രം സ്ക്രാച്ച് ടു എൻഡ് എങ്ങനെയാണെന്നുള്ള ഒരു പ്രൊജക്ട് റിപ്പോർട്ട്. അതുപോലെ ആദ്യം നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കാം. ആ പ്ലാനിന് അതിന്റെ അനുസൃതമായിട്ടാണല്ലോ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത്. പിന്നെ ഒരു ഇൻവെസ്റ്ററുടെ അടുത്ത് പോകുമ്പോഴും നമ്മൾ അവർക്ക് ഒരു ക്ലാരിറ്റി ഓഫ് വിഷൻ കൊടുക്കാൻ കഴിയണമല്ലോ. അപ്പം വിഷൻ ഉണ്ടാക്കിയതിനു ശേഷം അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് നമുക്ക് റേസ് ചെയ്യാം. സ്വാഭാവികമായിട്ടും അതാ മനസ്സിലായി, അതുണ്ടാക്കാം, ഹെൽപ്പ് ചെയ്യാം.
അതിൻ്റെ എല്ലാ ലീഗൽ സംവിധാനങ്ങളും നമുക്ക് ഉണ്ടാക്കാം. അതിനൊരു വിഷൻ വേണം, ഒരു പർപ്പസ് വേണം, ഒരു മിഷൻ വേണം, ഒരു കോർ വാല്യൂ വേണം, ഒരു സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ് വേണം, അതിനൊരു ടൈം ലൈൻ വേണം, പ്രൊജക്ഷൻസ് വേണം, എല്ലാം വേണം. മാർക്കറ്റ് സ്റ്റഡി ഒക്കെ ചെയ്ത് നമുക്ക് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് ഫേസ് ആണ് നമ്മുടെ ലിനനും മറ്റേ ക്ലോത്ത്സ് ഒക്കെ ഉള്ളത്. ഓക്കെ ഗുഡ് ഒക്ടോബർ ലാസ്റ്റ് നവംബർ ഫസ്റ്റ് വീക്ക്. പിന്നെ നമ്മൾ താമസം ഫോഷനിലാണ്, ലോകത്തെ ഏറ്റവും വലിയ ഫർണിച്ചർ മാർക്കറ്റിലാണ്. സോറി, നമ്മൾ താമസേ ഫോഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഫോഷൻ ലോകത്തെ ഏറ്റവും വലിയ ഫർണിച്ചർ മാർക്കറ്റാണത്. അപ്പം കഴിഞ്ഞ ട്രിപ്പിലൊക്കെ കുറച്ച് ഹോട്ടലിയേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പൊ അവർക്ക് ഹോട്ടലിലേക്ക് പറ്റിയ ഒരുപാട് ടൈപ്പ് ഓഫ് ചെയർസും സാധനങ്ങളും ഫർണിച്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഏരിയ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. സ്പെഷ്യലി നിങ്ങൾ 2-3 ഉദ്ദേശമുണ്ട് എനിക്ക്. പ്രൊഡക്റ്റ് നോളജും കുറച്ച് ഇതാക്കണമെന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ടീമിൽ വന്നിട്ട് നിങ്ങൾ ടീമിൽ തന്നെ നിങ്ങൾ യാത്രയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അത് എന്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് ഫേസിൽ വെച്ചാൽ മതിയോ, അല്ല ബിഗിനിങ് ടു ലാസ്റ്റ് വരെ നിൽക്കാൻ പറ്റുമോ, അല്ല സെക്കൻഡ് തേർഡ് ഫേസിൽ നിന്നാൽ മതിയോ, എന്താണ്? സെക്കൻഡിൽ നിങ്ങളെ പ്രൊഡക്ട്സ് ഉണ്ടോ? സോറി, സെക്കൻഡിൽ നിങ്ങളെ പ്രൊഡക്ട്സ് ഉണ്ടോ? ഇല്ല, സെക്കൻഡിൽ വലിയ പ്രൊഡക്ട്സ് ഇല്ല. ഓക്കെ, നിങ്ങളുടെ ട്രാവൽ കൺസൾട്ടന്റ് ആരാ ഇവിടെ? അമൽ. ഓക്കെ, അപ്പൊ അമലിനോട് പറയണം ഒരു തേർഡ് ഫേസിന്റെ മുമ്പുള്ള ഒരു 2-3 ദിവസം മുമ്പ് നിങ്ങളെ വരുത്താൻ പറയൂ, ഒരു 3 days ahead. അപ്പൊ നമുക്ക് കുറച്ച് യാത്രകളൊക്കെ ഉണ്ടാവും. 1, 2 phase 2 വന്ന ആളുകളെ നമുക്കൊരു 3 ദിവസം ബസ്സിൽ കിട്ടും. അപ്പം അവരായിട്ട് നമുക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം. എന്നിട്ട് അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബാച്ചിൽ ആളുകളെ കിട്ടും. എന്നിട്ട് എല്ലാവരും പിന്നെ ലാസ്റ്റ് ഫേസ് കഴിഞ്ഞാൽ പിന്നെ ആരും നിൽക്കൂല. അപ്പൊ ആ രീതിയിൽ 2 കാൻഡൻ ഫെയർ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ലാസ്റ്റിലെ യാത്രകൾ കിട്ടുന്ന രീതിയിൽ. അമല ഇതൊന്ന് നോട്ട് ചെയ്യട്ടെ, ഞാൻ ഇപ്പൊ പറഞ്ഞേ. അമൽ ഓക്കെ. അപ്പൊ അമൽ വിൽ ഡു ദ നീഡ്ഫുൾ. ഷബീർ ഭായ്. ഓക്കെ, താങ്ക് യു. സംസാരിച്ചോളൂ ഷബീർ ഭായ്, പറഞ്ഞോളൂ. പിന്നെ ഞാൻ എന്റെ HR ഹാൻഡിൽ ചെയ്യുന്നത് വൈഫ് തന്നെയാണ്. വൈഫ് തന്നെയാണ്. അപ്പം അവർക്കും കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുമോ, അല്ല എങ്ങനെയാണ്? ഒരു കുഴപ്പമില്ല, കപ്പിൾസ് വരാറുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻവോൾവ് ആണെങ്കിൽ കപ്പിൾസ് വരാറുണ്ട്, ഒരു പ്രശ്നമില്ല. കുട്ടികളെ കൊണ്ടുവരരുത് പ്ലീസ്. ഇല്ല, കുട്ടികളില്ല. കാരണം ഒരുപാട് യാത്ര ചെയ്യാനുള്ളതാണ്, നടക്കാനുള്ളതാണ്. അപ്പം കുട്ടികൾ ശരിക്കും ക്ഷീണിച്ചു പോകും. പിന്നെ നമ്മുടെ ഓവറോൾ ഗ്രൂപ്പിന്റെ ഗതി കുറയും. അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുവരും. വൈഫിനെ കൊണ്ടുവന്നോളൂ, അവർ വളർന്നോട്ടെ. ചിലപ്പോൾ എന്റെ പാർട്ട്ണറും ഉണ്ടാവും, ഇൻഷാ അല്ലാ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെറും കാൻഡൻ ഫെയർ ട്രിപ്പ് അല്ല. ബേസിക്കലി നിങ്ങളുടെ ഒരു സ്വപ്നം ഉണ്ടാവും ഓരോരുത്തരും മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. ആ സ്വപ്നത്തെ ഒന്ന് പരിപോഷിപ്പിച്ച് വലുതാക്കി നമ്മുടെ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും നെറ്റ്വർക്കും ഫണ്ടിങ്ങും ഒക്കെ കൊടുത്ത് അതിനെ നിങ്ങളെ കരക്കെത്തിക്കുക എന്നുള്ള സ്വപ്നം നമുക്കുണ്ട്. അപ്പോൾ അതിലൊരു ലോങ് ടേം പാർട്ട്ണർഷിപ്പിലേക്കുള്ള ഒരു യാത്ര മാത്രമാണിത്. ഇറ്റ്സ് എ വേ ഓഫ് കണക്ടിങ് ഈച്ച് അതർ. ദാറ്റ്സ് ഓൾ. ഇൻഷാ അല്ലാ. പൊളിക്കണം ഇൻഷാ അല്ലാ. ഹലോ. യെസ് പറയൂ, ആരാ സംസാരിക്കണേ? അർഷാദാണോ പേര്? അർഷദ്. നാട്ടിലെവിടെയാ? ഒമാനിലെ സലാലയിലാണ്. നാട്ടിലെവിടെ? കോഴിക്കോട് എവിടെ? പയ്യോളിക്കാരനാണ്. ഓക്കെ, എന്താ പരിപാടി? ഓക്കെ, നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ? നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും മെറ്റീരിയൽസിന്റെ ബ്രാൻഡ് ഉണ്ടോ? അപ്പൊ ആരാന് വേണ്ടി അധ്വാനിക്കുന്നു, അതിന്റെ ചെറിയൊരു അംശം ലാഭം നിങ്ങൾക്ക് കിട്ടുന്നു. പക്ഷെ നിങ്ങളിലൂടെ മറ്റു ബ്രാൻഡുകൾ വളരുന്നു. നിങ്ങളുടെ തടിയും ഊർജവും സമയവും നിങ്ങൾ വേറെ ഏതോ ബ്രാൻഡിനെ വളർത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. കേട്ടോ? 45 years ആയിട്ടുള്ള കമ്പനിയാണ്. ഫാദറിന്റെ ആണ്. ഒരു മാറ്റങ്ങൾ വരുത്തണ്ടേ? അതെ. ഇപ്പം ഒരു വിഷന് പേരൊക്കെ ചോദിച്ചാൽ ഇപ്പം നിലവിലില്ല കമ്പനിക്ക്. ബിക്കോസ് അതൊരു പഴയ സ്റ്റൈൽ റൺ ചെയ്യുന്ന കമ്പനിയാണ്. ഓൾറെഡി 45 കൊല്ലമായി. കുഴപ്പമില്ല, ബിസിനസ് ഒക്കെ നല്ലോണം പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ഗോയിങ് ഗുഡ്. അപ്പോ ഞാൻ ചോദിച്ചാല് ഇപ്പൊ ഒരു വിഷന് പ്ലാന് കാര്യമൊന്നുമില്ല. അപ്പൊ ഞാന് കാൻഡൻ ഫെയറിൽ വന്നാല് എനിക്ക് അവിടെ വന്നത് കൊണ്ട് ഒരു വിഷന് ഐഡിയാസ് ലൈക്ക് ഒരു എക്സ്പ്ലോർ
അവിടെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ഒരാശയം വരിക അതിനുള്ളൊരു സ്കോപ്പ് ഉണ്ടോ? ഉദാഹരണം പറഞ്ഞാല് ചേഞ്ചസ് വരാനുള്ള ഞാൻ ഇന്നലെ ഹമീദ് ഭായി ആയിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. സൗദിയിൽ തബൂക്ക് ഇവിടെ യംബു സൈഡിലുള്ള ഹമീദ് ഭായി ഞങ്ങളുടെ കൂടെ മുപ്പര് ട്രേഡിങ്ങാണ് കാര്യമായിട്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ചൈനയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു എന്തൊക്കെ ഹമീദ് ഭായി വിശേഷം, ചൈനയിലൊക്കെ പോയി വന്നിട്ട്. അപ്പോൾ മുപ്പര് പറഞ്ഞ് ഞാൻ ബേസിക്കലി ഒരു എക്സ്പ്ലോറേഷൻ ട്രിപ്പിന് വേണ്ടി വന്നതാണ്, എൻ്റെ ബിസിനസ് ടോപ്പാണ് എന്നുള്ളതായിരുന്നു എൻ്റെ വിചാരം. പക്ഷെ അവിടെ വന്നപ്പോൾ നമ്മൾ കുറേ ആളുകളെ പരിചയപ്പെട്ടു, കുറേ ചർച്ചകൾ നടത്തി, കുറേ ക്ലാസ്സുകൾ കേട്ടു, കുറേ പ്രൊഡക്റ്റുകൾ കണ്ടു, ചൈന കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അടിസ്ഥാനം മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. എൻ്റെ ബിസിനസ്സിൻ്റെ എൻ്റെ കഴിഞ്ഞ 15-20 വർഷത്തെ ചരിത്രത്തിൽ എനിക്കുണ്ടായ എല്ലാ പാകപ്പിഴവുകളും ഞാൻ കാണുന്നത് എൻ്റെ പാർട്ട്ണർ എന്നെ പറ്റിച്ചു എന്നുള്ളതാണ്. അങ്ങനെയല്ല, എൻ്റെ അടിസ്ഥാനങ്ങളിലുള്ള പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്നുള്ളതും. അങ്ങനെ അയാൾ ബേസിക് കമ്പനി സ്ട്രക്ചർ, കമ്പനി പാർട്ട്ണർഷിപ്പ്, കമ്പനി അഗ്രിമെൻറ്റ്, കമ്പനി ഫോർമേഷൻ, അങ്ങനെ കുറേ അടിസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്ത് അവിടെ അങ്ങോട്ട് റെഡിയാക്കി എടുത്തെന്ന് പറഞ്ഞു. അയാൾ തിരിച്ചറിയാണ് അയാളുടെ പ്രശ്നങ്ങൾ എവിടേക്കാന്നുള്ളത്. ഇനി അടുത്തത് മൂപ്പര് പറഞ്ഞു ഞാൻ ഒരു ബ്രാൻഡ് ഉണ്ടാക്കാം. ഇനി അടുത്തത് ഞാൻ അന്ന് ചൈനയിൽ വന്നപ്പോൾ കുറേ പ്രൊഡക്റ്റ് കണ്ടെങ്കിലും ഒരു ബ്രാൻഡ് ഉണ്ടാക്കി ഒരു വിഷൻ സെറ്റ് ചെയ്യാനുള്ള ഒരു കമ്പനി തന്നെ എനിക്കില്ല എന്നുള്ളതായിരുന്നു എൻ്റെ തിരിച്ചറിവ്. ഞാൻ ആ ചൈന കഴിഞ്ഞ് വന്നിട്ട് സത്യത്തിൽ എൻ്റെ കമ്പനിയെ സിസ്റ്റമാറ്റിക് ആക്കിയിട്ട് എൻ്റെ അടിസ്ഥാനങ്ങൾ റെഡിയാക്കിയിട്ട് ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു കമ്പനിയിലേക്ക് ഞാനിപ്പോൾ വന്നിട്ടുണ്ട്. ഇനി മുമ്പ് ഇപ്പോൾ ഈ കാൻഡൻ ഫെയർ വീണ്ടും വരുന്നുണ്ട്, പ്രോപ്പർലി പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും ബ്രാൻഡ് ചെയ്യാനും വേണ്ടിയിട്ട്. പറഞ്ഞു വരുന്നത്, എന്നിൽ നിന്നും അവിടെ വരുന്ന 10-200 ആളുകളിൽ നിന്നും ആ ചൈനയുടെ കാൻഡൻ ഫെയർ എക്സ്പ്ലോറേഷനിൽ നിന്നും നിങ്ങൾക്ക് ഇന്നത് കിട്ടും എന്ന് നമ്മളിപ്പം വിലയിരുത്തണ്ട. നമുക്കൊരു ഓപ്പൺ എക്സ്പ്ലോറേഷനിൽ പോവാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഇതുവരെ വളർന്നതിനേക്കാളും 10 ഇരട്ടി വളരാനുള്ള ഊർജവും സിസ്റ്റവും പീപ്പിളും റിസോഴ്സസും നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. ഞാൻ പലപ്പോഴായിട്ട് ഈ ഓട്ടോക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, ആശയങ്ങളും ഐഡിയകളും എന്താ പറയുക ആക്ഷനിൽ വരാത്തതാണ് പ്രശ്നം. ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആയിരിക്കും പ്രശ്നം, ചിലപ്പോൾ നിങ്ങളുടെ ലേസിനെസ് ആയിരിക്കും പ്രശ്നം, ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകളായിരിക്കും പ്രശ്നം. എവിടെ മാറ്റം വരുത്തേണ്ടി നമുക്ക് പഠിക്കാം. പിന്നെ ഞാൻ ഈ അടുത്തൊരു ചൈനയിൽ ഒരു കമ്പനിയായിട്ട് കുറച്ച് അഡ്വാൻസ് ആയിട്ട് പോയതാണ്. പിന്നെ ലാബിലിങ്ങിന്റെ ഡിസൈനിലൊക്കെ വരും, പിന്നെ അത് ലേറ്റ് ആക്കി. അപ്പൊ പിന്നെ അത് അവിടെ ഹോൾഡായി. അപ്പൊ അതൊക്കെ നമുക്ക് അവിടെ പോയാൽ ഈ കമ്പനിനെ ഒന്നും കൂടി സ്റ്റാൻഡ് ചെയ്യാൻ ഇതൊക്കെ പറ്റുമോ? ഇൻഷാ അല്ലാ. വേണമെങ്കിൽ നിങ്ങൾ ഏത് ഫേസിലേക്കാണ് നിങ്ങൾ വരുന്നത്? ഞാന് എന്താന്ന് വെച്ചാല് ഈ ഫുഡ് കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ തേർഡ് ഫേസിലാണ് വരുന്നത്. അപ്പൊ തേർഡ് ഫേസിൽ വരുമ്പം അതിന്റെ ഒരു 2 ദിവസം 3 ദിവസം മുമ്പ് വരും നിങ്ങൾ. എന്നാലും നമുക്ക് കുറച്ച് ദിവസം ഫ്രീ കിട്ടുമല്ലോ, ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും കൂടി. മറ്റേ നമ്മൾ ആ ഒരു 5-6 ദിവസം നമ്മൾ ഭയങ്കര പാക്ഡ് ആയിരിക്കും. അപ്പം ഞാൻ പറയണേ, ഔട്ട് ഓഫ് ദ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ശേഷമോ മുമ്പോ ഒരു 2 ദിവസം ഫ്രീ ആക്കിയിട്ടേ അവിടെ ടിക്കറ്റ് എടുക്കുമ്പോഴേ. എന്നാൽ നമുക്കൊരു ഔട്ട് ഓഫ് ദ കാൻഡൻ ഫെയർ ഏതായാലും ചൈനയിൽ പോകാനുള്ള ടിക്കറ്റും വിസ എടുത്തിട്ട്. സലാല മാർക്കറ്റ് വളരെ ചെറിയൊരു മാർക്കറ്റാണ്, ഒരു 2 ലക്ഷം ആൾക്കാരെ ഇവിടെ ആകെ ഉള്ളൂ. യെസ്, ഒമാനിൽ മൊത്തം 30-40 ലക്ഷം ആൾക്കാരെ ഉള്ളൂ. വളരെ ചെറിയൊരു എന്താ പറയാ മാർക്കറ്റ് കൂടാണ്. യെസ്, അപ്പൊ അതൊക്കെയാണ് ബാക്കോട്ട് അടിക്കുന്നത് ഓൺ പ്ലാൻസ് ചെയ്യാനുള്ള. അതിനുമായി നിങ്ങൾ സലാലയിൽ മാത്രമേ ബിസിനസ് ചെയ്യാവൂ, ഒമാനിൽ മാത്രമേ ബിസിനസ് ചെയ്യാവൂ, അതിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് നിങ്ങളോട് പഠിച്ചോൻ പറഞ്ഞതാ? അതാണ് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടത് ഗ്രോ ചെയ്യാണ്ടായി പോകുന്നുള്ളത്. നിങ്ങൾ ആദ്യമേ പേടിക്കുക എൻ്റെ ഗ്രോ ചെയ്യാണ്ടായി പോകുമോ എന്നുള്ളത്. ആദ്യമായിട്ട് പേടിച്ചളിയാ. നിങ്ങളെ മൈൻഡിൽ കുറേ വർക്ക് ചെയ്യാണ്ട് നമുക്ക് ശരിയാക്കാം. ഞാൻ ഒരു സ്ക്രൂ ഡ്രൈവറായിട്ട് വരാം, അതൊന്ന് ഊരിയിട്ടൊന്ന് വെള്ളം അടിച്ച് കഴുകിയിട്ട് ഒന്ന് ഫിറ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾ ആദ്യം ഇതിൽ പറഞ്ഞൊരു കാര്യമാണ് എന്റെ പ്രശ്നം. കാരണം ഐഡിയാസ് പെട്ടെന്ന് കുറച്ച് ദിവസം അത് ചെയ്യാം, അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യും. മൾട്ടിപ്പിൾ ബിസിനസ് എല്ലാം ക്ലോസ് ചെയ്തു, എവിടെ എത്തൂല. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഐസ്ക്രീമിന്റെ ഒരു ചെയിൻ ഉണ്ടായിരുന്നു, അത് ക്ലോസ് ചെയ്തല്ലോ. 3-4 ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു, അത് ക്ലോസ് ചെയ്തു. സൂപ്പർ മാർക്കറ്റ് ക്ലോസ് ചെയ്തു, ക്ലോസ് ചെയ്തു. ഈ പവർ ഓഫ് ബംഗ്ലാ നല്ലൊരു ഉദാഹരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിലുള്ള കുറേ ഉദാഹരണങ്ങളിൽപ്പെട്ട. ഇപ്പോൾ ഞാനൊരു 1000 ആളെ കണ്ടാൽ അതിൽ 800 ആക്കും ഈ പ്രശ്നമുണ്ട് കേട്ടോ. 1000 ആളെ കണ്ടാൽ അതിൽ 800 ആക്കും ഈ പ്രശ്നമുണ്ട്. ഐഡിയകളിൽ നിന്നും ഐഡിയകളിലേക്ക് ചാടുന്നവൻ്റെ ഫെയ്റ്റ് അല്ലെങ്കിൽ ആക്കിബത്ത്, അതിൻ്റെ എൻഡിങ് വളരെ മോശമായിരിക്കും. എന്തുകൊണ്ട് വെച്ചാൽ അയാൾ ജീവിതത്തിൻ്റെ 40 വർഷത്തെ കഠിനാധ്വാനം എടുത്തു നോക്കുമ്പം അയാൾ വട്ടപൂജയായിരിക്കും.
ലാസ്റ്റ് നേരെ മറിച്ച് ഒരു സാധനത്തിൽ ഉറച്ചു നിന്നവന് ഒരു 20 വർഷത്തെ അധ്വാനം എടുത്ത് നോക്കിയാൽ അയാൾ ഭയങ്കര സംഭവമായിരിക്കും. നേരെ മറിച്ച് അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ വിയർപ്പിൻ്റെ അല്ലെങ്കിൽ നമ്പർ ഓഫ് അവേഴ്സ് വർക്ക്ഡിൻ്റെ അല്ലെങ്കിൽ എഫേർട്ടിൻ്റെ അളവെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പല ബിസിനസ്സിലും കൈയിട്ടവനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറയല്ലേ കഴുതപ്പണി എടുത്തിട്ടുള്ളത്, അധ്വാനം. പക്ഷെ അവൻ സ്മാർട്ട് അല്ലാത്തതുകൊണ്ടും അവൻ വെൽ ഫോക്കസ്ഡ് അല്ലാത്തതുകൊണ്ടും അവൻ അധ്വാനം കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിലും കുറഞ്ഞ അധ്വാനം കുറഞ്ഞ കാലം കൊണ്ട് ചെയ്ത സ്മാർട്ട് പീപ്പിളിൻ്റെ അത്രയും ഉയരത്തിൽ അവൻ എത്തില്ല. ഞങ്ങളെ കുറ്റപ്പെടുത്തല്ല, ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഒരു വിഷൻ സെറ്റ് ചെയ്താൽ അടുത്ത 5-10 വർഷം അതിൻ്റെ പിന്നാലെ പിടിച്ചാൽ നിങ്ങളെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു അർത്ഥം ഉണ്ടാക്കാൻ. അങ്ങനെ വേണമല്ലോ, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ദുനിയാവിൽ ചെയ്തു വെച്ചാൽ നമുക്കൊരു ഒരു 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 ബാക്കി വേണ്ടേ, ഒരു സാധനം, നമ്മൾ അടയാളം, ആ അടയാളം ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. അതിന് ഇനിയും സമയമുണ്ട്, നിങ്ങൾ ബേജാറാവില്ലേ. യു ആർ ഓൺ റൈറ്റ് ട്രാക്ക്. ഇൻഷാ അല്ലാ അദ്ദേഹത്തോട് എൻ്റെ സലാം പറയൂ, നമുക്ക് കാണാം, സംസാരിക്കാം. ഹലോ. ഇപ്പോ ഞാൻ ഈ ഫീൽഡാണ്, പിന്നെ സുഹൃത്ത് റേഡിയേറ്റർ ഫീൽഡാണ്. അതായത് റേഡിയേറ്റർ മാനുഫാക്ചറിങ്ങും പിന്നെ റേഡിയേറ്റർ സർവീസിങ് ആ ഒരു ബിസിനസ് ആണ് അവര്. ഫേസ് 1. അപ്പൊ അയാൾ നിങ്ങളും നമ്മളിപ്പം കമ്പനി അടിക്കാനും ചായ അടിക്കാനൊന്നും പോകല്ലോ. മൂപ്പര് ഫേസ് 1 വന്നോട്ടെ, നിങ്ങൾ ഫേസ് 2 ഹാഫിൽ വന്നോളി. മൂപ്പരെ പണിയെടുക്കട്ടെ, മൂപ്പർക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുത്തോളാം. നിങ്ങളെ ടൈമിന് വരി, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു. രണ്ടാളും ഒരുമിച്ച് തന്നെ ഫ്ലൈ ചെയ്യണമെന്ന് ഒരു കാര്യമില്ലല്ലോ. എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. രണ്ടാൾക്കും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് ഞാൻ ഒമാനിൽ വരുമ്പോൾ ഒരു ചായ കുടിച്ച് നമുക്ക് 3 സെലിബ്രേറ്റ് ചെയ്യാം ഇൻഷാ അല്ലാ. അതിൻ്റെ ഇടയ്ക്ക് 2 കാര്യങ്ങൾ. ഒന്ന്, അലക്സ് പറഞ്ഞു നമുക്ക് അവിടെ ഓഫീസ് ഉണ്ടോ, സെറ്റാക്കി തരോ. യെസ് അലക്സ്, വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാം കേട്ടോ. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനും ആ കമ്പനീൻ്റെ എന്തിനു പറയുക ഒത്തൻറ്റിസിറ്റി ചെക്ക് ചെയ്യാനും അത് കൊറിയർ ചെയ്യാനും അല്ലെങ്കിൽ ഷിപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ ചെയ്തു തരാം. രജീഷ ശീശാൻ പറയൂ. രജീഷ നമസ്കാരം. പറയൂ. നമസ്കാരം. ശീശൻ പറയൂ. ദുബൈയിലാണ്. എവിടെയാ, നാട്ടിലെവിടെയാ സ്ഥലം ശീശൻ? നാട്ടിൽ കണ്ണൂരാണ്. ഇപ്പോ ഒരു ലാസ്റ്റ് ഒരു 3 years ആയിട്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. എന്താ പരിപാടി? IT ആയിരുന്നു പ്രൊഫഷൻ. ബട്ട് ഞാൻ തുടങ്ങിയത് എന്താന്ന് വെച്ചാൽ ഒരു എക്കോ ഫ്രണ്ട്ലി ബാഗ്സിന്റെ ഒരു കോൺസെപ്റ്റിലാണ് തുടങ്ങിയത്. നേരത്തെ നമുക്കൊരു ബിസിനസ് നാട്ടില് പാർക്കിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജൂട്ട് ബാഗ് അങ്ങനെയുള്ളതായിരുന്നു തുടങ്ങിയത്. അപ്പൊ നിലവിൽ ഇവിടെ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. പിന്നെ 1 വർഷത്തോളം ഞങ്ങൾ അത് ചെയ്തു. പിന്നെ പിന്നെ എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സിലേക്ക് കുറച്ച് കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് പിന്നെ ഹോട്ടൽസ് അങ്ങനെയൊക്കെ കുറച്ച് കസ്റ്റമേഴ്സ് കിട്ടി. അപ്പൊ കുറച്ചുകൂടി നമ്മൾ ഡൈവേഴ്സ് ചെയ്ത് ലൈക്ക് ഹോട്ടൽ അമ്യൂണിറ്റീസ് ചെയ്തു, കോർപ്പറേറ്റ് ഗിഫ്റ്റ്സ് അതിന്റെ കൂടെ ചെയ്തു. അപ്പൊ ബാഗ് മാറി നമ്മൾ കുറച്ച് കോർപ്പറേറ്റ് ഗിഫ്റ്റ്സ് ഉണ്ട്, പിന്നെ ഹോട്ടൽ അമ്യൂണിറ്റീസ് ഉണ്ട്. ലൈക്ക് അത് മാരിയോട്ട് അങ്ങനെയുള്ള കുറച്ച് ഹോട്ടൽസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ ചൈന തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങി. സ്ലിപ്പേഴ്സ് ചെയ്ത് തുടങ്ങി, അതുപോലെ വോയിസ്. പിന്നെ ഒരു ബ്രാൻഡ് ഉണ്ടോ അല്ലെങ്കിൽ വൈറ്റിലെ വെറുതെ ഒരു ഇതാണോ, പ്രൊഡക്റ്റ് ആണോ? ഇല്ല, നിലവിൽ ബ്രാൻഡ് ഇല്ല. കമ്പനിന്റെ പേര് എക്കോച്ചിക് ട്രേഡിംഗ് LLC. ആ ഒരു എക്കോച്ചിക് എന്നുള്ള ബ്രാൻഡ് അതുപാട്ടേക്ക് നമുക്ക് കുറച്ചുകൂടി ആ ഇത് ചെയ്യാം. അപ്പം നമ്മള് ശരിക്കും നിലവില് ബ്രാൻഡ് അവർക്ക് അവരെ ബ്രാൻഡിലാണ് നമ്മൾ ചെയ്തു കൊടുക്കണ്ട, കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുവാണല്ലോ വേണ്ടത്. അതെ. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഫാബ്രിക് തന്നെ ഒരു പ്രത്യേക ലെവലിലുള്ള ഫാബ്രിക്കിന്റെ ഒരു പരിപാടി നാട്ടിൽ തന്നെ മിൽസ് തന്നെ ഡയറക്റ്റ് അങ്ങനെ ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ട്. ഒന്ന് അടുത്ത പ്ലാന്. പിന്നെ ഉള്ളത് ഈ നിലവിലുള്ള ഈ ഹോട്ടലിന്റെ അമ്യൂണിറ്റീസ് നമ്മൾ കുറച്ചുകൂടി അവിടെ പോയി എന്തൊക്കെയാണ് മെയിനായിട്ട് മാനുഫാക്ചറർ അല്ലെങ്കിൽ സപ്ലൈർ കണ്ടെത്തിയിട്ട് ചെയ്യുന്നു. നിലവിൽ പക്ഷെ ഓക്കെയാണ്. എനിക്ക് ഒരു 2-3 സപ്ലൈസ് ഉണ്ട് ചൈനയിലെ. ഇവരായിട്ട് എനിക്ക് ഓക്കെയാണ്. ബാക്കി എല്ലാ കേസിലും ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ. മേ ബി ഈ വർഷമാണ് കാര്യം ചെയ്യാൻ തുടങ്ങിയത്. മേ ബി ഒരു
3-4 കണ്ടെയ്നർ അങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സ്ലിപ്പർ പിന്നെ അതുപോലെ അതർ എമിനിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചില സാധനങ്ങൾ തന്നെ ദുബായിൽ തന്നെ എടുത്തു കൊടുക്കും. ഈവൻ കോർപ്പറേറ്റ് ഗിഫ്റ്റ്സ്, ബോട്ടിൽസ് അങ്ങനെയൊക്കെ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചൈനയിൽ. അതൊക്കെ സക്സസ് ആയിരുന്നു. നല്ല നല്ല സപ്ലയറും ആയിരുന്നു. അപ്പൊ നിങ്ങളൊരു ബ്രാൻഡ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ബ്രാൻഡ്? എങ്ങനെ? ഒരു ബ്രാൻഡ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ്? കോർപ്പറേറ്റ് ഗിഫ്റ്റ്സ് മെയിൻ ആയിട്ട്. വെരി ഗുഡ്. നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യും, നമുക്ക് ഇരുന്ന് സംസാരിക്കാം ബസ് എന്നൊക്കെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നിങ്ങളുടെ ബിസിനസ് മോഡൽ ഒന്നുകൂടി ഞാൻ പഠിക്കട്ടെ. പക്ഷേ നമ്മളിപ്പം ഒരാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ പേരിൽ ഒരു ബ്രഷ് അടിച്ചു കൊടുത്താൽ നമ്മൾ ലോകത്ത് എവിടെ എത്തൂലല്ലോ. അതിൽ നിന്ന് കിട്ടുന്ന 10 പൈസ അല്ലല്ലോ നമ്മുടെ ജീവിതം. ബ്രാൻഡ് എന്ന് പറഞ്ഞൊരു സാധനമാണ് ബിസിനസ്. ബ്രാൻഡ് ഇല്ലാത്ത ബിസിനസ് അല്ല, മറ്റത് വെറും ഉപജീവന മാർഗം മാത്രമാണ്. അപ്പം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്കാണോ വരുന്നത്? കോർപ്പറേറ്റ് ഗിഫ്റ്റ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ phase 2, പിന്നെ മൊത്തം phase 2 തന്നെ വരുന്ന. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ നിർബന്ധമായും phase 2ന്റെ കോർപ്പറേറ്റ് ഗിഫ്റ്റിൽ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും phase 2 + phase 3 അറ്റൻഡ് ചെയ്യണം. ഞാൻ ഉദ്ദേശിക്കുന്ന phase 2 ഫുൾ ആയിട്ട് phase 3 ഒരു ആദ്യത്തെ 3 ദിവസം. യെസ്, അത് മതി. അപ്പൊ എന്റെ കൂടെ എന്റെ 2 സുഹൃത്തുക്കളുണ്ട്. ഒരാള് അഡ്വർടൈസിങ് ഫീൽഡിലുള്ളതാണ്, ആളും പിന്നെ ഒരാള് വെബ് ഡിസൈനിങ്, വെബ്സൈറ്റ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആള്. പിന്നെ ഒരു ഇൻട്രസ്റ്റിന്റെ മുകളിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ഏതാണ്ട് കൺഫേം ആയിട്ടുണ്ട്. അതായത് ആര് വന്നാലും ഞാൻ കണ്ടതിടത്തോളം ഒന്ന് ചൈന എക്സ്പ്ലോർ ചെയ്യണം, 2 നമ്മൾ പോകുന്ന പീപ്പിള്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് നിങ്ങളിലാണ്. ആക്ച്വലി എൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങളിലാണ്. കാരണം നിങ്ങളൊരു 10-200 പേര് ഒരു മാസക്കാലം എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുന്ന എക്സ്പീരിയൻസ് എന്ന് ആലോചിച്ച് നോക്കി. ഞാനൊരു 10 MBA ചെയ്ത പോലെ ആയിരിക്കും. ഭയങ്കര ഒരു പഠനമാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡിന് സംഭവിക്കുന്ന ഒരു വികാസമുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന വികാസമല്ല നമ്മളെ മൈൻഡിന് കിട്ടുക, നമ്മളെ ബിസിനസ്സിനും നമ്മുടെ മൈൻഡിനും കിട്ടുന്ന. അതിലാണ് ഞാൻ നമ്പർ 1 കാണുന്നത്. അത് കഴിഞ്ഞ് ചൈന നമ്മുടെ പ്രൊഡക്റ്റ് കാൻഡൻ ഫെയർ ആളുകളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഗ്രോത്ത് വരും. അത് തിരിച്ചു വരുമ്പോൾ സൗണ്ട് കേൾക്കുന്നില്ലേ? അതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മൾ തിരിച്ചു വരുമ്പം നിർബന്ധമായിട്ടും ഇപ്പോഴുള്ള പോലെ ഒരു സാധാരണക്കാരനായല്ല, ഒരു വലിയ ചിന്തയുള്ള വലിയ പ്ലാനുള്ള മനുഷ്യനായിട്ട് വേണം തിരിച്ചു വരാൻ. ശിഷൻ ഭായ്, അതിനിടയ്ക്ക് സലീം മൂസ പറയൂ. ശിഷൻ ഭായ് തീർത്തോളൂ. ഇത് നമ്മള് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു ഫേസ് കംപ്ലീറ്റ്, പിന്നെ സെക്കൻഡ് ഒരു ഫേസ്. നിങ്ങളുടെ ട്രാവൽ കൺസൾട്ടന്റ് ആരാണ്? പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആണോ പെണ്ണോ? ആൺകുട്ടിയാണ്. ആണാണെങ്കിൽ ഒന്നെങ്കിൽ അമൽ അല്ലെങ്കിൽ ഷിഹാബ് ആയിരിക്കും തോന്നുന്നു. ഓക്കെ. അപ്പം ഞാൻ ഒന്ന് കോർപ്പറേറ്റ് ഗിഫ്റ്റുകൾ ഞങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ ബോട്ടിൽസ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് അതൊക്കെ നമ്മൾ അടിച്ചാ നല്ല ബിസിനസ്സാ. കാരണം നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ലല്ലോ. നമുക്കിപ്പോൾ ഒരു 10,000 പീസ് ഓർഡർ കിട്ടിയിട്ട് അവരോട് 50% അഡ്വാൻസ് വാങ്ങിയിട്ടേ നമ്മൾ ചൈനയിൽ ഓർഡർ കൊടുക്കുന്നുള്ളൂ. ചൈനയിൽ സാധനം അടിച്ച് നേരെ നമ്മൾ അവർക്ക് ഷിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഫുൾ പേയ്മെന്റ് കിട്ടുന്നു. അപ്പൊ ഒരു അറിയാലോ, ഇപ്പൊ ദുബായിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കസ്റ്റമേഴ്സായി എല്ലാവരും ഹറിയാണ്. മേ ബി അവരൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ അവരൊരു പ്രൊജക്ട് അതിന്റെ ഒരു 1 വീക്ക് 2 വീക്ക് ബിഫോർ ആയിട്ട് അവര് കൺഫേം ചെയ്യുന്നത് പടപടി. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇവിടുന്ന് ലോക്കലി സോഴ്സ് ചെയ്യേണ്ട ഒരു ഇതുണ്ടാവും. നമ്മളൊരു മാർജിൻ അവിടുന്ന് ഡയറക്റ്റ് ചെയ്യുന്നതിനേക്കാളും മാർജിന് പ്രശ്നമാണ്. ചില ആൾക്കാരെ സമ്മതിക്കും. ആ സമയത്ത് നമുക്ക് ഓക്കെ ചൈന തന്നെ ഡയറക്റ്റ് ചെയ്താൽ. അല്ല, അതിനെന്താ ചെയ്യേണ്ടത് ശിഷൻ ഭായ്? നമ്മള് കസ്റ്റമറുടെ എന്താ പറയുക ഡിക്റ്റേഷൻ അനുസരിച്ച് നമ്മളെ ബിസിനസ് പ്രോസസ്സിന്റെ ചേഞ്ചസ് വരാൻ പാടില്ല. നമുക്കിപ്പം 10 ക്ലയന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ 2 ക്ലയന്റ് നമുക്ക് 10,000 പീസ് ഓർഡർ തരും, 45 ദിവസം 50 ദിവസത്തോ അല്ലെങ്കിൽ 2 മാസത്തെ ഡെലിവറി ടൈം തരും. അതിൽ 1-2 ക്ലയന്റ് എനിക്ക് നാളെ തന്നെ വേണം എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഈ നാളെ തന്നെ വേണമെന്ന് പറയുന്നവനെ ഒഴിവാക്കി വിടുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബിസിനസ് ചെയ്യില്ല.
അതിന് പകരം മാർക്കറ്റിങ്ങിലൂടെ വേറെ 10 ക്ലയൻറ്റ് പിടിച്ചിട്ട് നമ്മുടെ ടേംസിൽ വർക്ക് ചെയ്യുന്ന റൈറ്റ് ക്ലയൻറ്റിലേക്ക് നിങ്ങൾ എത്തണം. നിങ്ങൾക്ക് 6 മാസം വരെ സമയം തരാൻ പറ്റുന്ന ബിഗ് ജയന്റ് കസ്റ്റമേഴ്സ് ഉണ്ട്, അറിയോ? അടുത്ത വർഷത്തേക്ക് ഈ വർഷം പ്ലാൻ ചെയ്യുന്ന കസ്റ്റമേഴ്സ് മാർക്കറ്റിലുണ്ട്. അത് UAE തന്നെ ആയിക്കോണമെന്നില്ല, GCCയിലാവാം, ആഫ്രിക്കയിലാവാം, യൂറോപ്പിലാകാം. അത്തരം കസ്റ്റമർക്ക് വേണ്ടിയേ വർക്ക് ചെയ്യാവും നിങ്ങൾ. മറ്റേ കസ്റ്റമറോട് ലൈറ്റ് സോറി. അതിന് ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? അത് നിങ്ങളെ മാർക്കറ്റിങ്ങിന്റെ അഭാവമാണ്. മാർക്കറ്റിംഗ് ചെയ്തിട്ട് ഇനഫ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് നിങ്ങളെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് അവർ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ടേംസിനും ഡേയ്സിനും സാധനം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നത്. യെസ്, മാർക്കറ്റിംഗ് സ്ട്രോങ് ആക്കിയിട്ട് ജനറേറ്റ് മോർ കസ്റ്റമേഴ്സ് ആൻഡ് സെർവ് ഓൺലി കസ്റ്റമേഴ്സ് ഹു സെർവ് വിതിൻ യുവർ ടേംസ്, അവരുടെ ടേംസിലല്ല. താങ്ക് യു സലീം മൂസ. അതല്ലാതെ കസ്റ്റമേഴ്സിന്റെ ടേംസിനനുസരിച്ച് ഒരു ബിസിനസിന്റെ പ്രോസസ്സ് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുത്തുവാളെടുത്തു പോകും. സലീം മൂസ കുറെ നേരമായി കൈ പൊന്തിക്കുന്നു. പറയൂ സലീം മൂസ, എവിടുന്നാണ്, ആരാണ്, എന്താണ്? കണ്ണൂരുകാര് പൊതുവെ ഇൻബോൺ, നമ്മള് കാലിക്കറ്റ്, കാപ്പാട്, കണ്ണൂർ, വടകര, ആദാപുരം ഒക്കെ കച്ചവടക്കാരാണ് അല്ലെ? കാസർഗോഡ്. അടിപൊളി. അപ്പം പ്രൗഡ് കണ്ണൂരിയൻ. പറയൂ, എന്താ പരിപാടി? ഞാനിവിടെ വാച്ചിന്റെ ഹോൾസെയിൽ ബിസിനസ് ആണ്. വെരി ഗുഡ്. നോർമൽ വാച്ച് ആൻഡ് സ്മാർട്ട് വാച്ച്. എവിടുന്നാ നിങ്ങൾ എടുക്കണേ? സ്മാർട്ട് വാച്ചിലേക്ക് മാറുകയാണ്. എവിടുന്നാ നിങ്ങൾ എടുക്കണേ? ചൈനയിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 50% ചൈന, 50% മാർക്കറ്റ്, ലോക്കൽ മാർക്കറ്റ്. ചൈനയിൽ നിങ്ങൾ പോകാറുണ്ടോ അല്ലെങ്കിൽ ഇതിൽ ഓർഡർ ചെയ്യോ ഓൺലൈനില്? അല്ല, ഒരു 10-15 വർഷമായിട്ട് പോകാറുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു വർഷം 1.5 വർഷം കഴിയുമ്പോൾ പോകുന്നു. മുമ്പെല്ലാം 6 മാസം പോക്കുണ്ടായിരുന്നു. കാനൺ ഫെയറിൽ വരാൻ കാരണം നിങ്ങളെ ടീമിന്റെ കൂടെ ഒന്ന് ചേരാനുള്ളതാണ് മെയിൻ. ഏതായാലും നിങ്ങൾ നിങ്ങളെ ക്ലാസ് കേൾക്കാറുണ്ട്. പക്ഷെ ഇന്നലെ ഒരു ക്ലാസ് കേട്ടപ്പോ രാവിലെ ഒരു മോട്ടിവേഷൻ അടിച്ചപ്പോ നിങ്ങളെ കണ്ടത്. അപ്പൊ മാത്രമല്ല അതിൽ കുറെ ഞാനായിട്ട് ബന്ധപ്പെട്ട സാമ്യമുള്ള കുറെ കഥകൾ നിങ്ങൾ പറഞ്ഞു. അപ്പൊ അതാണ് ഇന്ന് ജോയിൻ ചെയ്യാൻ കാരണം. വെരി ഗുഡ്. അപ്പം വാച്ചിൽ മാത്രം ഉറച്ചു നിൽക്കുന്നോ അതല്ലെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞ പോലെ ചാട്ടക്കാരനാണോ? അല്ല, വാച്ചിൽ തന്നെയായിരുന്നു ഇതുവരെ, വാച്ചിൽ തന്നെയാണ്. പക്ഷെ ഈ വാച്ചിന്റെ എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ട് വേറെ എന്തെങ്കിലും ഒന്നും നോക്കണമെന്നല്ല ഉണ്ട് ഇപ്പൊ. 2 ചോദ്യം. വാച്ചിൽ നിങ്ങൾക്കൊരു ബ്രാൻഡ് ഉണ്ടോ? ഉണ്ട്. വാച്ചിൽ എനിക്ക് ആദ്യം മീൻസ് നമ്മളൊരു 10-12 വർഷത്തോളം, 25 വർഷമായി ഇവിടെ, 18 വർഷത്തോളം നമ്മൾ പാർട്ട്നേഴ്സ് ബിസിനസ് ആയിരുന്നു. അന്നേരം 2-3 ബ്രാൻഡ് ഉണ്ടായിരുന്നു. ആ ഒരു ഇത് ഇപ്പൊ ഒരു 7 വർഷത്തോളമായി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്. സ്മാക്കർ അറിയാം നിങ്ങൾക്ക്? സ്മാക്കർ വാച്ച് പോയിന്റ് കേട്ടിട്ടുണ്ട്. സ്മാക്കർ ഇല്ല. സ്മാക്കർ വൺ ഓഫ് ദ ബ്രാൻഡാ. ഏതായാലും നിങ്ങളെ ഫീൽഡിൽ ഇൻ ഡെപ്ത് എക്സ്പെർട്ടൈസ് ഉള്ള കുറെ ക്ലയൻസ് എനിക്കുണ്ട്. അതായത് 2 ചോദ്യം. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ വാച്ച് ഉണ്ടോ നിങ്ങളുടെ ബ്രാൻഡിൽ? 2, നിങ്ങൾക്ക് റീറ്റെയിൽ ചെയിൻ ഉണ്ടോ? വാച്ചുകളുടെ റീറ്റെയിൽ ചെയിൻ ഉണ്ടോ നിങ്ങൾക്ക്? ആദ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഹോൾസെയിൽ മാത്രമാണ് ഇപ്പൊ. അത് എന്താണ് റീറ്റെയിൽ ഞങ്ങൾക്ക് ഇപ്പൊ അടുത്ത് റീസെന്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്കത് ഹോൾസെയിൽ തന്നെ ഇതായതുകൊണ്ട് റീറ്റെയിൽ പിന്നെ വേണ്ട പോലെ അങ്ങ് ശരിയാകുന്നില്ല. കാരണം ഞങ്ങൾ വാച്ച് പോയിന്റ് ഒരു 50 റീറ്റെയിൽ ഔട്ട്ലെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാ മാളുകളിലും നമ്മൾ കാര്യമായിട്ട് ബ്രാൻഡിങ്ങും എക്സ്പീരിയൻസ് സെന്ററുമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സെയിൽസും നടക്കാറുണ്ട്, ചെറിയ ഇൻവെസ്റ്റ്മെന്റ് വരാറുള്ളൂ. ആ ഒരു റീറ്റെയിലിങ്ങിന്, വാച്ചിന്റെ റീറ്റെയിലിങ്ങിന് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. ഹോൾസെയിലിങ്ങിന് പ്രോഫിറ്റബിലിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾ വളരുന്നില്ല. അപ്പോൾ വാച്ചിന്റെ റീറ്റെയിലിങ്ങിന് ഒന്നുകൂടി വർക്ക് ചെയ്യാണ്. നമുക്ക് ചർച്ച ചെയ്യാം കാണുമ്പോൾ. അത് നിങ്ങൾ ചെയ്തത് പരാജയപ്പെട്ടു അതിന്റെ അർത്ഥം അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടായിരിക്കും. അത് വേറൊരു വഴി ഉണ്ടാവും. നമുക്ക് നോക്കാം, പഠിക്കാം. പക്ഷെ വാച്ചിന്റെ റീറ്റെയിലിംഗ് നിങ്ങൾ ചെയ്യണം. ഒരു ഉദാഹരണം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ 100 റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അത് നിങ്ങളുടെ വാച്ച് ട്രേഡിങ്ങിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാം? നമ്മുടെ സാധനങ്ങൾ കൂടുതൽ പിന്നെ വെക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ പുറത്ത് ക്രെഡിറ്റ് കൊടുക്കുന്നതും നിങ്ങളുടെ ഷോപ്പിൽ പോയി കൊണ്ടുപോയി വെക്കുന്നതും തമ്മിൽ എന്താ മാറ്റം? നല്ല മാറ്റം ഉണ്ടാവും. നമ്മൾ എടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ പറഞ്ഞ ഈ വാച്ചിന്റെ കൗണ്ടറിലുള്ള ഒരു ദുബായിലുള്ള ഏകദേശം ഒരു 70% ആൾക്കാർ നമ്മൾ എടുക്കുന്നുണ്ടാവുന്ന വിശ്വാസം. അങ്ങനെ 100 ഔട്ട്ലെറ്റ്സ് ഒക്കെ ചെയ്ത ടീം നമ്മളുടെ ഉണ്ട്. റീറ്റെയിലിംഗ് ചെറിയ കിയോസ്ക് മതി, അല്ലെങ്കിൽ ഒരു സ്മോൾ ലെസ് ദാൻ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ചെറിയ സാധനം മതി. പക്ഷെ ഇറ്റ് മേക്സ് നമ്മുടെ ഹോൾസെയിലേഴ്സിനെ സംബന്ധിച്ചോളം ആ ബ്രാൻഡ് ഉണ്ടല്ലോ, നമ്മുടെ റീറ്റെയിൽ ബ്രാൻഡ്.
ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ലുലുവിലേക്ക് നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു മാസത്തിൽ വരുന്ന 1 മില്യൺ കസ്റ്റമേഴ്സ് നമ്മുടെ ആ ഒരു റീറ്റെയിൽ ചെയിനിന്റെ കിയോസ്ക് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? 1 മില്യൺ കസ്റ്റമേഴ്സ് ഡെയിലി നമ്മളെ മുമ്പ് കൂടെ അങ്ങനെ നടന്നു പോവാണല്ലോ. എന്നിട്ട് അവർ നോക്കാൻ വരുമ്പോൾ മുമ്പിൽ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന വാച്ചിന്റെ ബ്രാൻഡുകളൊക്കെ നമ്മളെ ബ്രാൻഡുകളാണെങ്കിലോ നമുക്ക് വർക്ക് ചെയ്യാം. ഏതായാലും നിങ്ങൾ കുറെ വർഷമായി ഈ ഏരിയയിൽ നിങ്ങൾക്ക് എക്സ്പെർട്ടീസ് ഉണ്ട്, പക്ഷെ അതിന് ബിസിനസ് എക്സ്പാൻഷൻ എക്സ്പെർട്ടീസ് ഇല്ലാതെ പോയി അല്ലേ? വർക്ക് ചെയ്യാം. നമുക്ക് ഇപ്പം ഈ ബ്രാൻഡിന്റെ ഇപ്പം ഈ സ്മാർട്ട് വാച്ചിലൊക്കെ വിഷയം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നക്കാരുണ്ടല്ലോ ഇവിടെ കട്ടക്ക് നിൽക്കാൻ. അവര് നമ്മൾ ഓർഡർ ചെയ്തിട്ട് സാധനം വരുമ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രൈസ് കുറച്ചിട്ട് കൊടുക്കും. ബ്രാൻഡ് ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അതേപോലത്തെ സാധനം കൊണ്ടുവന്നാൽ നമുക്ക് വിൽക്കാൻ പറ്റില്ല. ഇവിടുന്ന് ഈ മാർക്കറ്റിലെ ഇത് അവസ്ഥ തന്നെയാണ്. ചെറിയ ഫിൽസ് ടു ഫിൽസ് ഇഞ്ചോടിഞ്ച് കളി എന്ന് പറഞ്ഞിട്ട് കേസാണ്. വാച്ചിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനോട് അലൈൻഡ് ആയിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻസ് ഉണ്ടാവും വാച്ചിന്റെ കൂടെ. അതെന്താന്നുള്ള അതേ ഷോപ്പിൽ വിൽക്കാൻ പറ്റിയ, അതേ കസ്റ്റമർക്ക് വിൽക്കാൻ പറ്റിയ, അതിനോട് അലൈൻഡ് ആയിട്ടുള്ള ചില പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. അതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ചിലപ്പോൾ ഹെൽത്ത് പ്രൊഡക്റ്റ് ആയിരിക്കും, ചിലപ്പം ബ്ലഡ് പ്രഷർ മോണിറ്ററിങ് ആയിരിക്കും, പല സംഭവങ്ങളുണ്ടാവും. അത് അലൈൻഡ് ചെയ്യാൻ പറ്റില്ല. ആ മരത്തോട് ചേർന്ന് നിൽക്കുന്ന ബ്രാഞ്ചുകൾ ഉണ്ടാവും, അതേ കസ്റ്റമർക്ക് വിൽക്കാൻ പറ്റിയ. ഒരു മാസമായിട്ട് ഞാനിപ്പോ പിന്നെ ഈ എക്സസറീസ് മാർക്കറ്റിൽ മീൻസ് മൊബൈൽ എക്സസറീസ് വാച്ച് ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ അലൈൻ ചെയ്യുന്നുണ്ട്. അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ചൊരു എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ട്. അപ്പൊ അവിടെ ഭയങ്കര കോമ്പറ്റീഷനാണ്. നമ്മുടെ ബ്രാൻഡ് മാത്രമല്ല, അവിടെ വാച്ച് ഉദ്ദേശിച്ചിട്ട് തുടങ്ങിയെങ്കിലും അവിടെ വാച്ച് അല്ല കൂടുതൽ പോകുന്നത്, മറ്റുള്ള സാധനങ്ങളാണ്. പക്ഷെ അതൊക്കെ പ്രോഫിറ്റബിൾ അല്ല. പക്ഷെ നല്ലൊരു സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ അവിടെ എന്താക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പുലി പട്ടിണി കിടന്ന് ചത്താലും പുല്ലൊന്നുമില്ല. പുലി പട്ടിണി കിടന്ന് ചത്താലും പുല്ല് തിന്നൂല. ഒരു ബിസിനസ്സുകാരൻ പട്ടിണി കിടന്ന് ചത്താലും അവന്റെ വിഷനിൽ നിന്നും മിഷനിൽ നിന്നും ഒരനക്കം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പാടില്ല. അതാണല്ലോ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പം വാച്ച് കച്ചവടക്കാരനായ നിങ്ങൾ മൊബൈൽ കച്ചവടത്തിന് പോകാൻ പാടില്ല. എത്ര പട്ടിണി കിടന്നാലും അതിന് വേറെ സ്ട്രാറ്റജി കാണണം. വർക്ക് ചെയ്യാം. മൊബൈൽ അക്സസറീസ് നിങ്ങളെ ഏരിയ ആണെന്നുള്ള നമ്മൾ പഠിക്കാം ഇൻഷാ അല്ലാ. അപ്പൊ നമുക്ക് കാണാം, അടുത്തിടപഴകാം, സംസാരിക്കാം, വേണ്ട ഹെൽപ്പും സപ്പോർട്ടൊക്കെ തരാം. പരിചയപ്പെട്ടതിൽ സന്തോഷം സലീം സാഹിബേ. താങ്ക് യു. അടുത്ത ആരാണ്? സംസാരിച്ചോളൂ. ഇസ്ലാം പറയൂ. സൂം യൂസർ എന്ന് പറഞ്ഞോണ്ട് നിങ്ങളെ പേര് ആദ്യം പറയുന്നത്. എന്റെ പേര് മുസ്തഫാനാണ്. ഞാൻ അജ്മാലിലാണ്. ഓക്കെ. അപ്പം നമ്മളെ ഷോപ്പുകൾ കാസർഗോഡാ നാട്? എന്താ പരിപാടി അവിടെ? ഞാനിവിടെ ഷിപ്പ് ചാനലിംഗ് കമ്പനി നടത്താണ്. എന്താണ് ഷിപ്പ് ചാനലർ? അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. സാധനം പറയൂ. ഷിപ്പ് ചാനലർ പറഞ്ഞാൽ ഷിപ്പിലെ ആവശ്യമുള്ള ഫുഡ് ഐറ്റംസ്, അതുപോലെ അവർക്ക് വർക്ക് ടൂൾസ്, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള. ഓക്കെ. അപ്പൊ ഷിപ്പിന്റെ കാറ്ററിംഗും അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങളുള്ള സാധനങ്ങളും എത്തിച്ചു കൊടുക്കാം. അപ്പൊ ഷിപ്പ് വരുമ്പം നിങ്ങളൊരു കണ്ടെയ്നർ അങ്ങോട്ട് എത്തും. അയോൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതിലുണ്ടാവും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ മാസം പോയിട്ടുണ്ടായിരുന്നു, യുവിൽ പോയി. അപ്പൊ ഞാൻ മിക്സ് ആയിട്ട് പല സാധനങ്ങൾ എടുത്തിട്ട് കണ്ടെയ്നർ വരുന്നുണ്ട്, എത്തിയിട്ടില്ല. വെരി ഗുഡ്. പേയ്മെന്റ് ആയി തുടങ്ങിയതേ ഉള്ളൂ. വെരി ഗുഡ്. സാധാരണ നിങ്ങളെ കൂടെ ജോയിൻ ചെയ്യാൻ ഉദ്ദേശം. ഇനിയിപ്പോ എന്തിനാണ് നമ്മളെ കൂടെ കൂടുന്നതിന്റെ ഉദ്ദേശങ്ങൾ പറഞ്ഞേരി. നിങ്ങളെ കൂടെ കൂടുന്ന ഉദ്ദേശം ഒന്നിപ്പോ മറ്റൊരാൾ പറഞ്ഞ ലിങ്ക് കിട്ടും, പിന്നെ നിങ്ങളെ ഇതൊക്കെ കേൾക്കാറുണ്ട്, അപ്പൊ നമുക്ക് നല്ല അറിവ് കിട്ടുന്ന ഉദ്ദേശിച്ചാണ് വരുന്നത്. പിന്നെ നമ്മളെ ഈ പവർ ടൂൾസിന്റെ ഒരു സ്വന്തമായിട്ട് ബ്രാൻഡ് തുടങ്ങാനൊരു ഫേസ് 1 നിങ്ങൾ വരുന്നുണ്ട്. ഫേസ് 1 വരുന്നത്. ഫേസ് 2 കുറച്ച് നിൽക്കണം. ഫേസ് 2 ഒരു 3 ദിവസം കൂടി നിന്നിട്ട് പോരി. അങ്ങനെ നമുക്ക് 2 കൂട്ടരായിട്ടും പരിചയപ്പെടും ചെയ്യാം. അതെ അങ്ങനെ കിട്ടുന്ന വിചാരിക്കുന്നുണ്ട്. അതിനുള്ള ഗുണം കിട്ടുമല്ലോ. അല്ല, ഏറ്റവും പ്രധാനം 1-2 ഫേസും നിങ്ങൾക്ക് കിട്ടും. ഈ 2ലും വരുന്ന ആൾക്കാർ നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഞാനൊക്കെ ഒരു വർഷത്തില് നമ്മൾ എത്രയും നെറ്റ്വർക്ക് ചെയ്താലും ഒരു വർഷം ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ പ്രോഗ്രാമിൽ വരിക എന്ന് പറഞ്ഞാൽ ഒരു 20 അല്ലെങ്കിൽ 30 കമ്പനികളാണ് എൻ്റെ ഒരു വർഷം എൻ്റെ പ്രോഗ്രാമിൽ വരുന്നത്. അതായത് ഒരു 300 കമ്പനികളുമായിട്ട് പരിചയപ്പെടണമെങ്കിൽ എനിക്ക് 10 വർഷം എടുക്കണം. ഞാൻ പറയുന്ന നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ്. പക്ഷെ നിങ്ങളെ സമയത്തോളം നിങ്ങളിപ്പോൾ ഈ ചൈനയിൽ വരുമ്പം നിങ്ങൾ ചിലപ്പം ഒരൊറ്റ അടിക്ക് ആ ഒരു 10 ദിവസം കൊണ്ട് നിങ്ങൾ 100 ബിസിനസ്സുകാരെയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. അതിനൊരു മനുഷ്യൻ കുറേ അധ്വാനിക്കണം. 100 ആളെ പരിചയപ്പെടണമെങ്കിൽ ഭയങ്കര പണിയാണ്. നമ്മൾ ഈ ഒച്ച വെച്ചു നമ്മളെ ടീം വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. അതായത്
ഡെയിലി ആയിരക്കണക്കിന് ആളുകളോട് സംസാരിച്ച് അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്ത് നല്ല നല്ല ബിസിനസ്മാൻമാരെ തിരഞ്ഞെടുത്ത് നമുക്ക് വെറുതെ ആരെങ്കിലും ഏറ്റവും വില കുറഞ്ഞത് നോക്കി വെറുതെ ചൈനയിൽ പോയി പോരുന്ന ആൾക്കാരെ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. വിഷനറി ആയിട്ടുള്ള ആളുകളെ കിട്ടണമല്ലോ. അപ്പോൾ അതിൽ വിഷനറി ആരാണ് അവരെ തെരഞ്ഞെടുത്ത് ഫിൽട്ടർ ചെയ്ത് അത്യാവശ്യം ബിസിനസ് രംഗത്ത് വിജയിച്ച വിഷനറികളായിട്ടുള്ള ഉയർച്ചയെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളെ തെരഞ്ഞെടുത്തിട്ടാണല്ലോ നമ്മൾ ഈ കൊണ്ടുവരുന്നത്. അതൊരു ഭയങ്കര അസറ്റാണ്. ശരിക്കും എനിക്കും അസറ്റാണ്, നിങ്ങൾക്കും അസറ്റാണ്. ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ, നിങ്ങൾ ആദ്യം വരി, ഇങ്ങോട്ട് നമുക്ക് അയാൾ വരുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാം അടുത്ത ഫേസിൽ. ബാക്കിയുള്ള അതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുള്ള സമയത്ത് എങ്ങനെ ടിക്കറ്റ് എല്ലാവരും വേറെ വേറെ എടുക്കാണല്ലോ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ. ആരാണ് നിങ്ങളുടെ ട്രാവൽ കൺസൾട്ടന്റ്? അമല ഒന്ന് നോട്ട് ചെയ്താ. ഓക്കെ, ഗുഡ് 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 ഗുഡ്. അപ്പൊ നിങ്ങൾ ട്രാവൽ കൺസൾട്ടന്റ് ഇവിടെ മീറ്റിംഗിലുണ്ട്, നോട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ. അപ്പൊ കാണാം മുസ്തഫ. പറയൂ, ഇനി ആരാ സംസാരിക്കാത്തുള്ളത്? ആയിക്കോട്ടെ, നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു റൈസ് ഹാൻഡ് വേറെ ആരാ റൈസ് ചെയ്ത്? വലൈസ്ലാം. പറയൂ. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, പറയൂ. സഹൽ. ഒരു മിനിറ്റ്. പറയൂ സാലേ, എവിടുന്നാണ് ഓടിക്കച്ച് വരുന്നത്? ഫുഡ് കഴിക്കുന്നതിനും വളരെ കേട്ടോണ്ട്. പേരെന്താ? സലം എന്നാണ് പേര്. നമ്മളെ കമ്പനിയുടെ പേര് സ്റ്റെല്ലാർ ബ്ലോക്ക്. ഓക്കെ, സലം എന്നാണ് പേര്. നാട്ടിലെവിടെയാ? നാദാപുരത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ കോഴിക്കോട് ടു കണ്ണൂർ കാസർഗോഡ് നമ്മൾ സെറ്റാണെന്ന് പറഞ്ഞേ. എന്താ പരിപാടി ദുബായില്? ട്രേഡിംഗ് ആണ്, പിന്നെ മാനുഫാക്ചറിംഗ്, ഡിറ്റർജന്റ് മാനുഫാക്ചറിംഗ്. അടിപൊളി. ബ്രാൻഡ് ഉണ്ടോ? നമ്മളെ ബ്രാൻഡാണ് ഷൈനോറ പ്ലസ്. എന്താ ഓക്കെ, ഗുഡ്. അപ്പൊ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി ഒരുത്തനെ കണ്ടു ഞാൻ. നിങ്ങളൊന്ന് ഇതാക്കട്ടെ. കാരണം ഇതൊരു 1000 ആളോട് സംസാരിച്ചാലും 10 ആക്കും ബ്രാൻഡില്ല. രജിസ്റ്റർ ചെയ്താണ്. അടിപൊളി. നിങ്ങൾ ആളും മിടുക്കനാണ്. ഇനി എന്താണ് നിങ്ങളെ ഫ്യൂച്ചർ? നമ്മളെ കൂടെ എന്തിനാ കൂടണം പറയും? എത്ര വയസ്സായി ഇപ്പൊ നിങ്ങക്ക്? 30-ാം വയസ്സിൽ ഒരാൾ IPO-നെ കുറിച്ച് ചിന്തിക്കാന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞെന്ന്? അപ്പൊ ആ സ്വപ്നങ്ങളെ തലയിൽ കയറ്റാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു മിഷൻ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. മിഷൻ ചൈന ട്രാവൽ ആൻഡ് ഗ്രോ. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഒരു ഇൻവെസ്റ്ററും പിന്നെ നമ്മുടെ പാർട്ട്ണറും നിയാസ് എന്ന് പറയും. മെയിനായിട്ട് നിങ്ങളെ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇതെന്തായാലും കണക്ട് ചെയ്യണം. പോകണം. നമുക്കൊരു മിഷൻ ഉണ്ട്, അത് സക്സസ് ആക്കണം. അടിപൊളി. അപ്പൊ ഒരു നിങ്ങളുടേതായിട്ടുള്ള സ്വപ്നങ്ങളും നിങ്ങളുടേതായിട്ടുള്ള പ്ലാനുകളൊക്കെ ആയിട്ട് വരൂ. നമ്മുടേതായിട്ടുള്ള എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും സപ്പോർട്ടുകളൊക്കെ നമ്മളും ചെയ്തുതരാം ഇൻഷാ അല്ലാ. ഏതാ നിങ്ങളുടെ ഫേസ് 3 ആണ് അല്ലേ? ഫേസ് 3. സംശയം ചോദിച്ചോളൂ. ഞാനിപ്പോ ബാക്കി ഡിറ്റർജന്റ് ഒക്കെ നമ്മളിപ്പോ നെസ്റ്റോനാണെങ്കിലും മറ്റേ ഏത് ബ്രാൻഡിനാണെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ അതില് അവരെ ബ്രാൻഡ് അടിച്ചു കൊടുക്കും, നമ്മളെ ബ്രാൻഡ് കൊടുക്കും. അതൊക്കെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. ദുബൈ എന്ന് വെച്ചാല് ആരെത്താണോ വില കുറഞ്ഞ് കിട്ടുന്നത് അത് എടുക്കാം. നമ്മള് ക്രെഡിറ്റ് ഇല്ല. ക്രെഡിറ്റ് 30 days. അതെ, 30 days ആണ്. ഇത് വെറും നമ്മൾ വെക്കുന്നത് ഓൺലൈനിലാണ്. അതായത് ഓൺലൈൻ സെല്ലിങ് മാത്രമാണ്. മാഷാഅല്ലാ, നമ്മള് നല്ലൊരു ക്വാണ്ടിറ്റി കഴിഞ്ഞ മാസവും അതിന്റെ മുമ്പത്തെ മാസവും ഇറങ്ങിയിട്ട് ഇപ്പൊ 2 മാസത്തിനുള്ളിൽ നമ്മൾ വിചാരിച്ചൊരു ഡബിൾ ക്വാണ്ടിറ്റി നമ്മൾ വിറ്റിട്ടുണ്ട്. ഇതിൽ ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ. ഒരു പ്രൊഡക്റ്റാ ഉള്ളത്. പക്ഷെ ഇതില് ഏകദേശം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇതിനായിരിക്കും ഇനി നമ്മുടെ എല്ലാ ബ്രാൻഡും വരാം. മാമാ എർത്ത്, നിങ്ങളെ ഇന്ത്യയില് മാമാ എർത്ത് കണ്ടിട്ടുണ്ടോ? മാമാ എർത്ത് ബേസിക്കലി ഒരു കപ്പിള് അവർക്ക് കുട്ടി ഉണ്ടായപ്പോൾ ആ കുട്ടിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള പല പ്രൊഡക്റ്റുകളുടെ ഒരു ഇറക്കിയതാണ് അവര്. പിന്നീട് അവർ നിങ്ങളെ മാതിരി ഓൺലൈനിൽ തുടങ്ങി മാമാ എർത്തിന്റെ പ്രൊഡക്റ്റ് വിൽക്കാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ അവർ ആദ്യത്തെ ഷോറൂം കൊണ്ടുപോയിട്ട് ഒരു നല്ല ബിസി മാളിൽ കൊണ്ടുപോയിട്ട് മാമാ എർത്ത്.
എന്നിട്ട് അതിൻ്റെ ഒരു 10-25 ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ്, മാമായർത്ത് എന്ന ഷോപ്പിൻ്റെ പേര്, എല്ലാ ബ്രാൻഡിൻ്റെയും പേര് മാമായർത്ത്, അതിൽ മാമായർത്ത് ഷാമ്പു, മാമായർത്ത് സോപ്പ്, മാമായർത്ത് പൗഡർ അങ്ങനെ ഉണ്ടാക്കി. പക്ഷേ ആ ഫിസിക്കൽ സ്റ്റോർ തുടങ്ങിയതിന് ശേഷമാണ് അവർക്ക് ഓൺലൈനിൽ ബൂമിങ് നടന്നത്. ഫിസിക്കൽ സ്റ്റോറിനൊരു പ്രത്യേക ബ്രാൻഡിങ് ക്രെഡിബിലിറ്റി ഫാക്ടർ ഉണ്ട്. അവിടെ കച്ചവടം നടക്കണ്ടോ അല്ലേ എന്നുള്ളതല്ല, ആ മാമായർത്ത് എന്നുള്ള ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി വരുന്നത് ആ ഒരു ഫിസിക്കൽ സ്റ്റോറിൽ നിന്നാണ്. എന്നിട്ട് ആ സാധനത്തിൻ്റെ പിന്നെ നമ്മൾ ഓൺലൈനിൽ കയറുമ്പോഴാണ് അതിൻ്റെ ഓൺലൈൻ സെയിൽസ് കൂടുക. അപ്പോൾ അതൊരു നല്ലൊരു സ്ട്രാറ്റജി നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഈ ഒരു സാധനത്തിൻ്റെ നമുക്ക് ഈ റേഞ്ചിൽ എല്ലാ പ്രൊഡക്റ്റും ഉണ്ടാവണം, എന്നാലേ നമുക്ക് റീറ്റെയിലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം വിൽക്കുന്ന മാർക്കറ്റിൽ നമ്മൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാത്രമേ കൊടുക്കൂ. അതായത് ഭീമ അമ്മോക്കി ഉണ്ടെങ്കിൽ മാത്രമേ സപ്ലൈ ചെയ്യൂ. അതും അവര് 2 മാസം ക്രെഡിറ്റ് ചെയ്തെന്നാലും കൊടുക്കൂല. ഞാനിപ്പോ പറഞ്ഞ ആ ഡിമാൻഡ് വിട്ട് സപ്ലൈ ചെയ്യും. മാമായർത്ത് ഈ പ്രൊഡക്റ്റ് ക്രെഡിറ്റേ കൊടുക്കുക. പിന്നെ ഞാൻ സാറെ മെയിൻ ആയിട്ട് നമ്മളിതിപ്പോ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ സ്വന്തമായിട്ട് ഒരു സ്റ്റോർ തന്നെ തുടങ്ങണോ, അല്ലെങ്കിൽ ഒരു ഇപ്പം ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ കൗണ്ടർ കിട്ടും. കൗണ്ടർ ആയിട്ടുള്ള ബിസിനസ് ആകുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കുറവാണ്, വിസ വേണ്ട, വിസ എക്സ്പെൻസ് കുറവാണ്. നമുക്കിപ്പോ ലേഡീസിനെ എത്തിക്കാൻ പറ്റും, ഹസ്ബൻഡ്സിന്റെ ആൾക്കാർ എത്തിക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് കുറെ കോസ്റ്റ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതായത് ലൈസൻസ് കാര്യങ്ങൾ, ഒരൊറ്റ ലൈസൻസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ ട്രേഡിംഗ് തന്നെ നമ്മൾ B2C ഓൾറെഡി കണക്റ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ അതിന് കണക്ട് ആക്കിയത്. അപ്പോ നമ്മളിപ്പോ എന്റെ മിഷൻ എന്ന് പറഞ്ഞാല് ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ പാർട്ട്നോക്ക് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പാർട്ട്നോക്കിലേക്ക് കാറിന്റെ ലൈറ്റ് ഒക്കെ ക്ലീൻ ആക്കും. ജസ്റ്റ് സാർ ഈ പേരടിച്ചു നോക്കിയാല് സാറിന് എന്റെ വീഡിയോസും ഇതിന്റെ വീഡിയോ ഒക്കെ കാണാൻ പറ്റും. ഇൻസ്റ്റയുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമുക്കിപ്പോ ഒരു ഷോപ്പിൽ ഒരു കിയോസ്ക് ഇട്ടിട്ട് ഒരു കൗണ്ടർ നമുക്ക് B2C നമ്മുടെ ഷോപ്പിന് അതിനുള്ളിൽ തന്നെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റൂല. നല്ല ചോദ്യം. അതിന്റെ ഉത്തരം ഞാൻ മാമാർത്തിനെ വെച്ചിട്ട് പറഞ്ഞുതരാം. നിങ്ങളെ മോഡലും മാമാർത്തും സെയിം ആയതുകൊണ്ടാണ് ഞാൻ അത് വെച്ച് പറഞ്ഞു തരുന്നത്. മാമാർത്ത് ടോട്ടല് 2,40,000 റീറ്റെയിൽ ഔട്ട്ലെറ്റിൻ്റെ ഉള്ളിൽ അവരുടെ സാധനങ്ങളുണ്ട്. ഒന്ന് അല്ലെങ്കിൽ ഷോപ്പുണ്ട്, ചെറിയ സാധനം നിങ്ങൾ പറഞ്ഞ കൗണ്ടർ. 2,40,000 ഇന്ത്യയിൽ അക്രോസ്, അതായത് കേരളം മുതൽ കശ്മീർ വരെ ഇന്ത്യയിൽ അക്രോസ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഉണ്ടല്ലോ. അപ്പം ഇതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റുകൾ, അങ്ങനെ 2,40,000 സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിൽ മാമാർത്തിൻ്റെ കൗണ്ടേഴ്സ് ഉണ്ട്. നമ്പർ 1. നമ്പർ 2, അതിൻ്റെ ഒക്കെ പുറമെ അവർക്ക് 85 എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റുകളുണ്ട് പ്രീമിയം ലൊക്കേഷൻസിൽ. എസ്പെഷ്യലി വലിയ വലിയ പോഷ്, ഇപ്പം ബാംഗ്ലൂർ ഫോറം മാള് പോലെ അല്ലെങ്കിൽ അങ്ങനെ വലിയ വലിയ മാളുകളുണ്ടല്ലോ, എലീറ്റ് കമ്മ്യൂണിറ്റി വരുന്ന വലിയ വലിയ മാളുകളിലൊക്കെ അവർക്ക് എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റും ഉണ്ട്. അപ്പോൾ ഇനീഷ്യലി മേ ബി നിങ്ങൾക്ക് വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ കൗണ്ടർ എടുത്തിട്ട് തുടങ്ങിക്കോളി. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ബ്രാൻഡ് പ്രസൻസ് വരണമെങ്കിൽ ഇപ്പോൾ ടോട്ടലി മാമാർത്ത് 2,000 കോടി വിറ്റുവരവുള്ള കമ്പനിയാണ്. എത്ര? 2,000 കോടി. അവരുടെ മോഡൽ നിങ്ങളെ മാതിരി തന്നെ പ്രൊഡക്റ്റ് ആണ്. ഇന്ത്യയിലേക്ക് ഡിസംബറിൽ ഇത് ലോഞ്ച് ആവും. അതായത് നമ്മുടെ കമ്പനി തന്നെ മാനുഫാക്ചറിങ് തന്നെ എന്റെ നാദാപുരം ബേസ് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുമല്ലാണ്ട് നമ്മൾ ഇവിടെ നോക്കുന്നത് പ്രീമിയം ലൊക്കാലിറ്റി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന അറബികളാണ്. അപ്പൊ നിങ്ങളുടെ കസ്റ്റമർ വരുന്ന സ്ഥലത്ത് നിങ്ങളുടെ ബ്രാൻഡിന്റെ ഒരു അടിപൊളി എക്സ്ക്ലൂസീവ് ഷോറൂം നമുക്ക് തുറക്കണം. എപ്പോ തുറക്കും പറയും? പോഷ് സാധനം, നിങ്ങളുടെ കസ്റ്റമർ ആരാണോ അവര് പിന്നെ ഷോപ്പിങ്ങിന് പോകുന്ന എലീറ്റ് മാളുകൾ ഉണ്ടാവും. ആ മാളിന്റെ ഉള്ളിൽ തന്നെ നിങ്ങളൊരു സൂപ്പർ സാധനം നന്നായിട്ട് പൈസ ഇറക്കി ചെയ്യണം. കച്ചവടത്തിനല്ല കേട്ടോ, ബ്രാൻഡിങ്ങിനാണ്. ബാക്കി നമ്മൾ കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ദർ ഇസ് എ വേ ടു ഡു ഇറ്റ്. നിങ്ങളാൾ മിടുക്കനാണ്. 10 വർഷം പിടിച്ചാൽ നിങ്ങൾ 2,000 കോടിന്റെ മേലെത്തും. ഐ സീ അനദർ മാമ എർത്ത് ഇൻ യു. അപ്പൊ കാണാം. അടിപൊളി, കൺഗ്രാറ്റുലേഷൻസ്. അപ്പം ബാക്കിയുള്ളവരോട് പറയാണ്, നമുക്ക് ഇവനെ പോലെയുള്ള ശലത്തിനെ പോലെയുള്ള ചിന്താഗതിയുള്ള ആ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ആദ്യം വളരണം. അവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ ഗ്രോത്ത് തുടങ്ങുന്നത്. അദ്ദേഹം ഇപ്പം നമ്മളൊക്കെ 0-ലാണെങ്കിൽ അദ്ദേഹം ഒരു 3-ലെത്തി നിൽക്കുന്നു. ഇനി നമ്മൾ 10-ലേക്കുള്ള യാത്രയിലാണ്. അപ്പം ഈസ് എ ഗുഡ് ജെന്റിൽമാൻ. ഓൾറെഡി കാഴ്ചപ്പാടുള്ള വിഷണറി ആയിട്ടുള്ള ജെന്റിൽമാൻ ആണ്.
അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ ഇനിയിപ്പം സംസാരിക്കാൻ എന്താണ് പറയുക, റിക്വസ്റ്റ് ഇട്ടിട്ട് പിന്നെ സംസാരിക്കാൻ അവസരം കിട്ടാത്ത ആരുമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രാവൽ കൺസൾട്ടൻ്റായിട്ട് ബന്ധപ്പെടണം, നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം അടുത്ത വെബിനാറിലൊക്കെ കയറിയിട്ട്. അടുത്ത വെബിനാർ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബിസിനസ്സിൽ നിന്ന് കിട്ടിയ പൈസ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. മിക്കവാറും ബിസിനസ്സുകാർ കിട്ടിയ പൈസ എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൽ പിന്നീട് ഇങ്ങനെ ഒന്നുമല്ലാതായി പോകുന്ന, പേഴ്സണൽ വെൽത്ത് മാനേജ്മെൻറ്റ് അറിയാത്ത ആളുകളാണ്. കിട്ടുന്ന പണത്തെ മണി ഹാൻഡ്ലിങ് സ്കില്ലില്ല, ഫ്രുഗാലിറ്റി എന്ന് പറയും. കയ്യിൽ വന്ന പൈസ എന്ത് ചെയ്യണമെന്ന് പറയാതെ അതുകൊണ്ട് പൊട്ടത്തരങ്ങൾ കാണിച്ച് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ അത് ഇല്ലാതെയാക്കാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രൊഫഷണലി ഒരു ബിസിനസ്മാൻ അവൻ്റെ കയ്യിൽ വരുന്ന പൈസ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡിസ്കഷൻ ആയിരിക്കും അടുത്ത വെബിനാർ. അതായത് നമ്മളെ കൂടെ നമ്മൾ വെറുതെ വിടൂല. നിങ്ങൾ നമ്മുടെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളിലും സമഗ്രമായ അവയർനെസ്സും എഡ്യൂക്കേഷനും തന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സമഗ്രമായ ഗ്രോത്ത് ഉണ്ടാകുന്നു എന്ന് ഉറപ്പ് വരുത്തും ഇൻഷാ അല്ലാഹ്. അതാണ് നമ്മുടെ ഒരു മിഷൻ. ഒരു ക്യാഷിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സാധനമല്ല. നമ്മുടെ ഒരു പാഷനാണ്, നമ്മുടെ ഒരു ഹോബിയാണ്, നമ്മുടെ ഒരു പർപ്പസാണ്, നമ്മുടെ ഒരു സാമൂഹ്യ ബോധമാണ്.